Hello dear students, നിങ്ങൾ എക്സാം ഒക്കെ വളരെ നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫിസിക്സിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളും അതിൻ്റെ ആൻസറും നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും കുറച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഡയറക്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അത്ര വലിയ ഡിഫിക്കൽറ്റി ഒന്നുമില്ല. അപ്പോൾ എന്നാലും നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല ക്വസ്റ്റ്യൻ ആണെന്നാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അവസാനത്തെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ നിങ്ങൾ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല റിസൾട്ട് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. A projectile is thrown at a speed v at an angle theta with the horizontal. If the speed at its maximum height is v/3, then value of tan theta is. നമുക്കൊരു പ്രൊജക്റ്റൈൽ മോഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് വിചാരിച്ചു. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ നമുക്ക് തീറ്റ എന്ന് എടുക്കാം. നമുക്ക് ത്രോൺ വിത്ത് സ്പീഡ് ഓഫ് v എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിഷ്യൽ സ്പീഡ് ഓഫ് v എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പരാബോളിക് പാത്തിൽ ഗ്രൗണ്ടിൽ വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അറ്റ് മാക്സിമം ഹൈറ്റ് വെലോസിറ്റിയുടെ പ്രത്യേകത എന്തുവാ? അറ്റ് മാക്സിമം ഹൈറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, വെലോസിറ്റി ഹൊറിസോണ്ടൽ ആണ്. അപ്പോൾ v = v cos തീറ്റ. ഓർക്കുന്നുണ്ടല്ലോ, ഇനിഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി v cos തീറ്റയാണ്. അത് മാക്സിമം ഹൈറ്റ് വെർട്ടിക്കൽ വെലോസിറ്റി റെഡ്യൂസ് ചെയ്ത് 0 ആകും. പക്ഷേ ഹൊറിസോണ്ടൽ വെലോസിറ്റി റിമെയിൻസ് അൺചേഞ്ച്ഡ് ആണ് ത്രൂ ഔട്ട് മോഷൻ. നമ്മൾ പലതവണ പഠിച്ചതാണ്, പറഞ്ഞതാണ്. അപ്പോൾ v = v cos തീറ്റ. v ഡാഷ് എന്ന് എടുക്കാം, അതോ v cos തീറ്റ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? സ്പീഡ് അറ്റ് മാക്സിമം ഹൈറ്റ് v/3 ആണ്. അപ്പോൾ v cos തീറ്റ എന്ന് പറയുന്നതാണ് മാക്സിമം ഹൈറ്റിലെ സ്പീഡ്. അത് v/3 അല്ലേ. അപ്പോൾ v ക്യാൻസൽ ആയിപ്പോയി. cos തീറ്റ = 1/3. cos തീറ്റ 1/3 ആണെങ്കിൽ നമുക്കറിയാം തീറ്റ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം സിംപിളി ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അസ്യൂം ചെയ്യുക. അതിൻ്റെ ഒരു ആംഗിൾ തീറ്റ എന്നെടുക്കാം. cos തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ് ആണ്. തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് 1 ഹൈപ്പോട്ടനീസ് 3 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ട്രയാംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കണ്ടുപിടിക്കാം. √3² - 1 √8 വരും. അപ്പോൾ √8 നമുക്കറിയാം 2√2 ആണ്. അപ്പോൾ ഇനി ടാൻ തീറ്റ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമല്ലോ. ടാൻ തീറ്റ = ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ് മക്കളെ കിട്ടിയത്? നമുക്ക് 2√2 ആണ് കിട്ടിയത്. അഡ്ജസൻറ്റ് സൈഡ് 1. അപ്പോൾ ടാൻ തീറ്റ = 2√2 എന്ന് കിട്ടുമ്പോൾ അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ടാൻ തീറ്റ = 2√2. മനസ്സിലായല്ലോ. നമുക്ക് അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് വെക്ടർ ഇക്വേഷൻ ആണ്. കാണുമ്പോൾ എന്തോ വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് ചിലപ്പോൾ വിചാരിച്ച് കാണും, പക്ഷേ നിങ്ങൾ ചെയ്തപ്പോൾ സിമ്പിൾ ആണെന്ന് മനസ്സിലായി കാണും. കൺസിഡർ എ വെക്ടർ p + q = r. വെക്ടർ p + വെക്ടർ q = വെക്ടർ r എന്നാണ് തന്നിരിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് p എന്ന് പറയുന്നത് p(i) ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് q 10 ആണ്. വെക്ടർ r 3pj. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂ എല്ലായിടത്തും വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിക്ക് പകരം മാഗ്നിറ്റ്യൂഡ് ഓഫ് p × i. അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് p വെറുതെ p എന്ന് എഴുതാം, p(i). q നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, വെക്ടർ ഫോമിൽ അറിയത്തില്ലാത്തത് കൊണ്ട് നമ്മൾ വെറുതെ ഒരു 10n എന്ന് എടുക്കാം. അപ്പോൾ n ഈസ് എ യൂണിറ്റ് വെക്ടർ അലോങ് ദ ഡയറക്ഷൻ ഓഫ് q ആണ്. അതിന് മാഗ്നിറ്റ്യൂഡ് 10 എന്നറിയാം. അപ്പോൾ 10 × n എന്നങ്ങ് എഴുതാം. വെക്ടർ r നോക്കിയാൽ 3 × p ആണ്, മാഗ്നിറ്റ്യൂഡ് × j എന്ന് വരും. അപ്പോൾ നമ്മൾ ഇന്ന് റീഅറേഞ്ച് ചെയ്താൽ 10n = 3pj - p(i) വരും. അപ്പോൾ നോക്കിയാൽ 10n എന്ന് പറഞ്ഞ വെക്ടർ 3pj - pj അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ എഴുതുവാണെങ്കിൽ ഇങ്ങനെ എഴുതാമല്ലോ. മാഗ്നിറ്റ്യൂഡ് ഓഫ് 10n = 3pj - p(i) ആണ് കേട്ടോ. ഇവിടെ i ആണ്. i-ൻ്റെ മാഗ്നിറ്റ്യൂഡ് വരും. 10n മാഗ്നിറ്റ്യൂഡ് 10 തന്നെയാണ് നമുക്കറിയാം. ഇനി 3pj - p(i) എടുക്കുമ്പോൾ നമുക്കറിയാം രണ്ട് വെക്ടേഴ്സും പെർപെൻഡിക്കുലർ അല്ലേ. പെർപെൻഡിക്കുലർ ആണെങ്കിൽ വെക്ടർ അഡീഷൻ്റെ പ്രിൻസിപ്പിൾ നമുക്കറിയാം. √(a² + b² ആണ്. എക്ക് പകരം 3p ആണ്. അപ്പോൾ √9p² + p² വരും. സ്ക്വയർ കളയാൻ നമുക്ക് നമുക്കൊന്ന് സ്ക്വയർ ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് വെക്ടർ സബ്ട്രാക്ഷൻ്റെ റിസൾട്ട് ഉപയോഗിച്ചു. 3p² 9p² + p² = 10². അപ്പോൾ 100 = 10p² കിട്ടും. അപ്പോൾ p = 10. p² = 10 or p = √10 എന്നല്ല കിട്ടുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ കാർ ഈസ് മൂവിംഗ് വിത്ത് ആൻ ഇനിഷ്യൽ സ്പീഡ് ഓഫ് 5 m/s. എ കോൺസ്റ്റന്റ് ബ്രേക്കിംഗ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ആൻഡ് ദി കാർ ഈസ് ബ്രോട്ട് ടു റെസ്റ്റ് ഇൻ എ ഡിസ്റ്റൻസ് ഓഫ് 10 meter. വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ് ഓഫ് ദി കാർ ഡ്യൂറിംഗ് ഡീസലറേഷൻ പ്രോസസ്? അപ്പോൾ അത് നമ്മൾ വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുമെങ്കിലും വളരെ സിമ്പിളാണ്. ഒരു കാറ് ട്രാവൽ ചെയ്യുന്നു. ആ കാറിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ഇനിഷ്യൽ വെലോസിറ്റി? 5 m/s. അപ്പോൾ u = 5 m/s.
ഫൈനൽ വെലോസിറ്റി എത്രയായി? 0 ആയി. അപ്പോൾ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 10 മീറ്റർ. പിന്നെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, അതാണ് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. കോൺസ്റ്റന്റ് ബ്രേക്കിംഗ് ഫോഴ്സ് ഈസ് അപ്ലൈഡ്. കോൺസ്റ്റന്റ് ബ്രേക്കിംഗ് ഫോഴ്സ് ആണെങ്കിൽ ആക്സലറേഷൻ അല്ലെങ്കിൽ ഡീസലറേഷൻ ഇവിടെ കോൺസ്റ്റന്റ്. ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ആവറേജ് സ്പീഡ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇനിഷ്യൽ സ്പീഡ് ഫൈനൽ സ്പീഡ് കിട്ടിയാൽ ആവറേജ് സ്പീഡ് കാണാൻ വേണ്ടിയിട്ട് സിംപ്ലി u+v/2 എടുത്താൽ മതി. ബാക്കിയുള്ള ഇക്വേഷൻ ഒക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരു ആക്സലറേഷൻ ഈസ് കോൺസ്റ്റന്റ്, ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു u+v/2. u എത്രയാണ്? 5 ആണ്. വിയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ 5/2 2.5 മീറ്റർ/സെക്കൻഡ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തിട്ട് ശ്രദ്ധിച്ചിട്ട് കാണും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. അപ്പോൾ അടുത്ത 4ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. കൺസിഡർ എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ലെറ്റ് എക്സ്, എ, കെ ആൻഡ് യു ആർ ദ ഡിസ്പ്ലേസ്മെന്റ്, ആംപ്ലിറ്റ്യൂഡ് ആൻഡ് കൈനറ്റിക് എനർജി പിന്നെ പൊട്ടൻഷ്യൽ റെസ്പെക്റ്റീവ്ലി. At a certain instant k/u is equal to 3, then x/a is. K kinetic energy ആണ്, that is 3 times potential energy എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്ക് അറിയാമല്ലോ. എന്തുവാ? കൈനറ്റിക് എനർജി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ½ k into a² - x². സിമ്പിൾ അല്ലേ? പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം ½ k x². ½ k ക്യാൻസൽ ആയി പോയല്ലോ. അപ്പോൾ a² - x² is equal to 3x² or a² is equal to 3 + 1 4x² വരും. സോ റൂട്ട് എടുത്താൽ a is equal to 2x വരും. അപ്പോൾ നമുക്ക് x/a ആണ് ചോദ്യം. x/a is equal to 1/2 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. x/a is equal to 1/2. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ, നമുക്ക് ഇക്വേഷൻ ഇത് ചെയ്യണമെന്നല്ലാതെ പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 thin convex lenses L1 and L2, their focal lengths are given. F1 is equal to 4 cm and F2 is equal to 10 cm respectively. They are separated by distance x cm as shown in figure. A point source is placed on the principal axis at a distance 12 cm on the left of L1. If image of S is formed at infinity, the value of x is. നമുക്ക് ചെയ്യാനുണ്ടെന്നേ ഉള്ളൂ. നമുക്കറിയാം ഒരു കോമ്പിനേഷൻ ഓഫ് ലെൻസിൽ ആദ്യം ഫസ്റ്റ് ലെൻസിൻ്റെ ഇമേജ് കണ്ടുപിടിക്കണം അല്ലേ. നമ്മൾ ഫസ്റ്റ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ എടുത്താൽ 1/f1 is equal to 1/v1 minus 1/u1 ആണ്. സോ 1/v1 is equal to 1/f1 plus 1/u1. ഫോക്കൽ ലെങ്ത് ഓഫ് ഫസ്റ്റ് ലെൻസ് 4 അല്ലേ, അപ്പോൾ f1 4 ആണ്. അപ്പോൾ 1/4 വരും. പിന്നെ പ്ലസ് 1/u1 ആണ്. u1 എത്രയാണ്? 12 സെൻറ്റിമീറ്ററാണ്. നമ്മളെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുമായിരുന്നു മക്കളെ? നമുക്കറിയാം നമ്മൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ റിയൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ നെഗറ്റീവ് ഡിസ്റ്റൻസ് ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്ര കൊടുക്കണം? മൈനസ് കൊടുക്കണം. നിങ്ങളത് കൊടുത്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. നമ്മൾ മൈനസ് ആണ്, അപ്പോൾ ഇതിങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആയിരുന്നു, ഒരു മൈനസ് വരും. -1/12 വരും. അപ്പോൾ 12 LCM എടുത്താൽ 4 × 3 12, അപ്പോൾ 3 - 1 വരും. അപ്പോൾ 2/12 1/6 വരും. സോ v1 is equal to 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺവെക്സ് ലെൻസിൻ്റെ ഇമേജ് അതിൻ്റെ റൈറ്റ് സൈഡിൽ 6 സെൻറ്റിമീറ്ററിലാണ് ഫോം ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പോൾ നമുക്കറിയാം കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസിന് ഔട്ട്സൈഡിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു റിയൽ ഇമേജ് ആണ്. ലൈറ്റ് റേസ് ഇവിടെ കൺവേർജ് ചെയ്തു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയ എത്രയാണ്? 6 സെൻറ്റിമീറ്ററാണ്. ഇനി നമുക്ക് എന്താ വേണ്ടിയത്? ഫൈനൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി, വാല്യൂ ഓഫ് എക്സ് ഈസ്. ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിൽ വരണം. സെക്കൻഡ് ലെൻസല്ലേ മക്കളെ രണ്ടാമത്തെ ഇമേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഇമേജ് നമുക്കറിയാം ഇൻഫിനിറ്റിയിലാകണം. അത് സെക്കൻഡ് ലെൻസ് പ്രൊഡ്യൂസ് ചെയ്യണം. സെക്കൻഡ് ലെൻസിൻ്റെ ഇമേജ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഒബ്ജക്റ്റ് ഫോക്കസിലായിരിക്കണ്ടേ. നമുക്കറിയാം ഫസ്റ്റ് ലെൻസിൻ്റെ ഇമേജ് ഈസ് കൺസിഡേർഡ് ആസ് ദി ഒബ്ജക്റ്റ് ഓഫ് ദി സെക്കൻഡ് ലെൻസ്. അപ്പോൾ ആഫ്റ്റർ റിഫ്രാക്ഷൻ സംഭവിക്കുന്ന റേ ഡയഗ്രം വരച്ചാൽ രണ്ടാമത്തെ ലെൻസിൽ കൂടെ ലൈറ്റ് വരുന്നു. ആഫ്റ്റർ റിഫ്രാക്ഷൻ ലൈറ്റ് റേസ് പാരലൽ ആയിട്ട് പോകുന്നു. അപ്പോഴാണ് ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിൽ വരുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ ലെൻസിൻ്റെ ഇമേജ് ഇൻഫിനിറ്റിയിൽ വരണമെങ്കിൽ ഒബ്ജക്റ്റ് ഫോക്കസിലാവണ്ടേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് സെക്കൻഡ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് f2 അല്ലേ മക്കളെ. അപ്പോൾ f2 + 6 ആണ് നമ്മുടെ ആൻസർ. f2 + 6 എടുക്കണം. f2 എത്രയായിരുന്നു? 10 ആണ്. അപ്പോൾ 10 + 6 16 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, 16 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ. ഒബ്ജക്റ്റ് ഫോക്കസിലാകുമ്പോൾ ഇമേജ് ഇൻഫിനിറ്റിയിൽ വരും. രണ്ടാമത്തെ ലെൻസിൻ്റെ ഇമേജ് ഫസ്റ്റ് ലെൻസിൻ്റെ ഒബ്ജക്റ്റ് ആണെന്ന് രണ്ടാമത്തെ ലെൻസിൻ്റെ ഇമേജ് ഒബ്ജക്റ്റ് ഫസ്റ്റ് ലെൻസിൻ്റെ ഇമേജ് ആണെന്ന് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആൻസർ 16 വരും. ഇപ്പോൾ നമുക്ക് ചിലപ്പം പഠിച്ചിട്ടുള്ളതായിരിക്കും ഫസ്റ്റ് ലെൻസിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് പ്ലസ് രണ്ടാമത്തെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആൻസർ വരുന്നത് നമുക്കറിയാം.
അപ്പോൾ അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഡീപ് ബ്രോഗ്ലി വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു ബോൾ ഓഫ് മാസ് 100 gram മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 33 meter per second. നമുക്കറിയാം ഡ്യുവൽ നേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, പലതവണ നമ്മൾ പറഞ്ഞതാണ്. അതിൽ ഡീപ് ബ്രോഗ്ലി വേവ് ലെങ്ത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളെല്ലാം ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഡീപ് ബ്രോഗ്ലി വേവ് ലെങ്തിൻ്റെ ഇക്വേഷൻ എന്തുവാ? ലാംഡ ഈസ് ഈക്വൽ ടു h/p. മൊമെൻറ്റം കാണാൻ നമുക്ക് ഡയറക്റ്റ് മാസ് ഇൻറ്റു വെലോസിറ്റി എടുത്താൽ മതി. എച്ചിൻ്റെ വാല്യൂ 6.6 × 10⁻34 ആണ്. മാസ് എത്രയാണെന്ന് നോക്കിയേ, മാസ് 100 gram ആണ്. ഗ്രാമിന് കിലോഗ്രാം ആക്കുമ്പോൾ 10⁻³ വരും കേട്ടോ. നമ്മൾ അടുത്തത് വെലോസിറ്റി ആണ്, വെലോസിറ്റി 33 meter per second. അപ്പോൾ നോക്കിയേ, 100 × 10⁻³ 10⁻⁻1 ഇൻറ്റു 33 3.3 വരും. 6.6/3.32 വരും. അപ്പോൾ സിമ്പിളാണ് കാൽക്കുലേഷൻ. അപ്പോൾ 2 × 10⁻34 meter ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ആൾക്ക് ബി ഓപ്ഷൻ 2 × 10⁻34 meter എന്നുള്ളത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കൊള്ളാം, നന്നായിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏഴാമത്തെ ചോദ്യം, എ ലേസർ സോഴ്സ് എമിറ്റിംഗ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 300 nanometer has a power of 3.3 milliwatt. The average number of photons emitted per second is. നമുക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ എന്തുവാ? എനർജി ബൈ ടൈമാണ്. പവർ P is equal to എനർജി ബൈ ടൈം. എനർജി കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം n നമ്പർ ഓഫ് ഫോട്ടോൺസ് ടോട്ടലി ഉണ്ടെങ്കിൽ എനർജി എന്ന് പറയുന്നത് Nhν ആണ് ഡിവൈഡഡ് ബൈ ടൈം. നമ്മളോട് ചോദ്യം എന്താണെന്ന് നോക്കിയേ, നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ്. അപ്പോൾ n/t അല്ലേ മക്കളെ കണ്ടുപിടിക്കണ്ടേ? അതിനെ ഒരു സ്മോൾ n എന്നെടുക്കുക. അപ്പോൾ Nhν നിങ്ങൾക്ക് ഡയറക്റ്റ് അറിയാം, നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ യൂണിറ്റ് ടൈം n ആണെങ്കിൽ പവർ ഈസ് ഈക്വൽ ടു Nhν. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്നതാ നമ്പർ n ആണ്. അപ്പോൾ n ഈസ് ഈക്വൽ ടു P/hν വരും. പവർ എത്രയാ? 3.3 milliwatt ആണ്. അപ്പോൾ 3.3 × 10⁻³ എന്നെടുക്കണം കേട്ടോ. മില്ലി വാട്ടിനെ വാട്ടിലോട്ട് മാറ്റണം. ഇനി എച്ചിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 6.6 × 10⁻34. ന്യൂവിന് പകരം ലാംഡയാണ്. അപ്പോൾ c/λ കൊടുക്കുക അല്ലേ. ന്യൂ ഈസ് ഈക്വൽ ടു c/λ. സി നമുക്ക് 3 × 10⁻8 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാംഡയുടെ വാല്യൂ മുകളിൽ കൊടുക്കണം. ലാംഡ 300 nanometer ആണ്. അപ്പോൾ നാനോമീറ്ററിന് മീറ്റർ ആക്കുമ്പോൾ 10⁻9 വരും. അപ്പോൾ 300 × 10⁻9 മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഈ 3.3 6.6 പോയാലൊരു 2 താഴെ വരും. 300/3 പോയാലൊരു 100 മുകളിൽ വരും. അപ്പോൾ നമുക്ക് 1/2 ആണ് നമുക്ക് ആൻസർ വരുന്നത്. 1/2 എന്ന് പറയുന്നത് 0.5 അല്ല. അപ്പോൾ 0.5ൻ്റെ ടേംസിലാണ് നമുക്ക് ആൻസർ വരിക. അപ്പോൾ പിന്നെ ബാക്കി നമ്മൾ കാൽക്കുലേഷനിലേക്ക് പോകണമെന്നില്ല. 1/2 0.5. അപ്പോൾ 5 × 10⁻15 ആണ് ആൻസർ. അങ്ങനെയൊക്കെ നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നത്. 10ൻ്റെ പവർ ഒന്നും നീട്ടിപ്പിടിച്ച് കാൽക്കുലേഷൻ നടത്തേണ്ട ആവശ്യമില്ല. അയ്യോടാ, നമുക്ക് ആൻസർ ചെയ്ത ആളുടെ ഓപ്ഷൻ 3 × 10⁻15 എന്തോ മാറിപ്പോയെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ എവിടെയോ വല്ല മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. പോട്ടെ, കുഴപ്പമില്ല. നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എ തിൻ കോൺവെക്സ് ലെൻസ് ഓഫ് റിഫ്രാക്റ്റ് ഇൻഡെക്സ് 1.5 ഹാസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് 10 centimeter in air. When the lens is immersed in a fluid, its focal length becomes 70 centimeter. The refractive index of the fluid is. നമുക്ക് സിമ്പിളാണ്. എയറിലെ ഫോക്കൽ ലെങ്ത് കാണുമ്പം എയറിലെ FA ആണെങ്കിൽ 1/FA is equal to n2 - 1 × 1/r1 - 1/r2. അതാണ് ഇക്വേഷൻ. സറൗണ്ടിങ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റിൻ്റെ n1 നമ്മൾ 1 എന്നങ്ങ് എടുത്താൽ മതി. മീഡിയത്തിലെ ഫോക്കൽ ലെങ്ത് FM ആണെങ്കിൽ 1/FM ഈസ് ഈക്വൽ ടു n2 - n1/n1 × 1/r1 - 1/r2 ആണ് ഇക്വേഷൻ. അത് ഇക്വേഷൻ 2. നമ്മൾ ഇക്വേഷൻ 1/2 എന്നെടുത്താൽ ആൻസർ കിട്ടും. 1/FA/1/FM FM/FA വരും. 1/r1 - 1/r2 ക്യാൻസൽ ആയി പോയല്ലോ. അപ്പോൾ ഇവിടെ ഒരു n2 - 1 ഉണ്ട് ഡിവൈഡഡ് ബൈ n2 - n1/n1. അപ്പോൾ n1 മുകളിൽ വരും. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നിങ്ങൾക്ക് ഡയറക്റ്റ് അറിയാമെങ്കിൽ അങ്ങ് ചെയ്താൽ മതി. ഫോക്കൽ ലെങ്ത് മീഡിയം ബൈ എയർ. n2 ആറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരുന്നു മക്കളെ. n2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ലെൻസ് ആണ്. n1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഫ്ലൂയിഡ് വെയർ ലെൻസ് ഈസ് പ്ലേസ്ഡ് ഇൻ ദി സെക്കൻഡ് സിറ്റുവേഷൻ ആണ്. മാറിപ്പോയിക്കരുത്. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ FM എത്രയാണ്? ഫോക്കൽ ലെങ്ത് ഇൻ മീഡിയം 70 ആണ്. FM 70. എയറിലെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? 10 ആണ്. അപ്പോൾ 70/10 ഈസ് ഈക്വൽ ടു n2 നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് ആണത് 1.5 ആണ്. അപ്പോൾ 1.5 - 1.5 വരും. n1 ഡിവൈഡഡ് ബൈ n2 1.5 - n1 വരും. 70/10 7 വരുമല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 7 × 1.5 - 7 n1 ഈസ് ഈക്വൽ ടു 0.5 n1. 7 × 1.5 നമുക്കറിയാം 10.5 വരും. ഈസ് ഈക്വൽ ടു 7.5 n1 വരും.
അപ്പോൾ N1 ഈസ് ഈക്വൽ ടു 10.5 ഡിവൈഡഡ് ബൈ 7.5 ആണ് വരുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ ഓപ്ഷൻ ഇ വരും 1.4. നമുക്ക് 1.4 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 10.5 ഡിവൈഡഡ് ബൈ 7.5. മനസ്സിലായല്ലോ? നമുക്ക് 9th ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആൻസർ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഫോർ ദ ഹൈഡ്രജൻ സ്പെക്ട്രം ദ വേവ് ലെങ്ത് ഇൻ ബാൾമർ സീരീസ് ഗിവൺ ബൈ 1/λ ഈസിക്കൽ r ഇൻറ്റു നമ്മൾ ഡയറക്റ്റ് കാണുന്ന ഇക്വേഷൻ തന്നെയാണ്. ലാംഡയും ആറും എല്ലാം നമ്മൾ പഠിക്കുന്ന അതേ സംഭവം തന്നെയാണ് അല്ലേ. വാട്ട് ആർ ദി വാല്യൂസ് ഓഫ് N1 ആൻഡ് N2 ഫോർ ദി ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഇൻ ദി ബാൾമർ സീരീസ്. ബാൾമർ സീരീസിലെ ട്രാൻസിഷൻ നമുക്കറിയാലോ, ഹയർ സ്റ്റേറ്റുകളിൽ നിന്ന് സെക്കൻഡ് സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് നമുക്ക് ബാൾമർ സീരീസ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ N ഈസ് ഈക്വൽ ടു 1, N ഈസ് ഈക്വൽ ടു 2, 3, 4 എക്സെട്ര അപ് ടു N ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി വരും. ബാൾമർ സീരീസിൽ നമ്മൾ പറഞ്ഞു ഹയർ സ്റ്റേറ്റുകളിൽ നിന്ന് എങ്ങോട്ടാണ് ട്രാൻസിഷൻ നടക്കുക? സെക്കൻഡ് സ്റ്റേറ്റിലേക്കാണ് ബാൾമർ സീരീസിൽ ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പോൾ ലോങ്സ്റ്റ് വേവ് ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം, ലോങ്സ്റ്റ് വേവ് ലെങ്ത് ആണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് എമിറ്റർ റേഡിയേഷൻ എന്തുവാ? ഫ്രീക്വൻസി ഈസ് മിനിമം അല്ലേ മക്കളെ? ഫ്രീക്വൻസി മിനിമം. അതൊന്ന് മാറിപ്പോയാൽ ആൻസർ തെറ്റിപ്പോകും കേട്ടോ. നിങ്ങളത് ശരിയാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രീക്വൻസി ഈസ് മിനിമം. ഫ്രീക്വൻസി മിനിമം ആണെങ്കിൽ നമുക്കറിയാം എനർജി ഡിഫറൻസ് ഷുഡ് ബി മിനിമം. എനർജി ഡിഫറൻസ് ഷുഡ് ബി മിനിമം. കാരണം എന്തുവാ? എനർജി ഡിഫറൻസ് ആണ് നമ്മൾ റേഡിയേഷനായിട്ട് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനർജി ഡിഫറൻസ് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് h nu എന്നാണ് ഇക്വേഷൻ. ഫ്രീക്വൻസി മിനിമം പറഞ്ഞെങ്കിൽ എനർജി ഡിഫറൻസ് മിനിമം വരണം. ബാൾമർ സീരീസിൽ എനർജി ഡിഫറൻസ് മിനിമം വരുന്നത് എപ്പോഴായിരുന്നു? തൊട്ടടുത്ത സ്റ്റേറ്റിൽ നിന്ന് ട്രാൻസിഷൻ നടക്കുമ്പോഴല്ലേ. E3 - E2 ആണ് മിനിമം വരുന്നത്. E4 - E2 അതിലും കൂടുതലാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള ട്രാൻസിഷൻ ആണല്ലേ. 3യിൽ നിന്ന് 2ലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പോൾ N1 2ഉം N2 3ഉം അല്ലേ. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. അപ്പോൾ N1 ഈസ് ഈക്വൽ ടു 2 ആൻഡ് N2 ഈസ് ഈക്വൽ ടു 3. എനിക്ക് തോന്നുന്നു ഇവിടെ ചെയ്ത ആൾ ഇവിടെ ഒരു മാർക്ക് കാണുന്നുണ്ട്. അതാണ് ചെയ്തതെന്ന് അറിയത്തില്ല. അവിടെ നേരെ തിരിഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. ഇവിടെ ഫ്രീക്വൻസി മിനിമം ആയിരുന്നു, അപ്പോൾ വേവ് ലെങ്ത് മാക്സിമം ആയിരുന്നു, അപ്പോൾ എനർജി ഡിഫറൻസ് മിനിമം. അപ്പോൾ തൊട്ടടുത്തുള്ള സ്റ്റേറ്റിൽ നിന്ന് വേണം ട്രാൻസിഷൻ നടത്താൻ. അപ്പോൾ ആൻസർ എ വരും. അപ്പോൾ നമുക്ക് 10th ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ കാർ പി ഈസ് ഹെഡിങ് ഈസ്റ്റ് വിത്ത് എ സ്പീഡ് v and car q is heading towards north with a speed √3. What is the velocity of car q with respect to car p? അപ്പോൾ നമുക്കിവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഫസ്റ്റ് കാറിൻ്റെ സ്പീഡ് വിയും അടുത്തതിൻ്റെ √3 എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു √3v ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് ആ തന്നിരിക്കുന്നത് വെച്ചിട്ട് നമുക്ക് ഓപ്ഷനിലേക്ക് പോകാം. അതായത് അവിടെ വിയും അവിടെ √3v ആണെങ്കിൽ എന്ത് സംഭവിക്കും അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് റെപ്രസെൻ്റ് ചെയ്താൽ കാർ പി ഈസ് ഹെഡിങ് ടുവേർഡ്സ് ഈസ്റ്റ്. കാറ് പി എങ്ങോട്ടാണ് പോകുന്നത്? ഈസ്റ്റിലേക്ക്. അപ്പോൾ വെലോസിറ്റി ഓഫ് കാറ് വി പി ഇസ് ഈക്വൽ ടു വി ആണ്, അത് ടുവേർഡ്സ് ഈസ്റ്റ് ആണ്. കാറ് ക്യൂ എങ്ങോട്ടാണ് പോകുന്നത്? നോർത്തിലേക്കാണ്. അപ്പോൾ കാറ് ക്യൂവിൻ്റെ വെലോസിറ്റി നമുക്ക് വി ക്യൂ ഇസ് ഈക്വൽ ടു √3v എന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോണം. അപ്പോൾ അത് എങ്ങോട്ടേക്കാണ്? അത് നോർത്തിലേക്കാണ്. നമുക്ക് കണ്ടുപിടിക്കണം വെലോസിറ്റി ഓഫ് ക്യൂ വിത്ത് റെസ്പെക്ട് ടു പി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വെലോസിറ്റി ഓഫ് ക്യൂ വിത്ത് റെസ്പെക്ട് ടു പി എടുക്കുമ്പോൾ വെലോസിറ്റി ഓഫ് ക്യൂ മൈനസ് വെലോസിറ്റി ഓഫ് പി ആണ്. വെലോസിറ്റി ഓഫ് ക്യൂവിൻ്റെ കൂട്ടത്തിൽ -vp ആഡ് ചെയ്യണം. നോക്കിയാൽ വി ക്യൂ മുകളിലോട്ടാണ്, വി പി റൈറ്റ് സൈഡിലേക്കാണ്. അപ്പോൾ -vp ആണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ -vp ലെഫ്റ്റ് സൈഡിലേക്ക് വരും. കാരണം ഓർക്കുന്നുണ്ടല്ലോ, വി ക്യൂവും -vpയും കൂടെ കൂട്ടുന്നതാണ് നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി വരുന്നത്. വി ക്യൂ പ്ലസ് -vp. അപ്പോൾ വി ക്യൂ എടുക്കുക, -vp എടുക്കുക. അവർക്ക് ഇൻ ബിറ്റ്വീൻ ഒരു ഡയറക്ഷനിലായിരിക്കും നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി VQP വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ വെലോസിറ്റി ഓഫ് ക്യൂ വിത്ത് റെസ്പെക്ട് ടു പി കാണണം. അപ്പോൾ അതിന് നമുക്ക് നോക്കിയാൽ വി ക്യൂവും വി പിയും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ വെക്ടർ സബ്ട്രാക്ഷൻ്റെ ഇക്വേഷൻ എടുത്താൽ വെലോസിറ്റി ഓഫ് ക്യൂ വിത്ത് റെസ്പെക്ട് ടു പിയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം √(VQ² + VP²). കാരണം ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. വി ക്യൂ സ്ക്വയർ എത്രയാ? √3v² നമ്മൾ 3v² വരും, പ്ലസ് VP² v² ആണ്. 4v² √2v വരും. അപ്പോൾ 2v ആണ് നമുക്ക് മാഗ്നിറ്റ്യൂഡ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്, ഓപ്ഷൻ സി തെറ്റാണ്, ഓപ്ഷൻ ഇ തെറ്റാണ്. ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഡി ആയിരിക്കും വരുന്നത്. നമുക്ക് അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കണം. ഇത് തീറ്റ ആണെന്ന് വിചാരിച്ചാൽ നമുക്കറിയാം tan θ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡായിട്ട് വി പി വരും, അത് വി ആണ്.
അഡ്ജസൻറ്റ് സൈഡായിട്ട് വി ക്യു വരും, അത് √3 v ആണ്. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/√3 കിട്ടും. ടാൻ തീറ്റ 1/√3 ആണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ എത്രയാണ്? 30 ഡിഗ്രിയാണ്. അപ്പോൾ നോക്കിയേ, നമുക്ക് വെലോസിറ്റി റിലേറ്റീവ് എടുക്കുമ്പോൾ വെസ്റ്റിനും നോർത്തിനും ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ വെസ്റ്റിനും നോർത്തിനും ഇടയ്ക്കായതുകൊണ്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഈസ്റ്റ് ഓഫ് നോർത്ത് എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? ഈസ്റ്റിനും നോർത്തിനും ഇടയ്ക്കല്ല, ഈസ്റ്റിനും നോർത്തിനും ഇടയ്ക്കല്ല കിട്ടുന്നത്, അത് വെക്ടർ സം ആയിരുന്നു, നമുക്ക് വെക്ടർ ഡിഫറൻസ് ആണ്. അപ്പോൾ പിന്നെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി നോക്കിയാൽ മതി. 2v അത് 30 ഡിഗ്രി വെസ്റ്റ് ഓഫ് നോർത്ത് എന്ന് പറഞ്ഞാൽ നോർത്തിൽ നിന്നും വെസ്റ്റിലേക്ക് 30 ഡിഗ്രിയിലാണ് റിലേറ്റീവ് വെലോസിറ്റി, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 2v. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇപ്പോൾ ഇത് അല്പം നമ്മൾ ഡയറക്ഷൻ ശ്രദ്ധിക്കണമായിരുന്നു, പക്ഷേ തീർച്ചയായിട്ടും അവിടെ √3v ആയിരുന്നു വരേണ്ടത്. ഓപ്ഷനിൽ എല്ലാത്തിലും ഒരു v ഉള്ളതുകൊണ്ട് അത് മാറിപ്പോയതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് 11ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ഫ്രം ദി ഒറിജിൻ the constant acceleration that makes an angle 60 degree with the positive y axis. അപ്പോൾ നമുക്ക് പോസിറ്റീവ് y ആക്സിസും x ആക്സിസും എടുത്താൽ ആക്സലറേഷൻ മേക്സ് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് y ആക്സിസ്. നമുക്കൊരു ഒബ്ജക്റ്റ് റെസ്റ്റ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ആക്സലറേഷൻ്റെ ഡയറക്ഷൻ y ആക്സിസുമായിട്ട് 60 ഡിഗ്രിയിലാണ്. Displacement along the y-axis is 10 meter in time 2 seconds. Then the magnitude of y. Simple ആണ്. Displacement along the y direction വെറുതെ y എന്നെടുക്കാം, അത് 10 meter. Time of motion നമുക്ക് തന്നിട്ടുണ്ട് 2 seconds. അപ്പോൾ നോക്കിയാൽ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ് y ഡയറക്ഷനിൽ. അപ്പോൾ y ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ut + ½ a² u 0 ആയതുകൊണ്ട് ½ ay/t² വരും. അത്രേ ഉള്ളൂ. y നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 10 ആണ്. ay മക്കളെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ആക്സലറേഷൻ മേക്സ് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് y ആക്സിസ് ആണെങ്കിൽ y കോമ്പണന്റ് ഓഫ് ആക്സലറേഷൻ മാത്രം നമുക്കിവിടെ മതി. അത് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ay എന്ന് പറയുന്നത് a cos 60 ആണ്, ശരിയല്ലേ? a cos 60 ആണ്. a cos 60 a/2 ആണ്. അപ്പോൾ ayക്ക് പകരം a/2 1/2 അവിടെ ഉണ്ട്, വിട്ടുപോയക്കരുത്. t², 4 വരും. അപ്പോൾ അവിടെ നിന്ന് 4 ക്യാൻസൽ ആയി പോയിട്ട് a = 10 m/s² വരും. അപ്പോൾ അതും അത്ര ഡിഫിക്കൽട്ട് ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എഴുതിയൊന്നും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇക്വേഷൻ ഒക്കെ എഴുതിയാൽ പെട്ടെന്ന് മനസ്സിലാക്കാന്നുള്ളത്. t² 4 ആണ്, a/2 ആണ്. അപ്പോൾ 1/4 ക്യാൻസൽ ആയി പോയിട്ട് a = 10 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത 12ാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. അപ്പോൾ അത് സിമ്പിൾ ആണ്. സപ്പോസ് എ ഫോഴ്സ് ഈസ് ഗിവൺ ബൈ ദി എക്സ്പ്രഷൻ kx², where x has the dimensions of length, the dimensions of k is. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ F = kx². അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ = ഡയമെൻഷൻ ഓഫ് k × x² ഡയമെൻഷൻ. ആ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ അറിയത്തില്ലാത്ത ആരുമില്ല അല്ലേ? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്തുവായിരുന്നു? ml t⁻². കെയുടെ ഡയമെൻഷൻ നമുക്ക് അറിയത്തില്ല, x² ഡയമെൻഷൻ ലെങ്ത് ആയതുകൊണ്ട് l² അല്ലേ? അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് k എടുക്കുമ്പോൾ എത്ര വരും? m അതേപോലെ തന്നെ വരും, m⁻1. l² ഇങ്ങോട്ട് വരുമ്പോൾ l/l², l⁻⁻1 വരും, t⁻². m l⁻⁻1 t⁻² ആണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ m l⁻⁻1 t⁻², ശരിയല്ല? അപ്പോൾ ഓപ്ഷൻ ഇ വരും. അപ്പോൾ നമുക്ക് f kx അല്ലായിരുന്നു കേട്ടോ. f kx ആയിരുന്നെങ്കിൽ l പോയിട്ട് m t⁻² വന്നതിന്. അത് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഫോഴ്സിൻ്റെ ഒക്കെ ഇക്വേഷൻ പഠിച്ചു. അപ്പോൾ അത് വെച്ചിട്ടാണെന്ന് ചുമ്മാ കണ്ണ് പഠിച്ച അവിടെ m t² എന്നൊക്കെ എഴുതിയെന്ന് എനിക്കൊരു സംശയം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്ത മെത്തേഡ് മനസ്സിലായല്ലോ. അടുത്ത 13ാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. എ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈസ് എക്സേർട്ടഡ് ഓൺ എ 20 kg ബോക്സ് to slide up on an inclined plane with an angle of 30 degree. The frictional force retarding the motion is 80 Newton. The box moves with a constant speed. Then the magnitude of the force is. അപ്പോൾ നമുക്കൊരു ഇൻക്ലൈൻഡ് സർഫസ് അസ്യൂം ചെയ്താൽ ആ ഇൻക്ലൈൻഡ് സർഫസിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ അത് ഹൊറിസോണ്ടലായിട്ടായിരിക്കും 30 ഡിഗ്രിയാണ്. ഒരു മാസ് ആ ഇൻക്ലൈൻഡ് സർഫസിൽ കൂടെ മൂവ് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ഇറ്റ് സ്ലൈഡ്സ് അപ്പ് ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ മുകളിലേക്കാണ് പോകുന്നത്, അതിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ്. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്കറിയാം പ്രത്യേകത എന്താ? ഫോഴ്സ് 0 ആയിരിക്കണം. ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എടുക്കുമ്പം mgയുടെ ഒരു കോമ്പണൻറ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യും, സർഫസിന് പാരലൽ ആയിട്ട് ആക്ട് ചെയ്യും. അത് mg sin 30.
പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഫ്രിക്ഷൻ മോഷനെ ഓപ്പോസ് ചെയ്യുന്നുണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണ്? 80 ന്യൂട്ടൺ. അപ്വേർഡ് കോൺസ്റ്റന്റ് വെലോസിറ്റി ഫ്രിക്ഷൻ എങ്ങോട്ടാണ് മക്കളെ? അത് ഡൗൺവേർഡ് ആണ്. അപ്പോൾ 80 + mg sin 30 ഡൗൺവേർഡ് വരും. ഇനി ഇതിനെ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ കൊണ്ടുപോകാൻ നമ്മൾ എന്ത് ഫോഴ്സാണ് കൊടുത്തത്? ഹൊറിസോണ്ടൽ ഫോഴ്സാണ് കൊടുത്തത്. അപ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഞാൻ റൈറ്റ് സൈഡിലേക്ക് അങ്ങ് വരയ്ക്കുക. ലെഫ്റ്റ് സൈഡിലോട്ട് കൊടുത്താൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോകത്തില്ല. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു. ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. അതിൻ്റെ ഒരു കോമ്പണന്റ് സർഫസിന് പാരലൽ ആയിട്ട് വരുമല്ലോ. ആ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാ? F cos 30. ബാക്കി നമുക്കറിയാം ഇവിടെ F sin 30 ഇങ്ങോട്ടേക്ക് വരും, നോർമൽ റിയാക്ഷൻ വരും. നമുക്ക് തൽക്കാലം അതൊന്നും ആവശ്യമില്ല. ഇവിടെ F sin 30 വരും, പിന്നെ mg cos 30 വരും, പിന്നെ ഇവിടെ നോർമൽ ഫോഴ്സ് വരും. നമുക്ക് ആ എലോങ് ദി ഇൻക്ലൈൻഡ് സർഫസിൽ ഫോഴ്സ് 0 ആയാൽ പോരെ. എലോങ് ദി ഇൻക്ലൈൻഡ് സർഫസിൽ ഫോഴ്സ് എടുക്കുമ്പോൾ F cos 30 മുകളിലോട്ടുണ്ട്, 80 + mg sin 30 ഡൗൺവേർഡ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ബാലൻസ്ഡ് ആവണ്ടേ. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? F cos 30 = 80 + mg sin 30. മനസ്സിലായല്ലോ? എലോങ് ദി ഇൻക്ലൈൻഡ് സർഫസിൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. ഡൗൺവേർഡ് ഫോഴ്സ് 80 + mg sin 30, ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്വേർഡ് ഫോഴ്സ് F cos 30. F നമുക്കറിയില്ല, cos 30 നമുക്ക് √3/2 ആണ്. ദാറ്റ് ഈസ് 80 + m എത്രയാണെന്ന് നോക്കിയാൽ മക്കളെ? m 20 കിലോഗ്രാം ആണ്. ജിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 10 ആണ്. അപ്പോൾ 10 × sin 30 1/2 ആണ്. അപ്പോൾ നോക്കിയാൽ 20 200/2 100 വരും. റൈറ്റ് സൈഡിൽ ഒരു 180 വരും. അപ്പോൾ F = 180 × 2 / √3 വരും. അപ്പോൾ ഇതാണ് നമുക്ക് ആൻസർ വരുന്നത്, 180 × 2 / √3. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു ആൻസർ ഇല്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? √3 താഴെ നിന്ന് മുകളിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ 18 നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 9 × 2 എന്ന് എഴുതാം. അപ്പം 9 വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ √3 നമുക്ക് ക്യാൻസൽ ആക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ വരാൻ സാധ്യത നമുക്ക് ഓപ്ഷനിൽ നിന്ന് മനസ്സിലാക്കാം, 120 √3 ന്യൂട്ടൺ. അപ്പോൾ നമ്മൾ കാൽക്കുലേഷനിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേ നമുക്ക് വരാൻ സാധ്യതയുള്ളൂ. ഒരു √3 നമ്മുടെ ആൻസറിൽ വരും. കാരണം താഴെ ഒരു √3 ഉണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു √3 മുകളിൽ ഒരു ആൻസർ ഓപ്ഷൻ ഇ ആണ് വരിക. അപ്പോൾ അടുത്ത 14ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ? നമ്മൾ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ വായിക്കും, 5 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് നോട്ട് ട്രൂ ആണെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ്, ആംഗുലർ സെപ്പറേഷൻ ഓഫ് ദി ഫ്രിഞ്ച് റിമെയിൻസ് കോൺസ്റ്റന്റ് when the screen is moved away from the plane of the slits. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ യൂട്യൂബ് ലൈവിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് സെയിം ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ. അവിടെ ആംഗുലർ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം λ/a ആണ്. λ വേവ് ലെങ്ത്, സ്ലിറ്റ് സെപ്പറേഷൻ a അല്ലെങ്കിൽ d ആണെങ്കിൽ λ/d ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ അവിടെ ക്യാപിറ്റൽ D ഇല്ല. സ്ലിറ്റും സോഴ്സും തമ്മിലുള്ള സെപ്പറേഷൻ, സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള സെപ്പറേഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ശരിയാണ്. ആംഗുലർ സെപ്പറേഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ് when the screen is moved away from the plane of the slits. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മുടെ ആൻസർ അല്ല. അടുത്ത, ഫ്രിഞ്ച് സെപ്പറേഷൻ ഇൻക്രീസസ് when the separation between the two slits decreases. നമുക്കറിയാം ഫ്രിഞ്ച് വിഡ്ത്ത് β = λ/d/d എന്നുള്ള ഇക്വേഷൻ. സെപ്പറേഷൻ ബിറ്റ്വീൻ ദി 2 സ്ലിറ്റ്സ് ഡിക്രീസ് ചെയ്തു, അതായത് D ഡിക്രീസ് ചെയ്തു, അപ്പോൾ β ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഷാർപ്പ്നെസ് ഓഫ് ഫ്രിഞ്ച് പാറ്റേൺ ഡിക്രീസസ് when the source slit width increases. നമുക്കറിയാം അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം സ്ലിറ്റിൻ്റെ ഇത് സോഴ്സിൻ്റെ സ്ലിറ്റിൻ്റെ സൈസ് കൂടുമ്പോൾ ഇൻറ്റൻസിറ്റി കൂടും. ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ഷാർപ്പ്നെസ് ഓഫ് ദി ഫ്രിഞ്ച് പാറ്റേൺ ഡിക്രീസ് ചെയ്യുമ്പോൾ ശരിയാണ്. അടുത്ത, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫ്രിഞ്ചസ് ഡിക്രീസസ് when the separation between the slit and the screen increases. നോക്കിയേ, ക്യാപിറ്റൽ D ഇൻക്രീസ് ചെയ്യുമ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫ്രിഞ്ച് ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ β ഡിക്രീസ് ചെയ്യും. β ഡിക്രീസ് ചെയ്യോ? ഇല്ല. കാരണം ക്യാപിറ്റൽ D കൂടുന്ന സമയത്ത് βയുടെ വാല്യൂ കൂടുവാണ്. അപ്പോൾ ഓപ്ഷൻ D തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ വരിക. അടുത്ത, സെൻട്രൽ ഫ്രിഞ്ച് ഈസ് വൈറ്റ് when the monochromatic source is replaced by white light source. നമുക്കറിയാം വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ സെൻട്രൽ പൊസിഷനിൽ എല്ലാവർക്കും ഫേസ് റിഫറൻസ് 0 ആണ്. എല്ലാവരും കൺസ്ട്രക്റ്റീവ് ഇൻറഫറൻസിലാണ്. അപ്പോൾ അവിടെ വൈറ്റ് ആയിട്ട് അപ്പയർ. ഇപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ D ആണ് വരിക. അടുത്ത 15ാമത്തെ ചോദ്യം, n capacitors each with 1 microfarad capacitance are connected in parallel to store a charge of 1 coulomb. അപ്പോൾ അവിടെ നമുക്ക് n കപ്പാസിറ്റേഴ്സ് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തു? പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. നമ്മുടെ കയ്യിൽ കുറേ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അത് എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. അവരെ എല്ലാവരെയും കൂടെ നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. അതാണ് അറേഞ്ച്മെന്റ്. അവർക്ക് കൊടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കിയാൽ 100 വോൾട്ടാണ്. ഇതെല്ലാം കപ്പാസിറ്റേഴ്സ് ഐഡന്റിക്കൽ ആണ് കേട്ടോ. ഇവിടെ എത്ര കപ്പാസിറ്റർ ഉണ്ടെന്ന് അറിയത്തില്ല. അത് n എന്ന് അസ്യൂം ചെയ്തു. നമുക്കൊരു ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് ആണ്. എല്ലാവർക്കും ചാർജ് സെയിം ആണ്. എല്ലാവർക്കും കൂടെ കിട്ടുന്ന ടോട്ടൽ ചാർജ് ആയിരിക്കും 1 കൂളംബ്.
അപ്പോൾ നമുക്ക് ടോട്ടൽ ചാർജ് ക്യൂ കാണാൻ സി ഇക്വലന്റ് ഇൻറ്റു വി എടുത്താൽ മതി. ക്യൂ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, അത് 1 കൂളംബാണ്. സി ഇക്വലന്റ് എന്ന് പറയുന്നത് പാരലൽ കോമ്പിനേഷൻ ആണ്. N കപ്പാസിറ്റേഴ്സ് ഉണ്ട്, NC വരത്തില്ലേ. N ഇൻറ്റു ഒരു കപ്പാസിറ്റൻസിന്റെ വാല്യൂ 1 മൈക്രോ ഫാരഡ് ആണ്. അപ്പോൾ 10⁻⁻6 വരും. അപ്ലൈഡ് വോൾട്ടേജ് 100 ആണ്. അപ്പോൾ N ഈക്വൽ ടു എത്ര വരും, 10⁻4 വരും. നമ്മൾ യൂസ് ചെയ്യുന്നത് 10⁻4 കപ്പാസിറ്റേഴ്സ് ആണ്. ഇനി നോക്കിയേ, ഇഫ് ദീസ് N capacitors are now connected in series, the equivalent capacitance in the circuit. ഇനി ഇവരെല്ലായിടത്തും സീരീസിൽ കണക്ട് ചെയ്തു. നമുക്കറിയാം സീരീസ് കോമ്പിനേഷനിലെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് N, ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് ആകുമ്പോൾ C/N അല്ലേ. അപ്പോൾ C/N ആണ് കണ്ടുപിടിക്കേണ്ടത്. C എത്രയാണ്, 1 മൈക്രോ ഫാരഡ് ഓർ 10⁻⁻6 ഡിവൈഡഡ് ബൈ 10⁻4 വരും. ദാറ്റ് ഈസ് 10⁻⁻10 വരും. അപ്പോൾ 10⁻⁻10 ഫാരഡ് ആണ് നമ്മുടെ ആൻസർ വരിക. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തുമല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ ഓൾറെഡി യൂട്യൂബ് ലൈവിലും ഒക്കെ ഡിസ്കസ് ചെയ്ത സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നത്. ചില കാൽക്കുലേഷൻസ് ഉണ്ടെന്ന് ഒഴിച്ചാൽ ബാക്കി ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ കണ്ടില്ല അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന എക്സാം നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജെയ്സൺ സാറ് വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. സാറേ, ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ സാറിന് മനസ്സിലായി കാണും, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരു നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പക്ഷേ മിക്കവാറും എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് അത്ര ഒത്തിരി കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ കണ്ടില്ല. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഓർമ്മയായി നമുക്ക് ഇതുവരെ കാണാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. എനിക്കത് കഴിഞ്ഞ വർഷം കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് കൂടുതലായിരുന്നു തോന്നുന്നു. പക്ഷെ ഇത്തവണ കുറച്ചുകൂടെ സ്റ്റേറ്റ്മെന്റ് വൈസ് കാൽക്കുലേഷൻ ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നല്ല കുട്ടികൾക്ക് തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറാം അല്ലേ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ, ഹായ് ഡിയർ, എൻ്റെ പേര് ജെയ്സൺ എന്നാണ്. നമ്മൾ ഇതിൻ്റെ ബാക്കി ചെയ്യാൻ പോവുകയാണ്. സാർ 15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നോക്കിയേ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. എ ട്രെയിൻ കൺസിസ്റ്റ് ഓഫ് ആൻ എൻജിൻ ആൻഡ് 3 കോച്ചസ്. അപ്പോൾ മൊത്തത്തിൽ 4 പോർഷൻസ് ആണുള്ളത്. ഫസ്റ്റ് കോച്ച് ഈസ് ക്ലോസ് ടു ദ എൻജിൻ. തേർഡ് കോച്ച് ഈസ് ഫർദസ്റ്റ് ഫ്രം ദ എൻജിൻ. ദ ട്രെയിൻ ഈസ് മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ A. The mass of each coach is m. The force exerted by the first coach on the second will be. ഇവിടെ ഒരു എഞ്ചിനും, let us take ഒരു എഞ്ചിനും, look, നമുക്കുള്ളത് ഒരു എഞ്ചിനും, this is engine, 3 കോച്ചുമാണ്. This is the coach number 1, coach number 2, coach number 3. All together 4 portions are there. ഇത് ഫസ്റ്റ് കോച്ച്, സെക്കൻഡ് കോച്ച്, തേർഡ് കോച്ച് അല്ലേ. 3 കോച്ച് ഉണ്ടെന്നല്ലേ പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ 2 കോച്ചുകൾക്കിടയിലുള്ള ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് കണ്ടുപിടിച്ചത് നോക്കിയേ. ദ മാസ് ഓഫ് ഈച്ച്, ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഫസ്റ്റ് കോച്ച് ഓൺ ദ സെക്കൻഡ് കോച്ച്. ഫസ്റ്റ് കോച്ച് സെക്കൻഡ് കോച്ചിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് സെക്കൻഡ് കോച്ച് ഫസ്റ്റ് കോച്ചിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനും ഈക്വൽ ആയിരിക്കും അല്ലേ. ദാറ്റ് ഫോഴ്സിനെ ഞാൻ ടെൻഷൻ എന്ന് വിളിച്ചു. എന്നിട്ട് ഈ പോർഷനെ ഒരു സിസ്റ്റമായിട്ട് ഞാൻ എടുക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 2 കോച്ചിനെ ഒരു സിസ്റ്റമായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ന്യൂട്ടൻ്റെ ലോ അപ്ലൈ ചെയ്യാം. F ഈസ് ഈക്വൽ ടു ma എന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആൻസർ കിട്ടി. ഇവിടെ F എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ടെൻഷനാണ്. ടെൻഷൻ ഈസ് ഈക്വൽ ടു M എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാസ് M ആണ്, ഇതിൻ്റെ മാസ് M ആണ്. രണ്ടിൻ്റെയും ആക്സലറേഷൻ എത്രയാണ്, സെയിം ആണ്, A ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ F ഈസ് ഈക്വൽ ടു ma എന്ന് വെറുതെ എഴുതുകയല്ല ചെയ്യേണ്ടത്. F ഈസ് ഈക്വൽ ടു ടോട്ടൽ M എഴുതണം. ടോട്ടൽ M എത്രയാണ്, 2m ടൈംസ് ആക്സലറേഷൻ ഓഫ് ദ എൻജിൻ. ദെർഫോർ ആൻസർ എത്ര വരും, 2m എന്ന് കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ആൻസർ ആയിരുന്നു. ഇങ്ങനെ കണക്റ്റഡ് ബോഡീസ് നിങ്ങൾ കുറേ ചെയ്തിട്ടുണ്ടാവും. ചെയ്ത കുട്ടികൾക്ക് ഇത് ഈസി ആയിട്ട് ആൻസറിൽ എത്താൻ പറ്റും. വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിയേ, എ യൂണിഫോം തിൻ റോഡ് ഓഫ് മാസ് 3 kg ഹാസ് എ ലെങ്ത് 1 meter. ഓക്കെ, ഹിയർ ഈസ് എ യൂണിഫോം തിൻ റോഡ് ഓഫ് മാസ് 3 kg. അതിൻ്റെ ലെങ്ത് എത്രയാണ്, 1 meter ആണ്. അപ്പോൾ അത് യൂണിഫോം റോഡ് ആയതുകൊണ്ട് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ ജോമെട്രിക് സെൻറ്ററിലായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. ഇഫ് ദ പോയിന്റ് മാസ് 1 kg ഈസ് അറ്റാച്ച്ഡ് ഇറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് 40 centimeter ഫ്രം ദ സെൻറ്റർ. സെൻറ്ററിൽ നിന്ന് 40 centimeter മാറി ഒരു 1 kg അറ്റാച്ച് ചെയ്തേക്കാണ്. ഈ റോഡിൻ്റെ മാസ് 3 kg ആണെന്ന് നമ്മുടെ ഈ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും,
ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ചെയ്യും, ഈ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ചെയ്യും. ആദ്യമേ സിസ്റ്റം എന്ന് പറയുന്നത് റോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അതിൻ്റെ ജോമെട്രിക് സെൻറ്ററിലായിരുന്നു. പിന്നെ റോഡിലേക്ക് നമ്മളൊരു 1 kg മാസ് അറ്റാച്ച് ചെയ്തപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ആയിരിക്കും. ദിസ് ഈസ് ദ ന്യൂ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. ഹൗ ടു ഫൈൻഡ് ദാറ്റ്? ഇത് നിങ്ങൾ ഒറിജിനായിട്ട് എടുക്കുക. ഇത് നിങ്ങൾ ഒറിജിനായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഷിഫ്റ്റ് എത്രയാണെന്ന് കിട്ടും. സപ്പോസ് ഷിഫ്റ്റ് ഈസ് എക്സ് എങ്കിൽ XCM എന്ന് പറഞ്ഞാൽ X ഈസ് ഈക്വൽ ടു M1 X1. M1 എന്ന് പറഞ്ഞാൽ 3 kg, X1 എന്ന് പറഞ്ഞാൽ അത് ഒറിജിനലാണ് ഇരിക്കുന്നത്, M2 1 kg, X2 എന്ന് പറയുന്നത് എത്രയാണ്? അത് എവിടെയാണ് വെച്ചേക്കുന്നത്? 40 സെൻറ്റിമീറ്റർ അകലെയല്ലേ? നോക്കട്ടെ, ലെറ്റ് മീ സീ വാട്ട് വാസ് ദാറ്റ്. 40 സെൻറ്റിമീറ്റർ. 40 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ടോട്ടൽ മാസ്. ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 kg പ്ലസ് 1 kg 4 kg അല്ലേ? അങ്ങനെ നമുക്ക് ആൻസർ കിട്ടി. ഷിഫ്റ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. 10 സെൻറ്റിമീറ്റർ. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കിയാൽ ഹിയർ ഇറ്റ് ഈസ്. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ? അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. Wheel is rolling on a plane surface. A point on the rim of the wheel at the same level as the center of mass has speed 4 meter per second. Speed of the center of mass of the wheel is. ഇത് നിങ്ങൾ പ്യുവർ റോളിംഗ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. പ്യുവർ റോളിങ്ങിൽ നിങ്ങൾക്കറിയാം സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി v ആണെങ്കിൽ അതേ ലെവലിലുള്ള ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അതിന് 2 വെലോസിറ്റി കമ്പോണൻറ്റുകൾ ഉണ്ടായിരിക്കും. ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ അതേ വെലോസിറ്റി ഇതിന് ഫോർവേഡ് ഉണ്ടായിരിക്കും. അതുപോലെ ആർ ഒമേഗയും ഈ വിക്ക് തന്നെ ഈക്വൽ ആയിരിക്കും. v ഈക്വൽ ടു ആർ ഒമേഗ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ആക്ച്വലി ആർ ഒമേഗ. ഐ ആം റൈറ്റിംഗ് ഇറ്റ് ആസ് v. വൈ? ബിക്കോസ് v ഈക്വൽ ടു ആർ ഒമേഗ. അപ്പോൾ ഇതിൻ്റെ നെറ്റ് വെലോസിറ്റി എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നെറ്റ് വെലോസിറ്റി ഓഫ് ദിസ് പോയിന്റ് ഈസ് √2v ആണ്. ദാറ്റ് ഈസ് ഗിവൺ ആസ് 4. നമുക്ക് തന്നിട്ടുള്ള ഈ പോയിന്റിൻ്റെ വെലോസിറ്റി 4 എന്നാണ് തന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ √2 ടൈംസ് വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഈസ് ഗിവൺ ആസ് 4. ദെർഫോർ v ഈസ് ഈക്വൽ ടു 2√2 എന്ന് കിട്ടില്ലേ? 2√2. വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു 2√2. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ. ലെറ്റ് മീ സി. എത്രയാണോ നമ്മൾ ചെയ്തത്? ഓക്കെ, 18 ആണ് ചെയ്തത്. ഇനി 19ലേക്ക് പോവാം. അൺപോളറൈസ്ഡ് ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ ഗ്ലാസ് സ്ലാബ് സച്ച് ദാറ്റ് ദ റിഫ്ലക്റ്റഡ് റേ ഈസ് ടോട്ടലി പോളറൈസ്ഡ്. ഓക്കെ, ഇതൊരു ഗ്ലാസ് സ്ലാബ്. ഒരു ലൈറ്റ് റേ ഇവിടെ ഫാൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ റിഫ്ലക്റ്റഡ് കമ്പോണൻ്റ് ഉണ്ടല്ലോ, ഇത് ടോട്ടലി പോളറൈസ്ഡ് ആണെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ദിസ് മസ്റ്റ് ബി ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. പോളറൈസേഷൻ ആംഗിൾ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. IB എന്നൊക്കെ നമുക്ക് പറയാം. ഇതിനെ ഞാൻ പോളറൈസിങ് ആംഗിൾ എന്ന് വിളിക്കുന്നു. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ 90 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ആംഗിൾ കൂട്ടി നോക്കിയാൽ 90 കിട്ടണം. ഈ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 30 എന്ന് തന്നിട്ടുണ്ട്. ദിസ് ഈസ് ഗിവൺ ആസ് 30. ഇതൂടെ കൂട്ടിയാൽ ഈ 2 ആംഗിൾ കൂട്ടിയാൽ 30 കിട്ടണം. കാരണം ഇത് മൊത്തത്തിൽ 180 ആണെന്ന് നമുക്കറിയാമല്ലോ. മൊത്തത്തിൽ 180 ആണെങ്കിൽ ഈ 2 ആംഗിൾ കൂട്ടിയാൽ 30 കിട്ടണമെങ്കിൽ 30 അല്ല 60 കിട്ടണമെങ്കിൽ ഈ 2 എണ്ണം കൂട്ടിയാലും 60 കിട്ടണം. അപ്പം ആംഗിൾ ഓഫ് പോളറൈസേഷൻ എന്താണ്? θp എന്ന് പറയുന്നത് 90 - 30 ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ ആയി. എത്രയായി? 60 എന്ന് കിട്ടി. ഇനി നിങ്ങൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ഈസ് ടാൻ ഓഫ് പോളറൈസിങ് ആംഗിൾ എന്ന് പഠിച്ചിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂന്നോ എന്നോ എനിത്തിങ് ക്യാൻ ബി റിട്ടൺ. ഞാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നെന്ന് എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് പോളറൈസിങ് ആംഗിൾ, ടാൻ θp. അപ്പോൾ n ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് വാട്ട്? 60. ടാൻ ഓഫ് 60 എത്രയാണ് കുട്ടികളെ? √3 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ പ്ലാനറ്റ് ഹാസ് ആൻ എസ്കേപ്പ് സ്പീഡ് ഓഫ് 10 km/h. എസ്കേപ്പ് സ്പീഡ് തന്നിട്ടുണ്ട്, എസ്കേപ്പ് വെലോസിറ്റി തന്നിട്ടുണ്ട്. ദ റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ് ഈസ് 10,000 km. ദാറ്റ് ഓൾസോ ഗിവൺ. ദ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദ പ്ലാനറ്റ് അറ്റ് ഇറ്റ് സർഫസ്. ആ പ്ലാനറ്റിൻ്റെ സർഫസിലെ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് എസ്കേപ്പ് സ്പീഡിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. Escape speed from the surface of a planet is √2gm by r എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. √2gm by r. gmനെ gr² എന്ന് എഴുതാമെന്നറിയാമല്ലോ. gm can be written as gr². കാരണം g is equal to gm by r² ആയതുകൊണ്ട് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈക്വേഷനെ വേറെ രീതിയിലും എഴുതാം. എത്രയാ? √2gr എന്നും എഴുതാം. √2gr. ഇനി നോക്കിയേ, നിങ്ങൾക്ക് എസ്കേപ്പ് സ്പീഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10 km/s. അതിനെ m/s ആക്കൂ. റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ് തന്നിട്ടുണ്ട്. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത് 2 സൈഡിലും സ്ക്വയർ ചെയ്യുക. എസ്കേപ്പ് സ്പീഡിനെ സ്ക്വയർ ചെയ്തിട്ട് 2r കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എസ്കേപ്പ് സ്പീഡിനെ സ്ക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ 10 km/s കിലോമീറ്ററിനെ നിങ്ങൾ മീറ്റർ ആക്കിയാൽ മതി. 10 × 10⁻³ അതിനെ എന്ത് ചെയ്യണം? ദാറ്റ് ഷുഡ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ടൈംസ് വാട്ട്? 2 ടൈംസ് radius of the planet. That also is in kilometer.
വാട്ട് ഹാവ് യു ടു ഡു? നമ്മളത് 10,000 കിലോമീറ്റർ എന്നുള്ളത് മീറ്ററിലേക്ക് മാറ്റണം. 10 to the power what? 10 to the power 3. ഇത് ചെയ്യുമ്പം സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. വാട്ട് യു വിൽ ഗെറ്റ് 5 meter per second square എന്ന് കിട്ടും. Acceleration due to gravity is 5 meter per second square. We are going to the next question. Next question is missing. We found. Wait. Did we do any mistake? Root 3 value I forgot. This is what I made mistake. Root 3 value is 1.73. Okay, 1.73. Thank you. This is the answer. Thank you, sir, very much. We are going for another file. Look, because the remaining questions are there in the another file. Someone should help me. Please come. അല്ലേ? ഓക്കെ നമ്മൾ 21st ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നോക്കിയേ, ഇൻ എ സിനാർ റെഗുലേറ്റഡ് പവർ സപ്ലൈ സർക്യൂട്ട് are shown in the figure. Look here. Shown in the figure below. Sinar diode with Sinar voltage 10 volt. Sinar diode in across ulla voltage തന്നിട്ടുണ്ട്. എത്രയാ തന്നിട്ടുള്ളത്? ഇതിൻ്റെ across ഉള്ള voltage. Let me do that. Let me carry on. Here, ഇതിൻ്റെ across ഉള്ള voltage 10 ആണെന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിലുള്ളതാണ് കേട്ടോ, 10 volt. Circuit shown in here. A Sinar diode വിത്ത് തന്നിട്ടുണ്ട്, യൂസ്ഡ് ഫോർ റെഗുലേഷൻ. ഈ സിനാർ ഡയോഡ് ഇത് റെഗുലേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തു. ഇത് ലോഡ് കറണ്ട്, സിനാർ കറണ്ട് ആൻഡ് അൺറെഗുലേറ്റഡ് ഇൻപുട്ട് ആർ. അൺറെഗുലേറ്റഡ് ഇൻപുട്ട് ഇത് തന്നിട്ടുണ്ട്, ഈ വോൾട്ടേജ് തന്നിട്ടുണ്ട് 20 വോൾട്ട്. അപ്പം ഈ 20 വോൾട്ടിൽ 10 വോൾട്ട് സിനാർ ഡയോഡിൽ ഡ്രോപ്പ് ആവും. ബാക്കിയുള്ള വോൾട്ടേജ് ഉണ്ടല്ലോ കുട്ടികളെ, 10 വോൾട്ട്, അത് അക്രോസ് ദിസ് റെസിസ്റ്റർ വിൽ ഡ്രോപ്പ്. അപ്പോൾ ഇതിൻ്റെ അക്രോസ് ഉള്ള എന്തുണ്ട്, നമുക്ക് വോൾട്ടേജ് ഉണ്ട്. ഇനി ഇതിൻ്റെ അക്രോസ് കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. കറണ്ട് കണ്ടുപിടിക്കാൻ എന്താ മാർഗം? ദ ലോഡ് കറണ്ട് തന്നിട്ടുണ്ട്. ഇതിൽ കൂടെയുള്ള കറണ്ട് തന്നിട്ടുണ്ട്. ഹൗ മച്ച് ഈസ് ദാറ്റ്? 5 milliampere. 5 milliampere എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ വേറെ കറണ്ട് ഏതാ തന്നിട്ടുള്ളത്? സിനാർ കറണ്ട്. സിനാറിൽ കൂടെയുള്ള കറണ്ടും തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 35 milliampere. അപ്പം ഇതിലെ കറണ്ട് കിട്ടിയല്ലോ. ഈ 5ഉം 35 കൂടെ കൂട്ടുകയാണെങ്കിൽ 40 milliampere ആണ് ഏത്? ഈ റെസിസ്റ്ററിൽ കൂടെയുള്ള കറണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണേ. ഓംസ് ലോ അപ്ലൈ ചെയ്താൽ V is equal to IR അപ്ലൈ ചെയ്താൽ മതി. ലെറ്റ് us write വോൾട്ടേജ് അക്രോസ് ദാറ്റ് ഈസ് ഈക്വൽ ടു I times R. എനിക്ക് ആറാണ് വേണ്ടത്. R ഈസ് ഈക്വൽ ടു V/I ചെയ്യുക. V/I. V എത്രയാണ് കുട്ടികളെ? V ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് 10. I എത്രയാണ്? 40 milliampere. അപ്പോൾ 40 milliampere എന്ന് പറഞ്ഞാൽ 10⁻³ ഞാൻ മുകളിലോട്ട് എഴുതാം. 10⁻³ എന്ന് എഴുതി. ഓക്കെ, ഇത് വെട്ടിപ്പോയി. അപ്പം നമുക്ക് 1000 / 4 എന്ന് വരും. ദാറ്റ് ഈസ് 250 ohm എന്ന് കിട്ടും ആൻസർ. 250 ohm. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കിയേ. ഹിയർ ഇറ്റ് ഈസ്. ആൻസർ ഈസ് 250 ohm. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കണമെങ്കിൽ 22. An average frictional force 80 Newton. Get me some water. Average frictional force 80 Newton is required to stop an object at a distance 25 centimeter. അപ്പോൾ ഫോഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. ഇഫ് ദ ഇനീഷ്യൽ സ്പീഡ് തന്നിട്ടുണ്ട്, മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്. മാസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഫോഴ്സിനെ ആക്സലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. M is equal to F/A. അപ്പോൾ ഈ തന്നിട്ടുള്ള ഡേറ്റയിൽ നിന്ന് ആക്സലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. ആക്സലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ, ഫോഴ്സ് തന്നിട്ടുണ്ട്, മാസാണ് വേണ്ടത് അല്ലേ. ആക്സലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഫോഴ്സിനെ ആക്സലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മാസ് കിട്ടും. ഇത് നമുക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. V² - U² ഈസ് ഈക്വൽ ടു 2AS എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. നമുക്ക് V സ്റ്റോപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ V ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? 0 - U². U എത്രയാണ്? 20. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 ഈസ് ഈക്വൽ ടു 2A. A അറിയില്ല, ലേറ്റസ്റ്റ് റൈറ്റ് ആസ് A. S എത്രയാണ് കുട്ടികളെ? 25. അപ്പോൾ ഇത് 25 100ൽ 4 16 8 എന്ന് വന്നു. ആക്സലേഷൻ ഈസ് ഈക്വൽ ടു -8 എന്ന് വന്നു. -8. മൈനസിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, അത് റിട്ടാർഡേഷൻ ആണെന്ന് മാത്രമാണ് അത് പറയുന്നത്. ഇനി നമുക്ക് മാസിലേക്ക് പോവാം. കീപ് ഇറ്റ് ദേർ. താങ്ക് യു. ഇനി നമുക്ക് എന്തിലേക്ക് പോവാം?
മാസിലേക്ക് പോവാം. എങ്ങനെയാണ് മാസ് കണ്ടുപിടിക്കുക? ഫോഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. വി ഹാവ് ആക്സലേഷൻ ഓൾസോ. സോ മാസ് ക്യാൻ ഈസിലി ബി ഫൗണ്ട്. ഹൗ ക്യാൻ ഇറ്റ് ബി ഫൗണ്ട്? എഫ് ഡിവൈഡഡ് ബൈ എം ചെയ്താൽ മതി. എഫ് എത്രയാണ് കുട്ടികളെ? ഹൗ വാസ് എഫ്? എത്രയായിരുന്നു എഫ്? 80 ഡിവൈഡഡ് ബൈ 80 ഡിവൈഡ്, ഇത് ആക്സലേഷൻ ആണ്, ദിസ് ഈസ് ആക്സലേഷൻ. 80 ഡിവൈഡഡ് ബൈ 8 വിച്ച് ഈസ് ഈക്വൽ ടു 10. അപ്പോൾ മാസ് ഓഫ് ദ ബോഡി ഈസ് 10 kg. അടുത്തതിലേക്ക് പോവുക. അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. 23. An ideal gas is kept in a closed container. It's a closed system. Okay. Therefore, number of mole remains same. N doesn't change with time. If the temperature is doubled and the volume of the container is reduced to half. Temperature double ചെയ്തു, volume half ആക്കി. Pressure എന്ത് സംഭവിക്കും? Pressure can directly be written like this. Pressure is equal to nRT divided by V എന്ന് എഴുതാം. എന്താ വോളിയം? നിങ്ങൾ എന്ത് ടെമ്പറേച്ചർ എന്ത് ചെയ്തു? ടെമ്പറേച്ചർ ഈസ് ഡബിൾഡ്, 2T ആക്കി. വോളിയം എന്താക്കി? V/2 ആക്കി. Therefore ന്യൂ പ്രഷർ എത്രയായിരിക്കും? സിംപ്ലി യു ക്യാൻ റൈറ്റ് 2 goes up 4 times pressure. 4 times all increases by 4 times. The answer is pressure increases by 4 times. Let us go for the next one. Look, a metal wire of natural length 50 centimeter and cross section area 4 millimeter square is fixed at one end. A mass 2.4 kg is hung from the other end of the wire. If the elastic potential energy of the wire is 1.8 into 10 to the power minus 4 joule, then Young modulus is. Young modulus, elastic potential energy പല ഇക്വേഷൻ ഉണ്ട്. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. എത്രയാണ്? ഹാഫ് സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ എഴുതാം. ഹാഫ് സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ, ദാറ്റ് ഇസ് പെർ യൂണിറ്റ് വോളിയം. ബട്ട് ടോട്ടൽ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ എഴുതും? ഹാഫ് സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം. പക്ഷേ ഇവിടെ സ്ട്രെയിൻ നമുക്ക് കണ്ടുപിടിക്കാൻ ഇലോങ്കേഷൻ തന്നിട്ടില്ല. അപ്പോൾ സ്ട്രെയിനിനെ സ്ട്രെസ് ഡിവൈഡഡ് ബൈ യങ് മോഡുലസ് എന്ന് എഴുതുക. സ്ട്രെയിനിനെ എന്ത് എഴുതുക? സ്ട്രെസ് ഡിവൈഡ് ബൈ യങ് മോഡുലസ്. Therefore ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ക്യാൻ ബി റിട്ടൺ ആസ് ഹാഫ് സ്ട്രെസ് സ്ക്വയർ, സ്ട്രെസ്സിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ യങ് മോഡുലസ് ഇൻറ്റു വോളിയം. കുട്ടികളെ യങ് മോഡുലസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ യങ് മോഡുലസ് ഇങ്ങോട്ട് എടുക്കുക, യു അങ്ങോട്ട് എടുക്കുക. അപ്പോൾ യങ് മോഡുലസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഹാഫ് ഈസ് റിട്ടൺ ആസ് ഹാഫ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് ഫോഴ്സ് എത്രയാണെന്ന് നോക്കി. ദിസ് മച്ച് ഈസ് ഹാങ്ങിങ്. അപ്പോൾ 2.4 kg ഇൻറ്റു ജി 10 എടുക്കുകയാണെങ്കിൽ 24 ന്യൂട്ടൺ ഇൻറ്റു ഏരിയ അല്ല, ഡിവൈഡഡ് ബൈ ഏരിയ എത്രയാണ്? 4 millimeter square. 4 millimeter. മില്ലിമീറ്ററിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇൻറ്റു 10 to the power minus 6. അപ്പോൾ അതിൻ്റെ സ്ക്വയർ, സ്ട്രെസ്സിൻ്റെ സ്ക്വയർ. യങ് മോഡുലസ് ഞാൻ ഇങ്ങോട്ട് എടുത്തു. പിന്നെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ 4 into 10 to the power minus 6 ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ 50 centimeter ആണ്. 50 into 10 to the power minus 2 ഡിവൈഡഡ് ബൈ, ഡോണ്ട് ഫോർഗെറ്റ് ദിസ് യു നിങ്ങൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ആ യു എത്രയാണെന്ന് നോക്കി. യു എത്രയാണ്? ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി 1.8 into 10 to the power minus 4. 1.8 into 10 to the power how much? Minus 4. This calculation is not difficult, but I am not going to waste time on that. Once you do the calculation, you will end up with the answer 2 into 10 to the power 11 Newton per meter square. Let us do one more question. After that, the remaining question will be dealt by Chandralal sir, and he is waiting. Select incorrect statement about friction. ഫ്രിക്ഷനെ കുറിച്ചുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ഈക്വൽ ടു മ്യൂ എൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണ്. അതിൻ്റെ മാക്സിമം വാല്യൂ ആണ് മ്യൂ ടൈംസ് നോർമൽ റിയാക്ഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആണ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏതാ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഇൻകറക്റ്റ് ആണ്. റിമൈനിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. സി, ഫ്രിക്ഷൻ ഈസ് എ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, ദാറ്റ് യു നോ. Friction arises from electromagnetic. Friction interaction comes from electromagnetic force. ഇതെല്ലാം നിങ്ങളുടെ NCERT-യിലുള്ള കാര്യമാണ്. Friction always opposes relative motion. See, static friction opposes impending relative motion എന്നും അതുപോലെ kinetic friction opposes actual relative motion എന്നും നിങ്ങളുടെ NCERT ഡയറക്റ്റ് തന്നിട്ടുള്ളതാണ്. NCERT വായിച്ച കുട്ടികൾക്ക് ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. Maximum value of static friction is mu n. That is there. Therefore, the answer is this one. The remaining question will be dealt by Chandralal sir. Sir, please come.
Compared to last year, it was little tricky questions. Tricky, not calculation based. Okay. ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിക്കൊണ്ട് കുറെ ടിക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഈ വർഷം എല്ലാം ചെയ്ത് നോക്കേണ്ട ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഓക്കെ. പക്ഷെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് കേട്ടോ, എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഇതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇത് കുട്ടികൾ മിക്കവാറും 72 എനിക്ക് തോന്നുന്നു 70. എനിക്കത് 2 ക്വസ്റ്റ്യൻസിൽ എന്തോ ചെറിയ മിസ്റ്റേക്സ് സംഭവിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ അതൊഴികെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കാണും. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഇത് സാറിൻ്റെയാണ്. പോവാം. ഓക്കെ അല്ലേ? ക്ലിയർ? ഹലോ എവരി വൺ. ഇറ്റ്സ് ഐ തിങ്ക് ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി തന്നെ ഇപ്പോൾ 25 ക്വസ്റ്റ്യൻസ് വരെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. പരീക്ഷ പേപ്പർ വളരെ ഈസി ആയിരുന്നു എന്ന് പറയാനൊക്കില്ല, പക്ഷേ അത് ടഫായിരുന്നു പറയാനൊക്കില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ന്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടില്ല, വലുതായിട്ടൊന്നുമില്ല. സ്ഥിരം പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ മിക്കതും കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 1 മിനിറ്റിൽ ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നത് അല്പം ചലഞ്ചിങ് ആയിരിക്കും പല കുട്ടികൾക്കും. കാരണം അല്പം കാൽക്കുലേഷൻ സ്പീഡും പിന്നെ നമുക്ക് ഒരുപാട് ആലോചിച്ചൊന്നും ചെയ്യാനില്ല. അതാണ് അതിൻ്റെ ഒരുപാട് ആലോചിച്ച് ചെയ്യാനുള്ള ടൈമില്ല. നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ ആൻസർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ഇതായിരുന്നു. നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാവും മിക്കതും ഡയറക്റ്റ് ആയിരുന്നു, പക്ഷേ എന്നാലും കാൽക്കുലേഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് സമയം കളയാതെ 26th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫ്രം ദ റേ ഒപ്റ്റിക്സ് ആണ്. ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെ ഒരു പ്രത്യേക ഓർഡറിലാണ്, ഇങ്ങനെ ഒരു റാൻഡം ആയിട്ട് ചിതറിയിട്ടിരിക്കുന്ന പോലെയാണ് ചാപ്റ്റേഴ്സ് കയറി വരുന്നത്. കണ്ടോ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ സാറ് ഫ്രിക്ഷനിലാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ റേ ഒപ്റ്റിക്സിലാണ് പോകുന്നത്. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഫോർ എ പ്രിസം ഓഫ് അപെക്സ് ആംഗിൾ 60 ഡിഗ്രി ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √2 ഈസ്. ഇതൊരു വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ വളരെ കൂട്ടുന്ന കുട്ടികൾ ചെയ്തിട്ടുണ്ടാവും. റേ ഒപ്റ്റിക്സ് പഠിച്ച എല്ലാ കുട്ടികൾക്കും അറിയാം എന്താണ് മ്യൂവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. The refractive index is given by sin a plus d by 2 divided by sin a by 2. അല്ലേ? ഇതിൽ ആംഗിൾ ഓഫ് ദ പ്രിസം 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. മ്യൂ നമുക്ക് √2 തന്നിട്ടുണ്ട്. അപ്പം അൺനോൺ ആയിട്ടുള്ളത് ഡി മാത്രമാണ് കണ്ടുപിടിക്കാം. അപ്പോൾ sin a by 2 ആകുമ്പോൾ sin 60 by 2 ആണ് അല്ലേ? sin 60 by 2 sin 30 ആണ്. sin 30 ഹാഫ് ആണ്. അപ്പം മ്യൂ √2 ആണ്. അപ്പോൾ √2 ഇൻറ്റു നേരിട്ട് ഞാനിതിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/√2 ആവും. ഇറ്റ് ഈസ് sin a plus d by 2. ശരിയല്ലേ? അപ്പോൾ 1/√2. അപ്പോൾ a plus d by 2 എന്ന് പറയുന്നത് എത്ര വരും? 45 വരും അല്ലേ? യെസ്, മനസ്സിലായോ? യെസ്, a plus d by 2 45 വരും. അപ്പോൾ a plus d 90 വരും. d = 90 minus a, 90 minus 6 എത്ര വരും? 30 വരത്തല്ലേ? യെസ്, പെട്ടെന്ന് ചെയ്യാം അല്ലേ? വളരെ പെട്ടെന്ന് ചെയ്യാം. ഇത് ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നത്തിങ് ഇൻ ഇറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 27. ഇത് കണ്ടോ, തെർമോഡൈനാമിക്സിൽ നിന്നാണ്. റിഗാർഡിങ് എ അഡയബാറ്റിക് പ്രോസസ്. ആൻ ഐഡിയൽ ഡയറ്റോമിക് ഗ്യാസ്. ഡയറ്റോമിക് ഗ്യാസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഗാമ CP ഒക്കെ ഓർക്കുക. ഈസ് മെയ്ഡ് ഓഫ് മോളിക്യൂൾസ് ദാറ്റ് ഡു നോട്ട് വൈബ്രേറ്റ്. ഓക്കെ, ഇറ്റ്സ് വോളിയം ഈസ് കംപ്രസ്ഡ് by a factor 32 without any exchange of heat. That's a key word here. No exchange between system and surroundings. No exchange of heat between system and surroundings. And this very sentence shows that the process is adiabatic. Okay. If the initial and final pressures are P1 and P2 respectively, what is the ratio P1 is to P2? It's a very, very simple question because the process is adiabatic. What is expressed in question is pressure and volume. So PV raised to gamma equal to constant. P1 V1 raised to gamma equal to P2 V2 raised to gamma. So P1 by P2, that is the question here. P1 by P2, it's equal to V2 by V1 the whole raised to gamma. Okay, now V2 is V1 by 32. It's compressed by 32, 1 by 32. So V2 is 1 by 32 gamma. What is gamma? 7 by 5 because it's a diatomic gas. 32 means 2 raised to 5. So 5 and 5 cancel. So the answer is 1 by 2 raised to 7 and everyone knows it's 128. Okay, yes. But 27th answer option E ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. Okay. Now look at question number 28. A body is moving in a straight line under the influence of a constant power. Power is constant. Power is constant. If its displacement at t equal to 0 and 10 seconds are 0 and 10 meter respectively, the displacement at a time t equal to 20 seconds is. So here you have to obtain a relation connecting time and displacement. Okay, how? So I am using a different method. Actually power is given to be a constant. Power is constant. So power means I will write its
dimensions. ml square t raised to minus 3 constant. M is constant because it is mass. So L square proportional to t cube or L proportional to t raised to 3 by 2. So the distance is proportional to t raised to 3 by 2. Okay, yes. Now make a ratio. S1 by S2 equal to T1 by T2 the whole raised to 3 by 2. Make the substitutions. So very carefully you have to take at t equal to 0, position is 0. At t equal to 10, position is 10. So the displacement S1 is 10. S2 you need to calculate. T1. First time interval is from 0 to 10. Second time interval is from 0 to 20 raised to 3 by 2. So 1 by 2 raised to 3 by 2. 1 by 2 raised to 3 by 2 is 2 root 2. So S2 equal to 10 into 2 root 2. The final answer is 20 root 2 meter. It's a good question. പക്ഷേ ഇതും വളരെ പെട്ടെന്ന് ചെയ്യണം. ഒരുപാട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഇത്തരം ഈസി മെത്തേഡുകളിലൂടെ പെട്ടെന്ന് ചെയ്യാം. അല്ലാതെ നമ്മൾ ഇതിൻ്റെ ഹോൾ തിയറി ഒന്നും എഴുതി വരേണ്ട കാര്യമില്ല. ഓക്കെ, യെസ്. കണ്ടോ, അത് കൈനമാറ്റിക്സ് റിലേറ്റഡ് ആണ്. അടുത്ത ഏതാണെന്ന് നോക്കിയേ. കണ്ടോ, അടുത്തത് സർഫസ് ടെൻഷൻ റിലേറ്റഡ് ആയിട്ടാണ്, കാപ്പിലറി റൈസ് റിലേറ്റഡ് ആയിട്ടാണ്, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നാണ്. എ ഗ്ലാസ് കാപ്പിലറി ഓഫ് റേഡിയസ് 0.15 meter is dipped into a liquid of density and surface tension 1600 and 0.12 Newton per meter respectively. The liquid in the capillary rise by a height of 5 centimeter. The contact angle. It's a very direct question because as you know, what is the equation for capillary rise? H equal to 2t cos theta divided by r rho g. So cos theta equal to h r rho g divided by 2t. Every term is given. The capillary rise is 5 centimeter. So 5 into 10 raised to minus 2. The radius is 0.15 millimeter. So 0.15 into 10 raised to minus 3. Rho is density 1600. G is 10. 2 into surface tension is 0.12. So you have to make the calculations here. When you make the calculations, you will get this as half. Cos theta half means 60 degree. So the answer for question number 29 is the E option, 60 degrees the answer. It's a good question because only you needed to calculation. You only needed to do calculations, nothing else in it. Okay, sure. 29 is a direct question. Now looking 30. This is from, I think, the chapter work energy power. A gun fires n bullets per minute. The mass of each bullet is 10 gram and every bullet travels with a speed of 600 meter per second. If the power delivered by the gun is 9000 watts, what is the value of n? N is the number of bullets fired in 1 second. Actually, you know, when the bullets are randomly fired from a gun, what is the force exerted on the bullets? It's given by an equation, F equal to m into n into v. Where m is the mass of the bullet, n is the number of bullets fired in 1 second, and v is the velocity of firing. Then what is the average power delivered? It is half into f into v. So and it becomes half into, so it will become half into m and v is f into one more v becomes v square. From that you can calculate n. N equal to 2p by m v square. N equal to 2p by m v square. So now we can make the substitutions. Actually this is for 1 second. This is for 1 second. To make it 1 minute, multiply it with the 60 also. Because here it is n. Actually I put it as small n. There it is given as capital n, no problem. So ഇവിടെ നമുക്ക് n കണ്ടുപിടിക്കുമ്പോൾ ഇത് ഒരു സെക്കൻഡിലെ നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ഫയർഡ് ആണ്. ക്വസ്റ്റ്യൻ ഒരു മിനിറ്റിലെ നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ഫയർഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. 2 into p is 9000 into 60 by mass is 10 gram, make it into kilogram, and v square will be 600 square. Make the calculations, you will get this to be 300. So 300 bullets in 1 minute. Okay. അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അത് എല്ലാവർക്കും അങ്ങ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം ഈ റീകോയിലിംഗ് ഈ ഫോഴ്സിൻ്റെ ഈ ബുള്ളറ്റ്സ് ഫയർ ചെയ്യുന്ന സമയത്ത് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചും പവറിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉള്ളവർക്ക് ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അത് കുറച്ചുകൂടെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ പ്രിപ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വളരെ ഈസി ആയിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ക്വസ്റ്റ്യൻ നമ്പർ 30. Now 31. In an oil drop experiment, n number of electrons are stripped from an oil drop to make it positively charged. A vertical electric field of magnitude 4.9 into 10 raised to 14 is applied to balance the force due to gravity on the drop. If the mass of the drop is 80 microgram, that's very
You have to be very careful without that. 80 microgram means mass is 80 into micro means 10 raised to minus 6. To convert gram into kilogram, 10 raised to minus 3. So it is 80 into 10 raised to minus 9 kilogram. That's the mass there. The value of N. Actually, ഒരു ഡ്രോപ്പ് ചെയ്യുന്ന N ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് കിട്ടുന്നു? തീർച്ചയായിട്ടും അതിനടുത്തൊരു പോസിറ്റീവ് ചാർജ് വരുന്നു. എന്താണ് അതിനകത്ത് വരുന്ന പോസിറ്റീവ് ചാർജ്? Q ഈക്വൽ ടു NE ആണ്. ഇനി ഇതൊരു മില്ലിക്കൺ സോയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിലാണ്. അപ്പോൾ എന്താണ് ഈ വെയിറ്റ് ഓഫ് ദി ഡ്രോപ്പിന് MgA ഒരു ഇലക്ട്രിക് ഫോഴ്സ് QE വെച്ച് ബാലൻസ് ചെയ്യാണ്. Mg ഈക്വൽ ടു Q എത്രയാണ്? N ഇൻറ്റു സ്മോൾ ഇ ഇൻറ്റു ക്യാപിറ്റൽ ഇ ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ട ഈ N-ൻ്റെ വാല്യൂ ആണ്. അപ്പോൾ N ഈക്വൽ ടു mg/e ഇൻറ്റു ഇ എന്നാണ് വരുന്നത്. N ഈക്വൽ mg/e എന്ന് വരുന്നു. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണെന്നറിയോ? ഇതിലിപ്പോൾ നിങ്ങൾ M 80 മൈക്രോഗ്രാം ആയിട്ട് 80 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 9 കിലോഗ്രാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ശരിക്കും 10 റൈസ് ടു മൈനസ് 2 എന്നാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തില്ല. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് 10 റൈസ് ടു മൈനസ് 2 എന്ന് ഇവിടെ വരും. എൻ്റെ ഒരു തോന്നൽ ഇത് ചിലപ്പോൾ 80 മില്ലിഗ്രാം ആയിരുന്നിരിക്കാം. മില്ലിഗ്രാം ആണെങ്കിൽ 10 റൈസ് ടു 3 കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10 എന്നൊരു ആൻസർ കിട്ടും. പക്ഷേ ഒരു 10 റൈസ് ടു മൈനസ് 2 എന്നൊരു ആൻസർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ആൻസർ ഇല്ലാത്തൊരു ഓപ്ഷനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു കറക്ഷൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഇവിടെ 80 മൈക്രോഗ്രാം അല്ലെങ്കിൽ മൈക്രോ കിലോഗ്രാം എന്നായിരുന്നെങ്കിൽ അത് കറക്റ്റ് ആയിരുന്നില്ല. പക്ഷേ ഇവിടെ 10 റൈസ് ടു മൈനസ് 6 ഇട്ട് ചെയ്താൽ നമുക്കൊരു ആൻസർ കിട്ടും. പക്ഷേ 10 റൈസ് ടു മൈനസ് 9 ഇട്ടാൽ ചോയ്സ് കിട്ടുന്നില്ല. ഓക്കെ, യെസ്. 32. A radioactive nuclei has a half-life of 693 seconds. The activity of 1 mole of that nuclei in the sample. What is the activity? The radioactivity rate. dN/dt is equal to lambda into n. ഞാൻ ആ മൈനസ് ഇടുന്നില്ല. I am just giving the value. ലാംഡ എന്ന് പറയുന്നത് 0.693 ഡിവൈഡഡ് ബൈ ദ ഹാഫ് ലൈഫ് ആണ് ഇൻറ്റു ദ നമ്പർ ഓഫ് ന്യൂക്ലിയ ആണ്. ഇവിടെ ഹാഫ് ലൈഫ് 693 തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ന്യൂക്ലിയ 1 മോൾ ആയതുകൊണ്ട് അവഗാഡ്രോ നമ്പർ ആണ്. സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സി ഓപ്ഷൻ ഈസി ആയിട്ട് കിട്ടുന്നു. ആൻസേഴ്സ് എല്ലാം ബെക്കറലാണ്. ബെക്കറൽ എന്ന് വെച്ചാൽ SI യൂണിറ്റ് ആണ് റേഡിയോ ആക്ടിവിറ്റിയുടെ. 1 ബെക്കറൽ എന്ന് വെച്ചാൽ 1 DK/s ആണ്. അപ്പോൾ ആൻസർ നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന ഒരു വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 32nd ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. Now 33. A projectile is thrown at an angle 60 degrees above the horizontal with a kinetic energy 40 joule. The kinetic energy of the projectile at the highest point. എല്ലാവർക്കും അറിയാവുന്ന സ്ഥിരം നമ്മൾ ചെയ്ത് പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൊജക്ടൈലിൻ്റെ ഇനിഷ്യൽ കൈനറ്റിക് എനർജി E ആണെങ്കിൽ മാക്സിമം ഹൈല കൈനറ്റിക് എനർജി E cos square theta ആണ്. എല്ലാവർക്കും അറിയാം. ഇനിഷ്യൽ കൈനറ്റിക് എനർജി Eയും ആംഗുലർ പ്രൊജക്ഷൻ തീറ്റയും ആണെങ്കിൽ മാക്സിമം ഹൈല കൈനറ്റിക് എനർജി E cos square theta ആണ്. അപ്പോൾ 40 ഇൻറ്റു cos 60 ഹാഫ് അതിൻ്റെ സ്ക്വയർ 1/4 10 ആണ് ആൻസർ. അത് എല്ലാവർക്കും കിട്ടും. അത് പെട്ടെന്ന് ഒരു 10 സെക്കൻഡ് കൊണ്ട് മിക്ക കുട്ടികൾ ആൻസർ എഴുതി കാണും. കാരണം ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ശരിയല്ലേ? യെസ്. അപ്പോൾ നമുക്ക് 34th ക്വസ്റ്റ്യനിലേക്ക് പോകാം. A billiard ball B1 moving with velocity v collides with another billiard ball B2 at a rest. After the collision, ball B1 is deflected by 60 degrees and the angle between the velocities of the two balls is 90 degrees. The speed of the ball B2 after collision is. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ബില്യാർഡ് ബോൾ അത് മൂവിങ് വിത്ത് എ വെലോസിറ്റി V ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബോളിൻ്റെ മാസ് M, ദാറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി V. അപ്പോൾ ഇത് B1 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അടുത്ത ബില്യാർഡ് ബോൾ B2 അറ്റ് റെസ്റ്റ്. അപ്പോൾ നമുക്ക് 2 ബില്യാർഡ് ബോൾസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് സംശയിക്കേണ്ട ആവശ്യമില്ല. മാസ് തരാത്തത് കൊണ്ട് 2 പേരുടെ മാസ് നമുക്ക് ഈക്വൽ ആയിട്ട് എടുക്കാം. അപ്പോൾ അടുത്ത ബില്യാർഡ് ബോളിൻ്റെ മാസ് M തന്നെയാണ്. അപ്പോൾ അത് B2, പക്ഷേ അതിൻ്റെ വെലോസിറ്റി ഇനിഷ്യലി 0 ആണ്. അപ്പോൾ അത് നമുക്ക് U2 എന്നങ്ങ് എടുക്കാം. ഇനിഷ്യൽ വെലോസിറ്റി U2 0. ആഫ്റ്റർ കൊളീഷൻ പ്രത്യേകത ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത് നോക്കുക. ദ സ്പീഡ് ഓഫ് ദി ബോൾ B1 ഇസ് ഡിഫ്ലക്റ്റഡ് ബൈ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ നിന്ന് കൊളീഷന് ശേഷം B1ൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ 60 ഡിഗ്രിയിലാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് B1 ആഫ്റ്റർ കൊളീഷൻ V1 എന്ന് വിചാരിച്ചു. ദാറ്റ് ഈസ് അറ്റ് 60 ഡിഗ്രി വിത്ത് ഇനിഷ്യൽ ഡയറക്ഷൻ. And the angle between the velocities of the two balls is 90 degrees, which shows that the velocity of the second mass after collision is at an angle 30 degrees with the initial velocity of first mass. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി നമുക്ക് V2 എന്ന് എടുക്കാം. ഇതാണ് സിറ്റുവേഷൻ. V1 V2 പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ അടുത്ത ബോളിൻ്റെ വെലോസിറ്റി 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? കൊളീഷൻ്റെ പ്രത്യേകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് കൊളീഷൻ എടുത്താലും ആഫ്റ്റർ കൊളീഷൻ ആൻഡ് ജസ്റ്റ് ബിഫോർ കൊളീഷൻ മൊമെൻറ്റം കൺസിഡറേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ മൊമെൻറ്റം ഒന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് V1 എന്ന് പറഞ്ഞ വെലോസിറ്റിയെ നമ്മളൊന്ന് റിസോൾവ് ചെയ്തു. ദാറ്റ് ഈസ് അലോങ് ദി ഇനിഷ്യൽ ഡയറക്ഷൻ ആൻഡ് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ.
നമുക്കറിയാം ഇത് തീർച്ചയായിട്ടും V1 cos 60 വരും, ഇത് V1 sin 60 വരും. അതിൽ അടുത്ത ബോളിൻ്റെ വെലോസിറ്റി V2നെ നമ്മൾ റിസോൾവ് ചെയ്താൽ ഒരു കോമ്പണൻറ്റ് റൈറ്റ് സൈഡിലേക്ക് തന്നെ വരും. അടുത്തത് എങ്ങോട്ടാണ് വരുന്നത്? നേരെ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് വരുന്നത്. ഇത് V2 cos 30 ആണ്, ഇത് V2 sin 30 ആണ്. നമ്മൾ സൈൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് V1 sin 60 പോസിറ്റീവ് ആണെങ്കിൽ V2 sin 30 നെഗറ്റീവ് ആണ്. അപ്പോൾ ഇനി നോക്കിയാൽ ഇനിഷ്യൽ മൊമെൻറ്റം ഓഫ് ദി സിസ്റ്റം എടുക്കുമ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ, ഇത് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്ന് എടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ആഫ്റ്റർ കൊളീഷൻ ഓൾസോ ഹൊറിസോണ്ടൽ മൊമെൻറ്റം മാത്രമേ വരാവുള്ളൂ, വെർട്ടിക്കൽ മൊമെൻറ്റം 0 അല്ലേ. അപ്പോൾ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഈ രണ്ട് പേരുടെയും കൂടെ മൊമെൻറ്റങ്ങൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വരണം. അപ്പോൾ ഇതിൻ്റെ വെർട്ടിക്കൽ മൊമെൻറ്റം നമുക്കറിയാം m × V1 × sin 60 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു m × V2 × sin 30. മാഗ്നിറ്റ്യൂഡ് ഇക്വേറ്റ് ചെയ്യാം, കാരണം രണ്ടുകൂടെ ക്യാൻസൽ ആയി പോകണം. അപ്പോൾ മാസ് കോമൺ ആയതുകൊണ്ട് നമ്മൾ എഴുതണമെന്നില്ല, ക്യാൻസൽ ആയി പോകും കേട്ടോ. അപ്പോൾ V1 × sin 60 നമുക്കറിയാം √3/2 ആണ്, sin 30 1/2 ആണ്. സോ V1 √3 = V2 എന്ന് വരും. അപ്പോൾ നമുക്ക് V1ഉം V2ഉം തമ്മിലുള്ള ഒരു റിലേഷൻ കിട്ടി. ഇനി അടുത്തത് നമുക്കറിയാം V1ഉം V2 ഇതിൽ നിന്ന് കിട്ടത്തില്ല, അടുത്ത ഇക്വേഷൻ അതെങ്ങനെയാണ്? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൊമെൻറ്റം കൺസിഡർഡ് ആയിരിക്കണ്ടേ. ഇപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൊമെൻറ്റം എടുക്കുമ്പം ഇനിഷ്യൽ ഹൊറിസോണ്ടൽ മൊമെൻറ്റം ഫസ്റ്റ് മാസിൻ്റെ മൊമെൻറ്റം m × V, രണ്ടാമത്തെ റെസ്റ്റിലാണ് മൊമെൻറ്റം 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഹൊറിസോണ്ടൽ മൊമെൻറ്റം രണ്ടും ഒരേ ഡയറക്ഷനിലാണ്, രണ്ടുകൂടെ ആഡ് ചെയ്യണം. അപ്പോൾ m × ഫസ്റ്റിൻ്റെ V1 cos 60 ആണ്, cos 60 നമുക്കറിയാം 1/2 ആണ്. അടുത്തത് മാസ് m സെയിം തന്നെയാണ്, ഇൻറ്റു V2 cos 30 √3/2 ആണ്. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നാന്ന് നോക്കിയാൽ സ്പീഡ് ഓഫ് ദി ബോൾ B2 ആഫ്റ്റർ കൊളീഷൻ നമുക്ക് V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ V1ന് അവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. m കോമൺ ആയതുകൊണ്ട് ക്യാൻസൽ ആയി പോയി. സോ V = V1ന് പകരം നമുക്ക് V2/√3 കൊടുക്കാം. അപ്പോൾ V2/2 √3 പ്ലസ് V2 √3/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു LCA നമുക്ക് 2 √3 എടുക്കാം. ഇവിടെ V2 വരും, ഇവിടെ √3 × 3 3V2 വരും, അപ്പോൾ 4V2 വരും, ശരിയല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് 2V2 / √3 വരും. സോ V2 = √3 V/2 വരും. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. V2 = √3 V/2. അപ്പോൾ നമുക്ക് ആൻസർ ഏതാ? ആൻസർ ഓപ്ഷൻ E ആണ് വരുന്നത്, √3 V/2. അപ്പോൾ നോക്കിയാൽ നമുക്കിത് പ്രീവിയസ് ഒരു ക്വസ്റ്റനിലൊക്കെ പലതവണ നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റനാണ്. കൊളീഷനിലെ കൺസർവേഷനോ മൊമെൻറ്റത്തിൻ്റെ പ്രിൻസിപ്പിൾ എടുക്കണം. ഇവിടെ ഒരു ഒബ്ലിക് കൊളീഷൻ ആയതുകൊണ്ട് നമുക്ക് കൺസർവേഷനോ മൊമെൻറ്റത്തിൻ്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഇതേപോലെ ആൻസർ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത 35ാമത്തെ ക്വസ്റ്റനിലേക്ക് പോകാം. 2 satellites A and B are moving around the earth in a circular orbit of radius r and 2r respectively. If the kinetic energy of satellite A is 2 times the kinetic energy of B, then ratio of their masses is. നമ്മൾ രണ്ട് സാറ്റലൈറ്റുകളുടെ കൈനറ്റിക് എനർജിയുടെ റിലേഷൻ ഉണ്ട്. കൈനറ്റിക് എനർജി ഓഫ് A is 2 times കൈനറ്റിക് എനർജി ഓഫ് സാറ്റലൈറ്റ് B, അതാണ് കണ്ടീഷൻ. സാറ്റലൈറ്റ് മോഷൻ്റെ റേഡിയസിൻ്റെ ടേംസിൽ കൈനറ്റിക് എനർജി അറിയാമെങ്കിൽ നമുക്ക് വളരെ എളുപ്പമുണ്ട്. കൈനറ്റിക് എനർജി ഇൻ സാറ്റലൈറ്റ് മോഷൻ്റെ ഇക്വേഷൻ G∗M × മാസ് ഓഫ് ദി സാറ്റലൈറ്റ് ഡിവൈഡഡ് ബൈ 2 times റേഡിയസ് ആണ് നമ്മുടെ ഇക്വേഷൻ. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ Gmm/2r ആണ്. എയുടെ റേഡിയസ് എത്രയാണെന്ന് നോക്കിയാൽ 6 ആണ്, അപ്പോൾ Gmm/2r വരും. ദാറ്റ് ഈസ് 2 × G∗M × മാസ് ഓഫ് ബി MB എന്ന് എടുക്കാം, ഡിവൈഡഡ് ബൈ 2 × റേഡിയസ് നമുക്ക് 2r ആണ്, അപ്പോൾ അവിടെ 2 × റേഡിയസ് 2r വരും. അപ്പോൾ നോക്കിയാൽ നമുക്ക് G∗M എന്ന് പറയുന്നത് കോമൺ ആണ്, കാരണം എന്തുവാ m അവിടെ മാസ് ഓഫ് ദി പ്ലാനറ്റ് ആണ്, അത് ക്യാൻസലായി പോയി. ഇവിടെ ഒരു 2 കോമൺ ആയതുകൊണ്ട് ക്യാൻസലായി പോയി, 6 കോമൺ ആയതുകൊണ്ട് ക്യാൻസലായി പോയി. ഇവിടെ നോക്കിയാൽ 2/2 ക്യാൻസലായി പോയി. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ MA, റൈറ്റ് സൈഡിൽ MB മാത്രം അവശേഷിക്കും. സോ MA = MB ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ C ആണ് വരിക. അപ്പോൾ Gmm/2r ആണ് നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമ്മൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതി കൈനറ്റിക് എനർജിയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് റേഡിയസ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അടുത്ത 36ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ആൻ ഒബ്ജക്റ്റ് at a rest suddenly explodes into 3 parts of equal masses. 2 of them move away at right angles to each other with equal speeds of 10 meters per second. The speed of the third part just after the explosion will be. നമുക്കറിയാം ഇവിടെ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എല്ലാവർക്കും അറിയാം. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ ഇരുന്നിട്ട് സഡൻലി എക്സ്പ്ലോഷൻ നടക്കുന്നു. അപ്പോൾ അവിടെ ഇന്റേണൽ ഫോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് എക്സ്പ്ലോഷൻ നടക്കുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് ലീനിയർ മൊമെൻറ്റം കൺസർവേഷൻ്റെ പ്രിൻസിപ്പിൾ യൂസ് ചെയ്താൽ മതി. നമുക്കറിയാവുന്ന നമുക്ക് ആദ്യത്തെ മാസ് എടുക്കാം. അപ്പോൾ അത് 3 ഈക്വൽ പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തത് കൊണ്ട്
ഇക്വേഷൻ എഴുതാൻ എളുപ്പത്തിന് ഇനിഷ്യൽ മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് നമ്മൾ 3m എന്നങ്ങ് എടുത്തു. അത് റെസ്റ്റിലാണ് ഇനിഷ്യൽ വെലോസിറ്റി 0. ഇത് എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്ത 3 ആയിട്ട്. അപ്പോൾ അതിൽ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് എന്തുവാ, 2 പാർട്ടുകൾ റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് വിത്ത് ഈക്വൽ സ്പീഡ് പോയി. അപ്പോൾ നമ്മൾ 2 മാസുകളുടെ റെപ്രസെൻറ്റേഷൻ ആഫ്റ്റർ കൊളീഷൻ ആണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ m എന്ന് പറഞ്ഞൊരു മാസ് v വെലോസിറ്റിയിൽ പോകുന്നു, അടുത്ത m എന്ന് പറഞ്ഞ മാസ് v വെലോസിറ്റിയിൽ പോകുന്നു. രണ്ടുപേരുടെ സ്പീഡ് സെയിം ആണ്, പക്ഷേ ദേ ആർ പെർപെൻഡിക്കുലർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ മാസ് തീർച്ചയായിട്ടും ഇങ്ങനൊരു ഡയറക്ഷനിലാണ് പോകാൻ സാധ്യത. മൂന്നാമത്തെ മാസും m തന്നെയാണ്, അതിൻ്റെ വെലോസിറ്റി v ഡാഷ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്തൊക്കെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇനിഷ്യൽ മൊമെൻറ്റം 0 ആണല്ലോ, കാരണം ഒബ്ജക്റ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അപ്പോൾ ഫൈനൽ മൊമെൻറ്റവും 0 ആയിരിക്കണം. അപ്പോൾ വെക്ടർ P1 പ്ലസ് വെക്ടർ P2 പ്ലസ് വെക്ടർ P3 ഷുഡ് ബി 0. ഇപ്പോൾ ഇവിടെ 3 മാസുകളുടെയും കൂടെ മൊമെൻറ്റങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഇനിഷ്യൽ മൊമെൻറ്റത്തിന് ഈക്വൽ ആയിരിക്കണം, 0 ആയിരിക്കണം. അപ്പോൾ നോക്കിയാൽ മൊമെൻറ്റം ഓഫ് തേർഡ് മാസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് വെക്ടർ P1 പ്ലസ് P2. അപ്പോൾ അതാണ് ഇക്വേഷൻ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് P3 ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് P1 പ്ലസ് P2. നമ്മൾ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ എന്ത് കൊടുക്കണ്ട, നമ്മൾ സൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. മാഗ്നിറ്റ്യൂഡ് ഓഫ് P3 ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് P1 പ്ലസ് P2. P3യുടെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം m ഇൻറ്റു വി ഡാഷ്, മാസ് m ഇൻറ്റു വെലോസിറ്റി വി ഡാഷ്. നോക്കിയാൽ P1 ഉം P2 ഉം പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ P1 ഉം P2 ഉം ഈക്വൽ ആണ്. അത് എത്രയാണ് വരുന്നത്, മാസ് ഇൻറ്റു വെലോസിറ്റി m ഇൻറ്റു വി ആണ് വരുന്നത്. അപ്പോൾ P1 പ്ലസ് P2ൻ്റെ മാഗ്നിറ്റ്യൂഡ് സിമ്പിളി √2mv അല്ലേ വരുന്നത്. കാരണം മൊമെൻറ്റങ്ങൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ റിസൾട്ടൻ്റ് മൊമെൻറ്റം √of P1 സ്ക്വയർ പ്ലസ് P2 സ്ക്വയർ, P1 ഈസ് ഈക്വൽ ടു P2 ആണ്, അത് √2p വരും. അപ്പോൾ √2mv വരും. അപ്പം m ക്യാൻസൽ ആയി പോയിട്ട് v ഡാഷ് ഈസ് ഈക്വൽ ടു v √2 വരും. നമ്മുടെ v എത്രയാണെന്ന് നോക്കിയാൽ 10 അല്ലേ. അപ്പോൾ 10√2 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ റെഗുലറായിട്ട് കോമൺ ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങളെല്ലാവരും ശരിയാക്കി എന്ന് വിചാരിക്കും. നമ്മൾ ആദ്യ പാർട്ടിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കഴിയുമ്പോൾ നമുക്കൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണമാണ് കൂടുതൽ, തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. പക്ഷെ എന്നാലും കൺഫ്യൂഷൻ ഒന്നുമില്ല, മിക്കവാറും എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളെല്ലാവരും എക്സാം ഒക്കെ നന്നായിട്ട് എഴുതി നല്ല റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഹലോ എവരിവൺ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കോഡ് A1 ആണ്. അപ്പോൾ ഞാനിവിടെ 37 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് പാരലായിട്ട് 1 മുതലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത വീഡിയോയിൽ അടുത്ത ലൈവിൽ ഇതിന് പാരലായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 37ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 37. Two identical solid spheres, each of radius 10 centimeter, are kept in contact if the moment of inertia of the system about tangent passing through the point of contact is 0.14, then mass of each sphere. അപ്പോൾ കുറച്ചൊന്ന് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. So these are two spheres which are placed, two solid spheres എന്ന് പറയുന്നുണ്ട് അല്ലേ. Yes, two identical solid spheres, they are placed like this. അപ്പോൾ അവരുടെ ഒരു കോമൺ പരസ്പരം ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കോമൺ ടാൻജന്റ് നോക്കിയാൽ ആ കോമൺ ടാൻജന്റ് വെച്ചിട്ട് ഒരു സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? ഇറ്റ് ഈസ് 2/5 mr² പ്ലസ് mr². ഇപ്പം എത്ര വരിക? 7/5 mr² എന്ന് വരും. അത് ഒരു സ്ഫിയറിന്റെ ആണ് ഇൻറ്റു 2. അതാണ് ടോട്ടൽ സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദിസ് ആക്സിസ്. ഇറ്റ് ഇസ് ഗിവൺ ആസ് 0.14. അപ്പോൾ ഇറ്റ് ഇസ് 2 ഇൻറ്റു 2/5 mr² പ്ലസ് mr², 7/5 mr² ആണ്. സോ 7/5 mr² ഇസ് ഈക്വൽ ടു 0.14 അല്ലേ. അപ്പോൾ നമുക്ക് 14/5 ഇൻറ്റു m ആണ് നമുക്ക് വേണ്ടത്. റേഡിയസ് എത്രയാണ്? 10 സെന്റിമീറ്റർ ഓർ 10⁻⁻1 മീറ്റർ. സ്ക്വയർ ചെയ്താൽ 10⁻⁻2 മീറ്റർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0.14. അപ്പോൾ 14 ഇൻറ്റു 10⁻⁻2 0.14 1 ആണ്, ക്യാൻസൽ ആയി പോകും. ദെൻ വി വിൽ ഗെറ്റ് m ഇസ് ഈക്വൽ ടു 5 എന്നാണ് നമുക്ക് കിട്ടുക അല്ലേ. മാസ് ഇസ് ഈക്വൽ ടു 5 കിലോഗ്രാം. ഓപ്ഷൻ എ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 37. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 38 ആണ്. A NOR gate has two inputs I1 and I2 and one output terminal. Which of the following configuration is true? അപ്പോൾ NOR ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് ആലോചിച്ച് നോക്കുക. 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്, 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്, 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്, 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്. അപ്പോൾ ഇതുമായിട്ട് മാച്ച് ചെയ്യാത്തത് ഏതാണെന്ന് നോക്കുക. സോ 0 ഔട്ട്പുട്ട് 1 മാച്ച് ചെയ്യുന്നുണ്ട്, 0 ഔട്ട്പുട്ട് 0 അല്ലേ. അപ്പോൾ ഇതാണ് മാച്ച് ചെയ്യാത്തത്. സോ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം മാച്ച് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. 1 1 0 ശരിയാണ്. അടുത്തത് 1 0 0 ശരിയാണ്. 0 1 0 ശരിയാണ്. അപ്പോൾ മാച്ച് ചെയ്യാത്തത് ഏത് മാത്രമാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി, ക്വസ്റ്റ്യൻ നമ്പർ 38. ലെറ്റ്സ് മൂവ് ഓൺ ടു 39.
the kinetic energy of a particle m1 moving with a speed v is same as the kinetic energy of a solid sphere of mass m2 rolling on the plane surface. അങ്ങനെയാണെങ്കിൽ we have to find the ratio of their speed same ആണ്, then we have to find the ratio of their masses. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു പാർട്ടിക്കിൾ മൂവിങ് വിത്ത് എ സ്പീഡ് v, സോ ഹാഫ് m1 into v സ്ക്വയർ ആണ് ഇതിന്റെ കൈനറ്റിക് എനർജി. ഇറ്റ് ഹാസ് സെയിം കൈനറ്റിക് എനർജി ആസ് ദാറ്റ് ഓഫ് ദി സ്ഫിയർ ഓഫ് മാസ് m2 റോളിംഗ്. അപ്പോൾ റോള് ചെയ്യുന്ന ഒരു ബോഡിയുടെ കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് m2 v സ്ക്വയർ into 1 plus k square by r square. ഇത് സോളിഡ് സ്ഫിയർ ആണ്, സോ k square by r square is 2/5. സോ ഹാഫും v സ്ക്വയർ ഒക്കെ ക്യാൻസൽ ആകും. സോ m1 is equal to m2 into 1 plus 2/5, it is 7/5. Or we can say m1 by m2 is equal to 7/5 എന്നാണ് കിട്ടുക. 7/5, it is option D. That is question number 39. ഓക്കെ, അടുത്ത 40ാമത്തെ ക്വസ്റ്റനിലേക്ക്. അപ്പോൾ ഇതിനും ഈ രണ്ട് ക്വസ്റ്റൻസും കുറച്ച് ചെയ്യാനുള്ള ക്വസ്റ്റൻസ് ആയിരുന്നു. എന്നാൽ 40th ക്വസ്റ്റൻ, 40ാമത്തെ ക്വസ്റ്റൻ, ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് ബൈ മീൻസ് ഓഫ് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, തിയറി ക്വസ്റ്റൻ ആണ്, നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അല്ലേ. ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് വേവ്സ് ആണ്? സ്പേസ് വേവ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ചാപ്റ്ററിലെ ഒരു ഡയറക്റ്റ് തിയറി ക്വസ്റ്റൻ ആണ്. അടുത്തത് 41. A ring of radius 1.75 meter. A ring of radius 1.75 meter stands vertically. A small sphere of mass 1 kilogram rolls on the inside of this ring without slipping. If it has a velocity of 10 meter per second at the bottom of the ring, then velocity when it reaches the top. കുറച്ച് ചെയ്യാനുള്ള ക്വസ്റ്റൻ ആണ്, അത്യാവശ്യം നന്നായിട്ട് ആലോചിച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഒരു സ്ഫിയർ റോള് ചെയ്യാണ്, ഓക്കെ, സ്ലൈഡ് ചെയ്യല്ല, റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്നാണ് പറയുന്നത് സ്ഫിയർ അല്ലേ. അപ്പോൾ അത് ഇവിടെ നിന്ന് റോൾ ചെയ്ത് അവസാനം ഇവിടെ എത്തുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി അപ്ലൈ ചെയ്താൽ ഇവിടുത്തെ കൈനറ്റിക് എനർജി എത്രയാണ്? ഇറ്റ് ഇസ് ഹാഫ് m v1 സ്ക്വയർ into 1 plus k square by r square. സോളിഡ് സ്ഫിയർ ആണ് അല്ലേ. സ്മോൾ സ്ഫിയർ എന്ന് പറയുമ്പോൾ സോളിഡ് സ്ഫിയർ ആയിട്ട് എടുക്കാം. സോ 1 plus 2/5, that is 7/5 is equal to, ഇവിടെ എത്തുമ്പോൾ അവിടുത്തെ കൈനറ്റിക് എനർജി ഹാഫ് m v2 സ്ക്വയർ into 1 plus k square by r square 7/5 പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? mg into 2r. ഈ ഹൈറ്റ് ഇറ്റ് ഇസ് 2r, സോ പൊട്ടൻഷ്യൽ എനർജി ഇസ് mg into 2r. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എം ഒക്കെ ക്യാൻസൽ ചെയ്യാം. എം ക്യാൻസൽ ചെയ്താൽ v1 സ്ക്വയർ into 7/10 is equal to v2 സ്ക്വയർ into 7/10 is equal to plus 2gr. അപ്പോൾ നമുക്ക് v2 സ്ക്വയർ ആണ് വേണ്ട അല്ലേ. സോ v2 സ്ക്വയർ is equal to v1 സ്ക്വയർ മൈനസ് 2gr into 10/7 എന്ന് വരും അല്ലേ. v1 10 ആണ് അല്ലേ. v1 സ്ക്വയർ 100 മൈനസ് 2 into 10 into r എത്രയാണ്? 1.75 അല്ലേ. യെസ്, 1.75 into 10 divided by 7. ശരിയല്ലേ. സോ ഇറ്റ് ഇസ് 100 മൈനസ് 2 into 1.75 is 3.5. 3.5 into 10 എത്രയാണ്? ഇറ്റ് ഇസ് 35 into 10 divided by 7. എത്രയാണ് വരിക? ക്യാൻസൽ ചെയ്താൽ 100 മൈനസ് 50 എന്ന് കിട്ടും. v2 സ്ക്വയർ ഇസ് 50. അങ്ങനെയാണെങ്കിൽ v2 എത്രയാണ്? റൂട്ട് ഓഫ് 50 നമുക്ക് 5√2 എന്ന് എടുക്കാം. 5√2 ഓപ്ഷനിലുണ്ടോ? ഉണ്ടല്ലോ. ഓപ്ഷൻ ഇ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇത് കുറച്ച് ചെയ്യാനുള്ള ക്വസ്റ്റൻ തന്നെയാണ് അല്ലേ. ഒറ്റ നോട്ടത്തിൽ നോക്കി തിയറി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് അല്ല. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ക്വസ്റ്റൻസ് ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. അടുത്തത് 42nd ക്വസ്റ്റൻ. A signal of 5 kilohertz frequency is amplitude modulated on a carrier wave of frequency 5 megahertz. The frequencies of sidebands. അപ്പോൾ upper sideband ന്റെ lower sideband ന്റെ frequency എത്രയാണ്? What is the frequency of lower sideband? It is carrier frequency plus frequency of lower sideband, it is fc minus fm, and upper sideband ന്റെ frequency എന്താണ്? fc plus fm. ആൻസർ മെഗാഹെർട്സിലാണ്. സോ fc 5 megahertz പ്ലസ് മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഫ്രീക്വൻസി എത്രയാണ്? ഇറ്റ് ഇസ് 5 കിലോഹെർട്സ്. 5 കിലോഹെർട്സിനെ നമുക്ക് 0.005 മെഗാഹെർട്സ് എന്ന് എടുക്കാം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദിസ് ബിക്കംസ് 4.995 മെഗാഹെർട്സ്. അതുപോലെ ഇത് എത്രയാണ്? 5 plus 0.005, ദാറ്റ് ഇസ് 5.005 മെഗാഹെർട്സ് എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുക. ദാറ്റ് ഇസ് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി അല്ലേ. ഓപ്ഷൻ സി 4.995 and 5.005. I hope that is clear. That is question number 42. Let's move on to 43. 43ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വളരെ നല്ല ക്വസ്റ്റൻ ആണ്. A string clamped at both ends is mass 10 gram. Okay, mass 10 gram ആണ്. 10 gram എന്ന് പറയുമ്പോൾ 10 raised to -2 kilogram. Length 1 meter ആണ്. Length is 1 meter. Okay. It is kept under a tension of 1 Newton. So tension 1 Newton. It is vibrating in fundamental mode. Fundamental mode എന്ന് പറയുമ്പോൾ it is vibrating like this. Okay. Amplitude 1 centimeter. Okay, amplitude എത്രയാണ്? 1 centimeter. 10 raised to -2. അതായത് സ്റ്റാൻഡിംഗ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്.
അല്ലാതെ ഇൻഡിവിജ്വൽ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ല തന്നേക്കുന്നത്. അസ്യൂമിംഗ് ദ സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ ദ മാക്സിമം ആക്സിലറേഷൻ. അപ്പോൾ സ്റ്റാൻഡിംഗ് വേവ് ആകുമ്പോൾ ഓരോ പാർട്ടിക്കിളും SHM-ലാണ്, ഓരോ പാർട്ടിക്കിളും എന്തിലാണ്? SHM-ലാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഫ്രീക്വൻസി ആദ്യം കണ്ടുപിടിക്കണം, അതിന് വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? √T/μ അല്ലേ? ദാറ്റ് ഇസ് √. ടെൻഷൻ 1 ആണ്. മ്യൂ എത്രയാണ്? മാസ് ബൈ ലെങ്ത് 10⁻²/1 10⁻². റൂട്ട് എടുക്കുമ്പോൾ 10 എന്ന് കിട്ടും. വെലോസിറ്റി 10 ആണ്. ഇനി വേവ് ലെങ്ത് എങ്ങനെയാണ് കിട്ടുക? ഇത്രയും λ/2 ആണ്. ഇത് 1 മീറ്റർ ആണ് അല്ലേ? 1 മീറ്റർ ആണ്. അത് λ/2 ആണ് അല്ലെ, ഒരു സെഗ്മെന്റിന്റെ നീളം. അപ്പോൾ അത് 1 മീറ്റർ ആണെങ്കിൽ ലാംഡ എത്രയാണ്? 2 മീറ്റർ. വെലോസിറ്റി 10, λ2. അപ്പോൾ ഫ്രീക്വൻസി എത്രയാണ്? ഇറ്റ് ഇസ് v/λ. v/λ എത്രയാണ്? 10/2. 10/2 എന്ന് പറയുമ്പോഴത്തേക്ക് 5 ഹെർട്സ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഒമേഗ എത്രയാണ്? ഇറ്റ് ഇസ് ഒമേഗ 2πf, ദാറ്റ് ഇസ് 2π × 5. 2π × 5 എത്രയാണ്? ഇറ്റ് ഇസ് 10π. ഒമേഗ 10π ആണ്. അങ്ങനെയാണെങ്കിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ സ്റ്റാൻഡിംഗ് വേവിൽ ഓരോ പാർട്ടിക്കിളും SHM നടത്തുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മാക്സിമം ആക്സിലറേഷൻ, അപ്പോൾ ആന്റിനോഡിലുള്ള പാർട്ടിക്കിളിനായിരിക്കും മാക്സിമം ആക്സിലറേഷൻ വരിക. ആ മാക്സിമം ആക്സിലറേഷൻ എത്രയാണ്? എക്സ്ട്രീം പോയിന്റിൽ എത്തുമ്പോൾ ഉള്ള മാക്സിമം ആക്സിലറേഷൻ ω²A എന്നുള്ളതാണ് ഫോർമുല അല്ലേ? ω² എത്രയാണ്? 100π² ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? ആംപ്ലിറ്റ്യൂഡ് ഇസ് 10⁻². അപ്പോൾ 100 × 10⁻² ക്യാൻസൽ ആകും. നമുക്ക് ആൻസർ കിട്ടുന്നത് π² എന്നാണ്. π² ഓപ്ഷനിലുണ്ടോ? ഓക്കെ, ഓപ്ഷൻ C π² തന്നെയാണ് അല്ലേ? അപ്പോൾ 43 എന്നുള്ളത് നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ C എന്നാണ്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. മിസ്റ്റേക്ക് ഒന്നുമില്ലെന്ന് തോന്നുന്നു. സോ ദാറ്റ് ഇസ് 43. ലെറ്റ്സ് മൂവ് ഓൺ ടു 44. എന്താണ്? സ്ഫെറിക്കൽ ബോൾ is subjected to a pressure of 100 atmosphere. If the bulk modulus of the ball is 10⁻11, the change in volume is. Okay. അപ്പോൾ നമുക്കറിയാം ബൾക്ക് മോഡുലസിന്റെ എക്സ്പ്രഷൻ എന്താണ്? ഇറ്റ് ഇസ് -∆P ഡിവൈഡഡ് ബൈ ∆V/V. അങ്ങനെയാണെങ്കിൽ ∆V/V is equal to -∆P divided by B. That is -∆P. പ്രഷർ എത്രയാണ്? സബ്ജക്റ്റഡ് ടു എ പ്രഷർ ഓഫ് 100 atmosphere. 100 × 10⁵5 divided by ബൾക്ക് മോഡുലസ് എത്രയാണ്? 10⁻11 അല്ലെ? ബൾക്ക് മോഡുലസ് is 10⁻11. So that is -10⁻7/10⁻11. That is 10⁻⁻4 അല്ലെ? 10⁻⁻4. 10⁻⁻4നെ നമുക്ക് -10⁻²/100 എന്ന് എഴുതിക്കൂടെ? കാരണം ആൻസർ വേണ്ടത് പെർസെൻറ്റേജിലാണ്. 10⁻²/100 അതാണ് 10⁻²/100നെ നമുക്ക് പെർസെൻറ്റേജ് എന്ന് എഴുതാം. സോ റിലേറ്റീവ് ചേഞ്ച്, ഈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ വോളിയം is 10⁻²%. ദിസ് മൈനസ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദ വോളിയം ഡിക്രീസസ്. പ്രഷർ എക്സേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്ഫിയറിന്റെ വോളിയം കുറയല്ലേ ചെയ്യുക? അപ്പോൾ അതാണ് അവിടെ ആ മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചേഞ്ചസ് -0.01%. അപ്പോൾ 10⁻², ആൻസർ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. 10⁻²%. ഏതാണ്? ഓപ്ഷൻ B ആണ് നമുക്ക് കിട്ടുന്നത്. 10⁻²%. ക്വസ്റ്റ്യൻ നമ്പർ 44. ഓക്കെ, അടുത്തത് 45. A hollow sphere of radius r encloses an electric dipole composed of two charges +Q and -Q. The net flux of electric field through the surface of the sphere due to enclosed dipole is. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ്, ഇവിടെ നെഗറ്റീവ് ചാർജ് ആണ്. ഒരു +Q ഉണ്ട്, ഒരു -Q ഉണ്ട്. And this is completely enclosed by the sphere. അല്ലെ? This is completely enclosed by the sphere. അപ്പോൾ അങ്ങനെയാണെങ്കിൽ according to Gauss law, the flux enclosed by the closed surface is equal to flux through the closed surface is equal to charge enclosed by ε0. Charge enclosed എത്രയാണ്? What is the total charge enclosed? Q minus Q, it is 0. അല്ലേ? ഇപ്പോൾ ഫ്ലക്സ് എത്രയാണ് നമുക്ക് കിട്ടുക? ഫ്ലക്സ് 0 എന്നാണ് കിട്ടുക. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തിയറി. നമ്മൾ പലപ്പോഴും തിയറിയിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 45 ഓപ്ഷൻ D. അടുത്ത 46ലേക്ക് വരാം നമുക്ക്. The work done W is required by an agent to form a bubble of radius r. An extra amount of work delta W is required to increase the radius by delta r. Delta r വളരെ ചെറുതാണ് കേട്ടോ. delta r by r 1% ആണ്. Then delta W by W. What is the work done to blow a bubble? Work done required to form a bubble. ബബിളിന്റെ ബബിൾ ഫോം ചെയ്യാനുള്ള വർക്ക് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? It is surface energy. Surface energy of the bubble is what we have to calculate. What is the surface energy of the bubble? It is 8πr² into T. 8πr². ഒരു സർഫസിന്റെ ഏരിയ 4πr². അങ്ങനെ രണ്ട് സർഫസ് ഉണ്ട്, ഇന്നർ ആൻഡ് ഔട്ടർ സർഫസ്. സോ 8πr² into T. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഇസ് പ്രപ്പോർഷണൽ ടു r⁻², അല്ലേ? r⁻² ആണ്. അപ്പോൾ ഡെൽറ്റ W by W എത്രയാണ്? ഡെൽറ്റ W by W എത്രയാണ്? 2 into delta r by r. ഡെൽറ്റ W by W എത്രയാണ്? ഇറ്റ് ഇസ് 2 into delta r by r. That is 2 into delta r by r എത്രയാന്ന് പറയുന്നുണ്ട്? 1% ആണെന്ന് പറയുന്നുണ്ട്. So 2 into 1%, it is 2%. അല്ലേ? 2 into 1%, it is 2%. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ A ആണ്. That is question number 46. ഓക്കെ, അടുത്ത 47ലേക്ക് വരാം നമുക്ക്. Each side of a regular hexagon
has a resistance R, effective resistance between the two opposite vertices of a hexagon. So we have a hexagon with us. ഇങ്ങനെ ഒരു ഹെക്സഗൺ ഉണ്ട്. അതിൻ്റെ ഓരോ സൈഡിൻ്റെയും റെസിസ്റ്റൻസ് R ആണെന്നാണ് പറയുന്നത് അല്ലേ. ഈച്ച് സൈഡ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ ഹാസ് റെസിസ്റ്റൻസ് R. അപ്പോൾ ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടീസസ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് വെർട്ടീസസ് എടുത്താൽ ഇവർ തമ്മിലുള്ള റെസിസ്റ്റൻസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അപ്പർ ഹാഫും ലോവർ ഹാഫും തമ്മിൽ പാരലൽ കോമ്പിനേഷൻ അല്ലേ ആണല്ലോ. ശരിക്കും സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ആക്ച്വലി എ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് അല്ലേ. ആർ 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 ആർ. അപ്പോൾ മുകളിലുള്ള 3 റെസിസ്റ്റേഴ്സും സീരീസ് ആണ്. സീരീസ് ആണെങ്കിൽ അവരുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇറ്റ് ഇസ് 3R. താഴത്തെ 3 റെസിസ്റ്റൻസും സീരീസ് ആണ്. അവരുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? ഇറ്റ് ഇസ് ഓൾസോ 3R. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ പാരലൽ ഇഫക്റ്റീവ് എത്രയാണ്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 3Rഉം 3Rഉം പാരലൽ ആയാൽ ഇഫക്റ്റീവ് എത്രയാണ്? 3R/2. 3R/2 ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. ഓപ്ഷൻ സി അല്ലേ. 3R × 3R ഡിവൈഡഡ് ബൈ 3R + 3R. So that is question number 47, option C. അടുത്തത് 48ലേക്ക് വരാം. 48. Two metallic solid spheres A and B have radius R and 3R respectively. The solid spheres are charged and kept isolated. Then the two spheres are connected to each other through a thin conducting wire. The ratio of final charge on the spheres A and B. രണ്ട് സ്ഫിയേഴ്സ് നമ്മളിങ്ങനെ എടുത്തു. ഓക്കെ, രണ്ട് സ്ഫിയേഴ്സ് എങ്ങനെയാണ്? അവർക്ക് രണ്ടുപേർക്കും നമ്മൾ ചാർജ് കൊടുക്കുന്നു. ആൻഡ് ദേ ആർ കെപ്റ്റ് ഐസൊലേറ്റഡ് ഫ്രം ഈച്ച് അതർ സോ ദാറ്റ് ദേ ഡു നോട്ട് ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ. ദെൻ സംഹൗ വി ആർ കണക്ടിങ് ദം വയ വയർ. ഒരു വയർ കൊണ്ട് നമ്മൾ അവർ തമ്മിൽ കണക്ട് ചെയ്യുന്നു. സോ സോ ഹിയർ ദർ മേ ബി ചാർജ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദം. അപ്പോൾ ആദ്യത്തെ ചെറിയ സ്ഫിയർ ആണ് അല്ലേ. ആദ്യത്തെ ചെറിയ സ്ഫിയർ ആണ്. ഓക്കെ, ഓഫ് റേഡിയസ് R. ഇപ്പോൾ ഇത് രണ്ടാമത്തെ വലിയ സ്ഫിയർ ആണ്, റേഡിയസ് 3R. അപ്പോൾ വലിയ സ്ഫിയറിലുള്ള ചാർജ് നമുക്ക് Q1 എന്ന് വിളിക്കാം. ചെറിയ സ്ഫിയറുള്ളത് Q1 ഉം വലിയ സ്ഫിയറുള്ളത് Q2 ആയിട്ട് എടുക്കാം അല്ലേ. ദിസ് ഇസ് A ആൻഡ് ദിസ് ഓക്കെ. അല്ലെങ്കിൽ QA എന്നും QB എന്നും എടുക്കാം ബിക്കോസ് ഇറ്റ് ഇസ് ഗിവൺ ആസ് സ്ഫിയേഴ്സ് A ആൻഡ് B. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് വെൻ ദേ ആർ കണക്റ്റഡ് ബൈ എ വയർ? ഒരു വയർ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർ തമ്മിലൊരു വയർ കൊണ്ട് കണക്ട് ചെയ്താൽ അവിടെ എന്താ സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് ഇസ് ദെയർ പൊട്ടൻഷ്യൽസ് ബിക്കം ഈക്വൽ അല്ലേ. അവരുടെ പൊട്ടൻഷ്യൽസ് ഈക്വൽ ആകും. അവരുടെ പൊട്ടൻഷ്യൽസ് ഈക്വൽ ആകുക എന്ന് പറഞ്ഞാൽ വി ക്യാൻ സേ VA is equal to VB അല്ലേ. അവരുടെ പൊട്ടൻഷ്യൽസ് ഈക്വൽ ആകും. VA is equal to VB. അപ്പോൾ അങ്ങനെയാണെങ്കിൽ VA എത്രയാണ്? VA is equal to 1/4πε0 QA ഡിവൈഡഡ് ബൈ അതിൻ്റെ റേഡിയസ് QA/R. VB എത്രയാണ്? 1/4πε0 QB ഡിവൈഡഡ് ബൈ അതിൻ്റെ റേഡിയസ് എത്രയാണ്? 3R ആണ് അല്ലേ. 1/4πε0 QA/R, അടുത്തത് QB/3R. ഇത് അവരുടെ ഫൈനൽ ചാർജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചാർജ് ഡെൻസിറ്റി ആയിരുന്നെങ്കിൽ വി വുഡ് ഹാവ് ടു യൂസ് അനദർ ഇക്വേഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ K ക്യാൻസൽ ആകും. വാട്ട് ഇസ് QA/QB? QA/QB is equal to R/3R. R/3R അല്ലെങ്കിൽ 1/3. 1:3 ആണ് ആൻസർ വരേണ്ടത്. ഇറ്റ് ഈസ് ഓപ്ഷൻ B. Okay, I hope that is clear. That is question number 48. Option ഏതാണ്? B. Let's look at question number 49. 49ലേക്ക് വരാം. A heat engine operates between a cold reservoir and a hot reservoir. The engine takes 200 joule of heat from hot reservoir and has efficiency of 0.4. The amount of heat delivered to the cold reservoir is. അപ്പോൾ ഒരു ഹീറ്റ് എഞ്ചിൻ എന്താ ചെയ്യുന്നത്? ഒരു ഹോട്ട് റിസർവോയർ ഉണ്ടാകും. This is the heat engine. There will be a cold reservoir. The heat engine, what it will do is it will take some heat. It will absorb some heat Q1 from the hot reservoir. It will do some work, and the remaining heat will be rejected to the cold reservoir Q2. Okay. അപ്പോൾ അങ്ങനെയാണെങ്കിൽ it is given that Q1 is equal to 200 joules. Q1 എത്രയാണ്? 200 joules ആണെന്ന് പറയുന്നുണ്ട്. It is given that efficiency is equal to 0.4. എന്താണ് efficiency എന്ന് പറയുന്നത്? Efficiency of a heat engine is the work done by the heat engine per heat supplied to it. Work done by the heat engine per heat supplied to it, that is 0.4. For work done, we can calculate it as 0.4 into 200. 0.4 into 200 means it is 80 joules. Okay, എത്രയാണ്? It is 80 joules. Work done 80 joules ആണ്. അപ്പോൾ നമുക്കറിയാം Q1 is equal to W plus Q2 അല്ലേ. ആ എടുക്കുന്ന ഹീറ്റിൽ ഒരു ഭാഗം വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ബാക്കി Q2 ആയിട്ട് കളയുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് Q2? Q2 is equal to Q1 minus W.
ശരിയല്ലേ? എമൗണ്ട് ഓഫ് ഹീറ്റ് ഡെലിവേർഡ് ടു ദി കോൾഡ് റിസർവോയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വാട്ട് വി നീഡ് ഇസ് Q2. അപ്പോൾ ഇറ്റ് ഈസ് Q1 മൈനസ് W. Q1 എത്രയാണ്? 200 joules. W ഇറ്റ് ഈസ് 80 joules. സോ 200 മൈനസ് 80 ഇറ്റ് ഈസ് 120 joules. അല്ലേ? 120 joules ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 49. അടുത്ത 50th ക്വസ്റ്റ്യനിലേക്ക് വരാം. 50ാമത്തെ ക്വസ്റ്റ്യൻ. A system of ideal gas undergoes a thermodynamic process in which initial pressure and volume are equal to the final pressure and volume. Okay. Delta Q is the heat supplied to the system, delta W is the work done by the system, and delta U is the change in internal energy. Then the correct option is. അപ്പോൾ ഇവിടെ ഒരു സിസ്റ്റം ആണ്, അതിന്റെ ഇനിഷ്യൽ പ്രഷറും ഫൈനൽ പ്രഷറും ഈക്വൽ ആണ്, ഇനിഷ്യൽ വോളിയവും ഫൈനൽ വോളിയവും ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം അക്കോർഡിംഗ് ടു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT അല്ലെ? അക്കോർഡിംഗ് ടു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ is equal to PV by nR അല്ലേ? അപ്പൊ ഇവിടെ ക്വസ്റ്റനിൽ പറയുന്നത് P1 ഉം P2 ഈക്വൽ ആണ്, V1 ഉം V2 ഈക്വൽ ആണ്. അപ്പൊ P1 V1 is equal to P2 V2 എന്ന് പറയാം അല്ലേ? അതായത് ഇനിഷ്യൽ പ്രഷർ ഈക്വൽ ആണ്, ഇനിഷ്യൽ വോളിയം ഈക്വൽ ആണ്. P1 V1 is equal to P2 V2. അപ്പൊ ടെമ്പറേച്ചർ ഈക്വൽ ആണ്, T1 is equal to T2. ഇതിങ്ങനെ ആദ്യമേ നമുക്ക് പറയാം, പ്രഷറും വോളിയവും ഈക്വൽ ആണെങ്കിൽ ടെമ്പറേച്ചറും ഈക്വൽ ആയിരിക്കും അല്ലെ? അപ്പോൾ ഇനിഷ്യൽ ടെമ്പറേച്ചറും ഫൈനൽ ടെമ്പറേച്ചറും ഈക്വൽ ആണ്. അതിന്റെ ഇനിഷ്യൽ ടെമ്പറേച്ചറിലേക്ക് ഇപ്പോൾ പ്രഷർ വോളിയം ടെമ്പറേച്ചർ തിരിച്ചെത്താം. അപ്പോൾ ഒരു സൈക്ലിക് പ്രോസസ് ആയിട്ട് പറയാം നമുക്ക് അതിന്, ഇനിഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തുകയാണ്. അപ്പോൾ T1 is equal to T2 ആണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് പറയാം ടോട്ടൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡ്യൂറിംഗ് ദി പ്രോസസ്. Okay, delta U is the total change in internal energy during the process. It is 0 because change in internal energy it is 0 if the temperature doesn't change. So delta U is equal to 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ according to first law of thermodynamics delta Q is equal to delta U plus delta W. ഇവിടെ delta U 0 ആണ്. So delta Q is equal to delta W. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് അല്ലേ? delta Q is equal to delta W. നമുക്ക് സ്വന്തമായിട്ട് ആലോചിച്ച് ചെയ്യാൻ ഒരുപാട് സമയമൊന്നും എടുക്കാത്ത ക്വസ്റ്റൻ തന്നെയാണ്. ദാറ്റ് ഇസ് ക്വസ്റ്റൻ നമ്പർ 50. ഓപ്ഷൻ ഏതാണ്? എ. അടുത്ത 51. The RMS speed of a gas having diatomic molecules at temperature T is 200 meter per second. If the temperature is increased to 4T and the molecules dissociate into monoatomic atoms, then the RMS speed. But what is the expression for RMS speed? RMS speed and the expression നമുക്കറിയാം. RMS speed is equal to root of 3RT by m അല്ലെങ്കിൽ root of 3kT by small m, where m is the mass of each molecule. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? അപ്പോൾ വി ക്യാൻ രണ്ടാമത്തെ കേസിൽ V ഡാഷ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3k ഇൻറ്റു ടെമ്പറേച്ചർ എത്രയായി? 4 ടൈംസ് ആയി, 4T ആയി. നമ്മുടെ മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്ത് മോണോ അറ്റോമിക് ആറ്റംസ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഒരു എമ്മിന് പകരം അവിടെ വരുന്ന ഒരു എൻറ്റിറ്റിയുടെ മാസ് എന്ന് പറഞ്ഞാൽ m/2 ആണ്. ശരിയല്ലേ? m/2 ആണ്. സോ ഹിയർ ഇറ്റ് വിൽ ബി m/2. ആ 2 മോളിൽ പോവും. സോ വാട്ട് വി ഹാവ് ഇസ് റൂട്ട് ഓഫ് 3kT by m ഇൻറ്റു റൂട്ട് ഓഫ് 8 എന്ന് വരും. അപ്പോൾ ആ 8ന് നമുക്ക് റൂട്ട് 8ന് നമുക്ക് എന്തെന്ന് എടുക്കാം? 2√2 എന്ന് എടുക്കാം. 2√2 ഇൻറ്റു റൂട്ട് ഓഫ് 3kT ഡിവൈഡഡ് ബൈ m. ശരിയല്ലേ? root of 3kT divided by m. അതായത് 2√2 times the old velocity. 2√2 times the old velocity. Old velocity എത്രയാണ്? 200 ആണ്. So 2√2 into 200 that is 400 √2. Okay, 400 √2 meter per second. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഇ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 51. ആൻസർ ഓപ്ഷൻ ഇ. ഓക്കെ, അടുത്തത് 52. A metallic bullet with an initial velocity of 500 meter per second penetrates a solid object and melts. ഓക്കെ, ഒരു ബുള്ളറ്റ് ഒരു സോളിഡ് ഒബ്ജക്റ്റിനകത്തേക്ക് കയറി മെൽറ്റ് ചെയ്തു. ആ കൈനറ്റിക് എനർജിയുടെ കുറച്ച് ഭാഗം ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു, മെൽറ്റ് ചെയ്തു. ഇഫ് ദ ഇനിഷ്യൽ ടെമ്പറേച്ചർ ഓഫ് ദ ബുള്ളറ്റ് ഇസ് 30 degrees Celsius, മെൽറ്റിംഗ് പോയിന്റ് ഇസ് 280, റേഷ്യോ ഓഫ് ടോട്ടൽ ഹീറ്റ് ജനറേറ്റഡ് ടു ദി ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ദ ബുള്ളറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? വാട്ട് വി നീഡ് ഇസ് റേഷ്യോ ഓഫ് ഹീറ്റ് ജനറേറ്റഡ് ബൈ ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ദ ബുള്ളറ്റ്. അപ്പോൾ ഹീറ്റ് ജനറേറ്റഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ബുള്ളറ്റ് ആദ്യം അതിന്റെ ടെമ്പറേച്ചർ 30 degrees Celsius നിന്ന് 280ലേക്ക് പോയി അത് മെൽറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ 30 degrees Celsius നിന്ന് 280ലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് റിലീസ് ചെയ്ത ഹീറ്റ് ms delta t ആണ്. പ്ലസ് അത് മെൽറ്റ് ചെയ്യുന്നുണ്ട്. മെൽറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് എത്രയാണ്? മാസ് ഇൻറ്റു ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എത്രയാണ്? 12 mv², അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് m ക്യാൻസൽ ആകും. അപ്പോൾ ഈ 2 നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാം. 2 ഇൻറ്റു എസ് ഡെൽറ്റ ടി. സ്പെസിഫിക് ഹീറ്റ് എത്രയാണ്? 200 Joule/kg/Kelvin. സോ 2 × 10⁻². ടെമ്പറേച്ചർ ചേഞ്ച് എത്രയാണ്? 30ൽ നിന്ന് 280ലേക്ക് പോയി. അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് 250 ആണ്. പ്ലസ് ലേറ്റന്റ് ഹീറ്റ് 3 × 10⁻⁴ അല്ലേ? യെസ്, ഡിവൈഡഡ് ബൈ v². v² എത്രയാണ്? 500ന്റെ സ്ക്വയർ ആണ്. 25 × 10⁻⁴. So what we have is 2 into 250 into 2 is 500. 500 into 10⁻² is 5 into 10⁻⁴ plus 3 into 10⁻⁴. That is 8 into 10⁻⁴.
divided by 25 into 10 raised to 4. So what we have is 16 divided by 25. 16 by 25 എന്ന് പറയുമ്പോൾ 64 by 100 ആണ് 0.64. 0.64 ഏതാ 0.64 it is option E, question number 52 അല്ലേ. Question number 52 option E. അടുത്തതിലേക്ക് വരാം. Let's look at question number 53. Identify the type of electromagnetic wave which is produced using klystron or magnetron valve. ഇത് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള മെത്തേഡ്സ്. അപ്പോൾ ക്ലൈസ്ട്രോൺ ഓർ മാഗ്നട്രോൺ വാൽവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്? മൈക്രോവേവ്സ് ആണ് ക്ലൈസ്ട്രോൺ അല്ലെങ്കിൽ മാഗ്നട്രോൺ വാൽവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 53. Let's look at question number 54. 54ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. Okay, question number 54. A long wire carrying a current of 5 ampere lies along the positive z axis. The magnetic field at a point with position vector എത്രയാണ്? I cap plus 2 j cap plus 2 k cap. അപ്പോൾ അതിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെയാണ്? കോർഡിനേറ്റ്സ് 1, 2, 2. കോർഡിനേറ്റ്സ് എങ്ങനെയാണ്? 1, 2, 2. Then the magnetic field at that position അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ z ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. z ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് z ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു കറണ്ട് ഉണ്ട്. ഇതാണ് നമ്മുടെ z ആക്സിസ്. അപ്പോൾ ഇതാണ് x ആക്സിസ്, ഇതാണ് y ആക്സിസ്. അപ്പോൾ നമുക്ക് എവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് വേണ്ടത്? 1, 2, 2 അല്ലേ. അപ്പോൾ അവിടെ ശരിക്കും z കോർഡിനേറ്റ് ഇമ്പോർട്ടൻ്റ് അല്ല, ബിക്കോസ് z കോർഡിനേറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ഓർ കോർഡിനേറ്റ് പാരലൽ ടു ദി z ആക്സിസ്. അപ്പോൾ z ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. ഇവിടെയാണ് പോയിന്റ് എങ്കിൽ അപ്പോൾ ഇതാണ് ദിസ് ഇസ് ദി പ്ലെയിൻ പാരലൽ ടു xy പ്ലെയിൻ. അപ്പോൾ ഇവിടെ XYZ എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ അവിടെ x ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? z ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ആണ്. z ആക്സിസിനുള്ള അല്ലെങ്കിൽ z ആക്സിസിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ആയിരിക്കും. അപ്പോൾ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, ദാറ്റ് ഇസ് റൂട്ട് 5. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് റൂട്ട് 5 ആണ് അല്ലേ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ 2 pi into root 5. μ0 by 2 pi is 2 into 10 raised to minus 7. Current എത്രയാണ്? Current is given as 5 ampere divided by root 5. So 5 by root 5 ആണ്. So what we have is 2 root 5 into 10 raised to minus 7. 2 root 5 into 10 raised to minus 7 ഓപ്ഷനിലുണ്ടല്ലോ. It is there in option A. Question number 54ന് ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. അപ്പോൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് മിക്കവാറും ചെയ്യാനുള്ള ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു. 1-2 ക്വസ്റ്റൻസ് മാത്രമേ ഡയറക്റ്റ് തിയറി ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റൻസ് 55ന് ശേഷമുള്ള 55ഉം ശേഷമുള്ള ക്വസ്റ്റൻസും ഡിസ്കസ് ചെയ്യാനായിട്ട് ഉല്ലാസ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാറിന് മൈക്ക് കൈമാറുകയാണ്. ഓക്കെ, താങ്ക് യു. ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ എല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുവാണെന്നറിയാം. അപ്പം ക്വസ്റ്റ്യൻ ലേശം അത്യാവശ്യം ആവറേജ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റത്തില്ല, എബോവ് ആവറേജ് ക്വസ്റ്റ്യൻ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം എല്ലാ ക്വസ്റ്റ്യൻസും ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും ഒരു 90% ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ചെയ്ത് നോക്കാനുള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് കണ്ട് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ഓക്കെ, എക്സാം പാടാവുന്നതനുസരിച്ച് നിങ്ങൾക്ക് റാങ്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസും കൂടുതലായിരിക്കും. കാര്യം കോമ്പറ്റീഷൻ അത്രത്തോളം കുറയും. ഒന്നും പഠിക്കാത്തവർക്ക് എന്താണ് അത്രത്തോളം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ അല്ല. അപ്പം ആവറേജായിട്ടും എബോവ് ആവറേജായിട്ടും ഉള്ളവർക്കെല്ലാം നല്ല റാങ്ക് കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എക്സാം ടഫ് ആയതുകൊണ്ടുള്ള ഗുണം അതാണ്. എക്സാം ഈസി ആണെങ്കിൽ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റനിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ 55th ക്വസ്റ്റൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് അൾട്രാ ഹൈ മാഗ്നറ്റിക് ഫീൽഡ്? ഓക്കെ മക്കളെ, ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ആൻസർ എന്ന് പറയുന്നത് ഇതൊരു തിയറി ടൈപ്പ് ക്വസ്റ്റൻ ആണ്. എടുക്കാൻ പറ്റുന്ന ആൻസർ എന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നാണ്. അപ്പോൾ ഓപ്ഷൻ നമുക്ക് ഏതെടുക്കാം മക്കളെ? ഓപ്ഷൻ ഇ എടുക്കാം. 55th ക്വസ്റ്റിൻ്റെ ഓപ്ഷൻ ഇ എടുക്കാം. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ആൻസർ എന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്ടിവിറ്റിയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സൂപ്പർ കണ്ടക്ടേഴ്സിലെ റെസിസ്റ്റൻസ് മിനിമം ആയതുകൊണ്ട് തന്നെ കറണ്ട് എന്ന് പറയുന്ന മാക്സിമം ആയിരിക്കും. അപ്പോൾ മാക്സിമം കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആകുമ്പം അവന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാഗ്നറ്റിക് ഫീൽഡും വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ എ ലേസർ ബീം വിത്ത് ആൻ എനർജി ഫ്ലക്സ് ഓഫ് 20 വാട്ട് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. പറോക്കളെ, അപ്പോൾ എനർജി ഫ്ലക്സ് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ
എനർജി ഫ്ലക്സ് ആണ് അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനർജി ഫ്ലക്സ് ആണ്. അപ്പോൾ എനർജി ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എനർജി വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, എനർജി ബൈ ടൈം ആണ്. എനർജി ബൈ ടൈം ഇൻറ്റു ഏരിയ എന്നാണ്. ഓക്കെ, അപ്പോൾ എനർജി ബൈ ടൈം ഇൻറ്റു ഏരിയ എന്നാണ്. ഓക്കെ, ഞാൻ തൽക്കാലം ടൈം 1 സെക്കൻഡ് ആയിട്ട് അസ്യൂം ചെയ്യും. അപ്പോൾ തൽക്കാലം ഞാൻ ടൈം എന്തായിട്ട് എടുക്കുന്നു മക്കളെ, ടൈം 1 സെക്കൻഡ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇ ബൈ എ തന്നിട്ടുണ്ട്. അപ്പോൾ ഇ ബൈ എ ടൈം 1 സെക്കൻഡ് എന്ന് എടുത്താൽ സോ ദാറ്റ്സ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും മക്കളെ, 20 വാട്ട് പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ്. അപ്പോൾ ബൈ സെന്റിമീറ്റർ സ്ക്വയർ വരുമ്പോൾ താഴെ 10⁻⁻⁴ വരും. അപ്പോൾ അത് മുകളിലേക്ക് വന്നാൽ എന്തെന്ന് കിട്ടും മക്കളെ, 10⁻⁴ എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് മുകളിലേക്ക് വന്നാൽ എത്ര എന്ന് കിട്ടും മക്കളെ, 20 × 10⁻⁴ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എനർജിക്ക് നമുക്ക് അസ്യൂം ചെയ്യാം 1 സെക്കൻഡിൽ n ഫോട്ടോൺസ് ആ വന്ന് വീണത്. അങ്ങനെയാണെങ്കിൽ എനർജിക്ക് എന്ത് കൊടുക്കാം മക്കളെ, n × hc/λ എന്ന് കൊടുക്കാം. n × hc/λ എന്ന് കൊടുക്കാം, ഡിവൈഡഡ് ബൈ a എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 20 × 10⁻⁴ എന്ന് കിട്ടും. ആണോ? അപ്പോൾ നിങ്ങൾക്കറിയാം നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. അപ്പോൾ ഒരു ഫോട്ടോൺ വന്ന് വീഴുന്നു. ഒരു ഫോട്ടോണിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് എത്ര മക്കളെ, ഒരു ഫോട്ടോൺ വന്ന് വീഴുന്നു. ഒരു ഫോട്ടോണിൻ്റെ മൊമെൻറ്റം h/λ ആണ്. അപ്പം 1 സെക്കൻഡിൽ n ഫോട്ടോണാണ് വന്ന് വീഴുന്നത്. അപ്പോൾ n ഫോട്ടോണിൻ്റെ മൊമെൻറ്റം nh/λ ആണ്. റീബൗണ്ട് ചെയ്യത്തില്ല, കാര്യം ഇതിനെ എന്ത് ചെയ്തെടുക്കും മക്കളെ, അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ ഫൈനൽ മൊമെൻറ്റം 0 ആണ്. ഇനിഷ്യൽ മൊമെൻറ്റം h/λ ആണ്. അപ്പോൾ ഒരു ഫോട്ടോണിൻ്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റം h/λ ആണ്. അപ്പോൾ n ഫോട്ടോണിൻ്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റം nh/λ ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് nh/λ ആണ്. ഓക്കെ, nh/λ ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 20 × 10⁻⁴ ഇൻറ്റു എന്ത് വരും മക്കളെ, അപ്പുറത്തേക്ക് ഏരിയ വരും, താഴേക്ക് എന്ത് വരും മക്കളെ, താഴേക്ക് സി വരും. താഴേക്ക് എന്ത് വരും മക്കളെ, അപ്പുറത്തേക്ക് ഏരിയ വരും, താഴേക്ക് സി വരും. ഇനി ഇത് ആരുടെ കേസിലെയാണ്, 1 സെക്കൻഡിലെ ചേഞ്ച് ഇൻ മൊമെൻറ്റമാണ്. ഇത് 1 സെക്കൻഡിലെ ചേഞ്ച് ഇൻ മൊമെൻറ്റമാണ്. അപ്പോൾ അവർ എത്ര 30 മിനിറ്റിലെ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് കൂടെ കൊടുക്കണം, ഇൻറ്റു 30 മിനിറ്റും കൂടെ കൊടുത്താലേ ഫൈനൽ ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം എടുക്കണമെങ്കിൽ ഇൻറ്റു 30 മിനിറ്റും കൂടെ കൊടുക്കേണ്ടി വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും, 20 × 10⁻⁴ ഇൻറ്റു ഏരിയ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ഏരിയ എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ 30 × 10⁻⁴ ആണ്, ഡിവൈഡഡ് ബൈ സി എന്ന് പറഞ്ഞാൽ 3 × 10⁸ ആണ്. സോ ഇൻറ്റു 30, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടും മക്കളെ, 10⁻⁴ ഉം 10⁻⁻⁴ ഉം ക്യാൻസൽ ആയി പോകും അല്ലേ. ഇനി എന്ത് കിട്ടും, 1 0 1 0 1 0 1 0. അപ്പോൾ അത് വെട്ടിയാൽ ഇവിടെ എത്ര കിട്ടും മക്കളെ, 10⁻⁴ എന്ന് കിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര കിട്ടും, ഈ 3 ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എത്രയുണ്ട്, 6 × 3 എന്ന് പറയുന്നത് 18 ആണ്. 18 × 2 എന്ന് പറഞ്ഞാൽ 36 ആണ്. അപ്പോൾ 36/10⁻⁴ എന്ന് കിട്ടും അല്ലേ. 36/10⁻⁴ എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 36 × 10⁻⁻⁴ എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 3.6 × 10⁻⁻3 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ നോക്കുവാണെങ്കിൽ ആൻസർ എന്ന് പറഞ്ഞാൽ 3.6 × 10⁻⁻3 എന്ന് കിട്ടും മക്കളെ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇതൊരു നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. അപ്പോൾ ഒരു ഫോട്ടോൺ വന്ന് വീണ് കഴിഞ്ഞാൽ അതിനെ അബ്സോർബ് ചെയ്യും. ഒരു ഫോട്ടോണിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം ഒരു ഫോട്ടോണിന്റെ മൊമെന്റ് h/λ ആണ്. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ മൊമെന്റം 0 ആയിരിക്കും. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റ് h/λ തന്നെയാണ്. 1 സെക്കൻഡിൽ n ഫോട്ടോൺ വന്ന് വീഴുന്നു. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റം n × h/λ. ഇനി എത്ര മിനിറ്റിലാണ്, 30 മിനിറ്റിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റു 30 മിനിറ്റും കൂടെ കൊടുത്താൽ മതി. അപ്പോൾ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ആൻസർ ഏതാ മക്കളെ, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്ന ഏതെന്ന് നോക്കുവാണെങ്കിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്തത് നമുക്ക് 57th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 57th ക്വസ്റ്റ്യൻ, എ സീരീസ് LCR സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് വേരിയബിൾ കപ്പാസിറ്റർ കണക്റ്റഡ് ടു ആൻ ഇൻഡക്ടർ ഓഫ് ഇൻഡക്ടൻസ് 50 mH, resistor of resistance 100 ohm, AC source of angular frequency 500 radian/second, value of capacitance so that maximum current may be drawn into the circuit. അപ്പോൾ സർക്യൂട്ടിലേക്ക് മാക്സിമം കറണ്ട് ഡ്രോ ചെയ്യണമെങ്കിൽ എന്ത് വരണം മക്കളെ, റെസൊണന്റ് കണ്ടീഷൻ വരണം. അപ്പോൾ റെസൊണന്റ് കണ്ടീഷന്റെ കണ്ടീഷൻ എന്താണ്, റെസൊണന്റ് ഇതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ XL = XC എന്നായിരിക്കണം. XL = XC എന്നായിരിക്കണം. അപ്പോൾ XLന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ L ഒമേഗയാണ്. XCയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ 1/C ഒമേഗയാണ്. അങ്ങനെയാണെങ്കിൽ C എന്ന് പറഞ്ഞാൽ 1/ω² × L എന്ന് വരും. അങ്ങനെയാണെങ്കിൽ C എന്ന് പറഞ്ഞാൽ 1/ω² × L എന്ന് വരും. 1/ω എത്ര മക്കളെ, ഒമേഗ എത്ര, 500 radian/second ആണ്. അപ്പോൾ അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒമേഗയുടെ സ്ക്വയർ 25 ആണ്. 100ന്റെ സ്ക്വയർ 10⁻⁴ ആണ്. ഒമേഗയുടെ അല്ല, 5ന്റെ സ്ക്വയർ 25 ആണ്. 100ന്റെ സ്ക്വയർ 10⁻⁴ ആണ്. ഇൻറ്റു ഇൻഡക്റ്റൻസ് 50 mH ആണ്. അപ്പോൾ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 50 mH ആണ്. അപ്പോൾ 50 ഇൻറ്റു എന്തെന്ന് പറയേണ്ടി വരും മക്കളെ, 10⁻⁻³ എന്ന് പറയേണ്ടി വരും. അപ്പോൾ 50 ഇൻറ്റു 10⁻⁻³ എന്ന് പറയേണ്ടി വരും മക്കളെ. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും, 25 × 5 എന്ന് പറഞ്ഞാൽ 125 ആണ്.
25 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 125 ആണ്. ദെൻ ഇവിടെ 10⁻⁴, ഇത് 10⁻⁵, 10⁻⁻3. അപ്പോൾ ഇത് എത്രയാണെന്ന് കിട്ടും മക്കളെ? 10⁻⁵ ഇൻറ്റു 10⁻⁻3 എന്ന് പറഞ്ഞാൽ 10⁻2 എന്ന് കിട്ടും. ഓക്കെ, ഇൻറ്റു 10⁻2 എന്ന് കിട്ടും മക്കളെ. അങ്ങനെയാണെങ്കിൽ 1/125. ഓക്കെ, അപ്പോൾ 1/125 ഞാൻ ഇതിനെങ്ങനെ ഒന്ന് എഴുതിക്കോട്ടെ? 1000/125 ഇൻറ്റു 1/10² ഇൻറ്റു 1/1000. ഇങ്ങനെ എഴുതിയാൽ തെറ്റുണ്ടോ? ഞാൻ ഒരു 1000 കൊണ്ട് ഇൻറ്റൂം ചെയ്യുന്നു, 1000 കൊണ്ട് ഡിവൈഡും ചെയ്യും. ഒരു 1000 കൊണ്ട് ഇൻറ്റൂം ചെയ്യുന്നു, 1000 കൊണ്ട് ഡിവൈഡും ചെയ്യുന്നു. അപ്പോൾ ഇതെത്ര വരും മക്കളെ? 1000/125 എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇവിടെ 10⁻⁵ വരും, മുകളിൽ പോയാൽ 10⁻⁻5 വരും. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ എഴുതാം 80 ഇൻറ്റു 10⁻⁻6 എന്ന് എഴുതാം. സോ ദ ആൻസർ വിൽ ബി വാട്ട്? സോ ദ ആൻസർ വിൽ ബി 80 മൈക്രോഫാരഡ്. അങ്ങനെയാണെങ്കിൽ ആൻസർ നോക്കുവാണെങ്കിൽ ആൻസർ എന്ന് പറഞ്ഞാൽ 80 മൈക്രോഫാരഡ് എന്ന് വരും. അപ്പോൾ ആൻസർ നോക്കുവാണെങ്കിൽ ആൻസർ എന്ന് പറഞ്ഞാൽ 80 മൈക്രോഫാരഡ് വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. കേട്ടോ? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, അടുത്ത സ്ലൈഡ്. എക്സിറ്റ് സേവ് വേണം. സേവ് ആവുന്നില്ല. ഇതെന്താ എത്ര സമയം എടുക്കുന്നത്? അടുത്ത ഇതല്ലേ? എന്തെന്ന് 38 to 72 എടുക്കും. 58 വരെയോ? 57 ആണ്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് പറോക്കളെ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ 10⁻⁻4 kCal ആണ്. ഓക്കെ, ഇനി അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സ് എന്ന് പറയുന്നത് എത്ര മക്കളെ? എക്സർട്ട് എ ഫോഴ്സ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നതെന്ന് പറയുന്നത് 4 അതായത് ഞാൻ അതിനെ എക്സ്പാൻഡ് ചെയ്തെഴുതുന്നു. അപ്പോൾ 4 ഇൻറ്റു 10⁻⁻12 മൈനസ് 3 ഇൻറ്റു 10⁻⁻12 jCal എന്ന് കിട്ടും. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ചാർജ്, ആ പാർട്ടിക്കിളിൻ്റെ ചാർജും തന്നിട്ടുണ്ട്. ചാർജ് എന്ന് പറഞ്ഞാൽ 10⁻⁹ കൂളംബ് എന്നുമല്ലോ ആണ്. ഓക്കെ, ചാർജ് തന്നിട്ടുണ്ട് 10. ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ ആ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോഴ്സ്, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ ഫോഴ്സ് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താ മക്കളെ? Q ഇൻറ്റു V ക്രോസ് B എന്നാണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ Q ഇൻറ്റു എന്താ മക്കളെ? Q ഇൻറ്റു V ക്രോസ് B എന്നാണ് അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നു എഫ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് എന്ന് പറയുന്നത് 10⁻⁻12 ആണ്, മൈനസ് 3 ഇൻറ്റു 10⁻⁻12 jCal ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു Q എന്ന് പറഞ്ഞാൽ 10⁻⁹ ആണ്. മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ബി വെക്ടർ എന്താണ്? ബി വെക്ടർ എന്ന് പറഞ്ഞാൽ 10⁻⁴ kCal ആണ്. ബി വെക്ടർ എന്ന് പറഞ്ഞാൽ 10⁻⁴ kCal ആണ്. അപ്പോൾ ഇവിടെ ഐയും വന്നിട്ടുണ്ട്, ഇവിടെ ജെയും വന്നിട്ടുണ്ട്. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഐ വരണമെങ്കിൽ എന്ത് വേണം മക്കളെ? ഐ ക്രോസ് ജെ ക്രോസ് കെ ആണ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഒരു ജെ കമ്പണന്റ് വേണം. വെലോസിറ്റിക്ക് എന്ത് വേണം മക്കളെ? ഒരു ജെ കമ്പണന്റ് വേണം. അപ്പോൾ അതിനെ ഞാൻ VY jCal എന്ന് എഴുതും. ഓക്കെ ആണോ? കാര്യം ജെ ക്രോസ് കെ എടുത്താലേ എന്ത് വരത്തുള്ളൂ മക്കളെ? ഐ വരത്തുള്ളൂ. അപ്പോൾ ജെ ക്രോസ് കെ എടുത്താലേ എന്ത് വരത്തുള്ളൂ മക്കളെ? ഐ വരത്തുള്ളൂ. ഇനി എന്താ മക്കളെ വേണ്ടത്? ഇനി മൈനസ് ജെ ആണ് വേണ്ടത്. ഇനി വേണ്ടത് ആരാണ്? മൈനസ് ജെ ആണ് വരേണ്ടത്. അപ്പം മൈനസ് ജെ വരണമെങ്കിൽ എന്ത് വരണം മക്കളെ? ഐ ക്രോസ് കെ വരണം. ഐ ക്രോസ് കെ ആണ് മൈനസ് ജെ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരണം മക്കളെ? വെലോസിറ്റിക്ക് ഒരു ഐ കമ്പണന്റും കൂടെ വരണം. ഓക്കെ, അപ്പോൾ വെലോസിറ്റിക്ക് ഒരു ഐ കമ്പോണന്റ് കൂടെ വരണം. അപ്പോൾ വെലോസിറ്റിക്ക് ഒരു ഐ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ അലോങ് എക്സ് ആക്സിലെ കമ്പോണന്റ്. അങ്ങനെയാണെങ്കിൽ ദാ നോക്കി, ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എത്ര കിട്ടും? 10⁻⁹ ഇൻറ്റു VX ഇൻറ്റു പറ ഐ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മൈനസ് ജെ ആണ്. ഇനി ഇൻറ്റു ആര് കിടപ്പുണ്ട്? ഇൻറ്റു 10⁻⁻4 കിടപ്പുണ്ട്. ദെൻ ഇവിടെ ആര് കിടപ്പുണ്ട്? മൈനസ് ജെ കിടപ്പുണ്ട്. പ്ലസ് 10⁻⁹ ഇൻറ്റു പിന്നെ ആര് കിടപ്പുണ്ട്? VY കിടപ്പുണ്ട്. പിന്നെ ആര് കിടപ്പുണ്ട്? 10⁻⁴ കിടപ്പുണ്ട്. ജെ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? ജെ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ ഐ ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 4 ഇൻറ്റു 10⁻⁻12 ഐCal മൈനസ് 3 ഇൻറ്റു 10⁻⁻12 jCal. അപ്പോൾ ജെയുടെ കോഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ ജെയുടെ കോഫിഷ്യൻ്റ് ഇതാണ്. അപ്പോൾ 10⁻⁹ ഇൻറ്റു VX ഇൻറ്റു 10⁻⁴ എന്ന് പറയുന്നത് 3 ഇൻറ്റു 10⁻⁻12 ആണ്.
ഓക്കെ ആണോ? അപ്പോൾ ഇത് ചെയ്ത് നോക്കിയാൽ ഇത് 10⁻13 ആണ്. 10⁻12 ആയിട്ട് വെട്ടിയാൽ 10⁻1 വരും, 1/10 വരും. അപ്പോൾ വി എക്സ് ചെയ്ത് നോക്കിയാൽ വി എക്സ് എന്ന് പറയുന്ന 30 എന്ന് വരും. ഓക്കെ, ഇനി ആരുടെ കമ്പോണൻസ് ഇക്വേറ്റ് ചെയ്യാം? ഐയുടെ കമ്പോണൻസ് കോഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഐയുടെ കോഫിഷ്യന്റ് ഇതാണ്, ഇവിടെ ഐയുടെ കോഫിഷ്യന്റ് ഇതാണ്. സോ വാട്ട് വി ക്യാൻ സേ 10⁻9 into 10⁻9 into 10⁻4 into vy ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും മക്കളെ? 4 into 10⁻12 എന്ന് കിട്ടും. അപ്പോൾ 4 into 10⁻12 എന്ന് കിട്ടും. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്താൽ vy ഈസ് ഈക്വൽ ടു 40 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ vy ഈസ് ഈക്വൽ ടു 40 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വി വെക്ടർ ആണ് വേണ്ടത്. വി വെക്ടർ എന്ന് പറഞ്ഞാൽ √(vx²+ vy²) ആണ്. അപ്പോൾ √40² + 30² ആണ്. സോ ദാറ്റ് വിൽ ബി വാട്ട്? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 50. ഇറ്റ് വിൽ ബി √30² + 40² ആണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു വാട്ട്? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 50. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി എന്ന് വരും. അപ്പോൾ ആ ക്വസ്റ്റൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി എന്ന് വരും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ ആണേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എ സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെന്റ് ഈസ് പെർഫോംഡ് ഫോർ ദ വാല്യൂ ഓഫ് ജി, ദ ആക്സിലറേഷൻ ഡ്യൂ ടു എർത്ത് ഗ്രാവിറ്റി, ദ മെഷർഡ് വാല്യൂ ഓഫ് ലെങ്ത് ഓഫ് ദ പെൻഡുലം ഈസ് 25 cm with an accuracy of 1 mm. Measured time for 100 oscillation is found to be 100 seconds with an accuracy of 1 second. The percentage uncertainty in the determination of G. അപ്പോൾ ജിയുടെ ഫോമുല എല്ലാവർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഫോമുലയാണ്. G is equal to 4π² into L/T² എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഡെൽറ്റ ജി ബൈ ജി ഇൻറ്റു 100 എന്ന് പറയുന്നത്, ഡെൽറ്റ ജി ബൈ ജി ഇൻറ്റു 100 എന്ന് പറയുന്നത് എന്തെന്ന് പറയാം മക്കളെ? ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടി ഇൻറ്റു 100 ആണ്. 2 ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടി ഇൻറ്റു 100 ആണ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എററിലെ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ 1 mm ആണ്. എററിലെ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ 1 mm ആണ്. ലെങ്ത് 25 cm ആണ്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 250 mm. ലെങ്ത് 25 cm ആണ്. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 250 mm. 2 ഇൻറ്റു ഇനി പറോക്കളെ ടൈം പീരിയഡ് മെഷർമെന്റിൽ വരാൻ സാധ്യതയുള്ള എറർ 1 സെക്കൻഡ് ആണ്. പക്ഷെ 100 ഓസിലേഷൻ എടുക്കുമ്പോഴാണ് 1 സെക്കൻഡിൽ എറർ വരുന്നത്. 100 ഓസിലേഷൻ എടുക്കുമ്പോഴാണ് 1 സെക്കൻഡ് എറർ വരുന്നത്. അപ്പോൾ ഒരു ഓസിലേഷൻ എടുക്കുമ്പോൾ എത്ര എററേ വരുന്നുള്ളൂ മക്കളെ? 1/100 എററേ വരുന്നുള്ളൂ. അപ്പോൾ ടൈം പീരിയഡിലെ എറർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചിന്തിക്കണം 1/100 ആണ്. 100 ഓസിലേഷൻ എടുക്കുമ്പോഴാണ് 1 സെക്കൻഡ് എറർ വരുന്നത്. അപ്പോൾ ഒരു ഓസിലേഷനിൽ 1/100 എററേ വരുന്നുള്ളൂ. ഓക്കെ, ഡിവൈഡ് ബൈ ടൈം പീരിയഡ് എത്ര മക്കളെ? 100 ഓസിലേഷൻ എടുത്ത ടൈമാണ് 100 സെക്കൻഡ്. അപ്പോൾ ഒരു ഓസിലേഷൻ എടുത്ത ടൈം എത്ര മക്കളെ? 1 സെക്കൻഡ് ആണ്. ഇൻറ്റു എന്തെന്ന് കിട്ടും മക്കളെ? ഇൻറ്റു 100 എന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എല്ലാത്തിൻ്റെ ഡിനോമിനേറ്റർ എന്താക്കാം മക്കളെ? 1000 ആക്കാം. 1000 ആക്കണമെങ്കിൽ ഇവിടെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇവിടെ 1000 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 10 കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ 2 ഇൻറ്റു 10 എത്രയാണെന്ന് വരും മക്കളെ? 20 എന്ന് വരും. ഇൻറ്റു 100 എന്ന് വരും. അപ്പോൾ 2 ക്യാൻസൽ ആയി പോകും. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 24/10 എന്ന് വരും. അപ്പോൾ 24/10 എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? 24/10 എന്ന് പറഞ്ഞാൽ 2.4 ആണ്. അപ്പോൾ ആ ക്വസ്റ്റൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി എന്ന് വരും. അപ്പോൾ ആ ക്വസ്റ്റൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി എന്ന് വരും. ഓക്കെ ആണോ? അപ്പോൾ ആ ക്വസ്റ്റൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി എന്ന് വരും. ഓക്കെ, അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കോമ്പിനേഷൻ ഓഫ് 2 ചാർജസ്. എ കോമ്പിനേഷൻ ഓഫ് 2 ചാർജസ് ആരൊക്കെയാ മക്കളെ? +1 നാനോകൂളം ആൻഡ് -1 നാനോകൂളം ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 1 micrometer. ദിസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇലക്ട്രിക് ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് 1000 വോൾട്ട് പെർ മീറ്റർ. 1000 വോൾട്ട് പെർ മീറ്റർ. ഓക്കെ, at an angle 45 degree. ടോർക്ക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ടോർക്കിൻ്റെ ഫോമുല എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു സൈൻ തീറ്റ ആണ്. പി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജ് 1 നാനോകൂളംബ് ആണ്. 1 നാനോകൂളംബ് എന്ന് പറഞ്ഞാൽ 1 × 10⁻⁹ ആണ്. ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ചാർജസ് എന്ന് പറഞ്ഞാൽ 1 മൈക്രോമീറ്റർ ആണ്. 1 മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻6 ആണ്. ഓക്കെ, അപ്പോൾ എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജ് 1 × 10⁻⁹ ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ചാർജ് 1 മൈക്രോമീറ്റർ ആണ്. ദാറ്റ് ഈസ് 10⁻�6 ആണ്. ഇലക്ട്രിക് ഫീൽഡ് എത്ര തന്നിട്ടുണ്ട് മക്കളെ? ഇലക്ട്രിക് ഫീൽഡ് 1000 ആണ്. സൈൻ തീറ്റ 1/√2. സൈൻ 45 ആണ്. ദാറ്റ് വിൽ ബി 1/√2. അപ്പോൾ ഇത് ചെയ്ത് നോക്കുവാണെങ്കിൽ എന്ത് കിട്ടും മക്കളെ? ഇവിടെ ഒരു 1000 10⁻⁻6 വെട്ടിയാൽ 10⁻³ ആകും. 10⁻⁹ ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞാൽ 10⁻12 ആണ്. സോ ഇൻറ്റു 1/√2 ആണ്. അപ്പോൾ ടോർക്ക് കിട്ടി. ടോർക്ക് എന്ന് പറഞ്ഞാൽ 1/√2 ഇൻറ്റു 10⁻12 ആണ്. മക്കളെ പൊട്ടൻഷ്യൽ ഫോമുല അത് തന്നെയാണ്. -PE cos θ ആണ്. ഇവിടെ ഒരു ഓപ്ഷനിൽ മൈനസ് കാണാത്ത സ്ഥിതിക്ക് നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. ഒരു ഓപ്ഷനിൽ മൈനസ് കാണാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് മാത്രം എടുത്താൽ മതി? മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഇത് തന്നെയാണ് ആൻസർ. കാര്യം എന്താ? θ 45 ആണ്. അപ്പോൾ സൈൻ 45നും cos 45നും ഒരേ വാല്യൂ ആണ്. ബാക്കി PE ആണ്. അപ്പോൾ അതേ ആൻസർ തന്നെ കിട്ടും. അപ്പോൾ അതേ ആൻസർ വരുന്നത് ഏത് ഓപ്ഷൻ ആണ് മക്കളെ? അതേ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ 60th ക്വസ്റ്റൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. കാര്യം പിടികിട്ടിയോ? 60th ക്വസ്റ്റൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്.
മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ എ കറന്റ് ക്യാരിങ് കോയിൽ ഓഫ് ഇൻഡക്ടൻസ് 60 മില്ലി ഹെൻറി. ഓക്കെ, അപ്പോൾ ഒരാളുടെ ഇൻഡക്ടൻസ് തന്നിട്ടുണ്ട്. ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞാൽ 60 മില്ലി ഹെൻറി ആണ്, അഥവാ 6 × 10⁻³ ഹെൻറി ആണ്, അഥവാ 60 × 10⁻³ ഹെൻറി ആണ്. കറന്റ് ഈസ് ചേഞ്ച്ഡ് ഫ്രം 2.5 ആംപിയർ ഇൻ വൺ ഡയറക്ഷൻ ടു 2.5 ആംപിയർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇൻ 0.1 സെക്കൻഡ്. ദ ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈയുടെ ആവറേജ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈയുടെ ആവറേജ് വാല്യൂ ഞാൻ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നുള്ളൂ, ഇവിടെയും സൈൻ ഒന്നുമില്ല, മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നുള്ളൂ. ദാറ്റ് വിൽ ബി L × ∆I/∆T ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു L × ∆I/∆T ആണ്. അപ്പോൾ L എന്ന് പറഞ്ഞാൽ 60 × 10⁻³ ആണ്. ∆I എന്ന് പറഞ്ഞാൽ 2.5 ആംപിയർ ഒരു ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരുന്നു, 2.5 ആംപിയർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായാൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ 2.5 - 2.5 എന്ന് വരും. ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ 0.1 ആണ്. 0.1 നമുക്ക് 1/10 എന്ന് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 60 ഇൻറ്റു, അപ്പോൾ ഇത് 10 അങ്ങ് മുകളിൽ ചെന്നാൽ 600 ആകും. 600 × 10⁻³ ഇൻറ്റു എന്തെന്ന് കിട്ടും മക്കളെ? 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 6 × 5 30 ആണ്. അപ്പം 3000 × 10⁻³ എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും മക്കളെ? 3 വോൾട്ട് എന്ന് കിട്ടും. സോ ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദിസ് കേസ് എന്ന് പറയുന്നത്, ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദിസ് കേസ് എന്ന് പറയുന്നത് 3 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ ആവറേജ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദിസ് കേസ് എന്ന് പറയുന്നത് എത്ര വോൾട്ട് എന്ന് കിട്ടും മക്കളെ? 3 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റൻ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ആൻ ഇൻഡക്ടർ കോയിൽ വിത്ത് ആൻ ഇന്റർണൽ റെസിസ്റ്റൻസ് 50 ഓം സ്റ്റോർസ് മാഗ്നറ്റിക് ഫീൽഡ് എനർജി ഓഫ് 180 മില്ലി ജൂൾ. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എനർജിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ ½ × L × I² ആണ്. അപ്പോൾ ½ × L × I² എന്ന് പറഞ്ഞാൽ 180 മില്ലി ജൂൾ ആണ്. അപ്പോൾ 180 എന്ന് പറഞ്ഞാൽ 180 × 10⁻³ ആണ്. ഓക്കെ ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ എനർജി ഡിസിപ്പേറ്റ് ചെയ്യുന്ന തന്നിട്ടുണ്ട്. അപ്പോൾ എനർജി ഡിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ I² R ആണ്. അപ്പോൾ I² R എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കിട്ടും മക്കളെ? I² R എന്ന് പറഞ്ഞാൽ 200 വാട്ട് എന്ന് കിട്ടും. അപ്പോൾ I² R എന്ന് പറഞ്ഞാൽ 200 വാട്ട് എന്ന് കിട്ടും. സോ അത് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും മക്കളെ? സോ ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ I² ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ ഇത് L/2R കിട്ടും. ഇത് L/2R കിട്ടും. സോ ഇത് L/2R കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 0 ക്യാൻസൽ ആയി പോകും. 18/20 എന്ന് പറഞ്ഞാൽ 9/10 ആണ്. അപ്പോൾ 9/10 × 10⁻³ ആണ്. ഓക്കെ, അപ്പോൾ L/2R. 2R എത്ര മക്കളെ? R എന്ന് പറഞ്ഞാൽ 50 ആണ്. അപ്പോൾ 2R എന്ന് പറഞ്ഞാൽ 100 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 9/10 × 10⁻³ ആണ്. ഓക്കെ, അപ്പോൾ 0 ക്യാൻസൽ ആയി പോകും. അപ്പോൾ L എന്ന് പറഞ്ഞാൽ 90 × 10⁻³ എന്ന് കിട്ടും. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും മക്കളെ? 90 മില്ലി ഹെൻറി എന്ന് കിട്ടും. അപ്പോൾ L എന്ന് പറഞ്ഞാൽ 90 മില്ലി ഹെൻറി എന്ന് കിട്ടും. അപ്പോൾ 62nd ക്വസ്റ്റൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് എ കറന്റ് ക്യാരിങ് ലോങ് സോളിനോയിഡ് ഈസ് ഫോംഡ് ബൈ വൈൻഡിങ് 200 turns per centimeter. അപ്പോൾ ഈ തന്നിരിക്കുന്ന എന്താ മക്കളെ? ഈ തന്നിരിക്കുന്ന സ്മോൾ എൻ ആണ്. അല്ലേ? ഇഫ് ദ നമ്പർ ഓഫ് ടേൺസ് പെർ സെന്റിമീറ്റർ ഈസ് ഇൻക്രീസ്ഡ് ടു 201, ഇഫ് ദ നമ്പർ ഓഫ് ടേൺസ് പെർ ടേൺ ഈസ് ഇൻക്രീസ്ഡ് ടു വാട്ട്? 201, കീപ്പിംഗ് ദ കറണ്ട് കോൺസ്റ്റന്റ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ്. പറയല്ലേ, അപ്പോൾ ഒരു സോളിനോയിഡിന് ഇൻസൈഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഫോർമുല എന്ന് പറഞ്ഞാൽ μ0 NI ആണ്. അങ്ങനെയാണെങ്കിൽ ഇനിഷ്യലി കറണ്ട് ചേഞ്ച് ചെയ്യുന്നില്ല. ഇനിഷ്യലി എന്നിൻ്റെ വാല്യൂ 200 ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 200 ആണ്. അപ്പോൾ 200 × I എന്ന് വരും. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ ഫൈനൽ കേസ് വിൽ ബി വാട്ട്? μ0 × എന്തെന്ന് കിട്ടും മക്കളെ? 201 × I എന്ന് കിട്ടും. കാര്യം നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് 200-ൽ നിന്ന് 201-ലേക്ക് മാറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ∆B/B അതിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് ആ വേണ്ടത്. അപ്പോൾ ∆B/B × 100 ആണ് വേണ്ടത്. അപ്പോൾ ∆B എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ് എത്ര വരും മക്കളെ? ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ μ0 I × 1 എന്ന് വരും. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ μ0 I × 1 എന്ന് വരും. ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ എത്ര ആയിരുന്നു? ഒറിജിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ μ0 × 200 × I എന്ന് വരും. ഇൻറ്റു എന്തെന്ന് വരും മക്കളെ? 100 എന്ന് വരും. μ0 ക്യാൻസൽ ആകും. I ക്യാൻസൽ ആകും. 1/200 × 100 എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു 1/2 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 0.5 ആണ്. അപ്പോൾ ആ ക്വസ്റ്റൻ ആൻസർ 0.5% എന്നാണ് വരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റൻ ആൻസർ എത്രയാണ് മക്കളെ വരുന്നത്? 0.5% എന്നാണ് വരുന്നത്. കാര്യം പിടി കിട്ടിയോ? അപ്പോൾ ആ ക്വസ്റ്റൻ ആൻസർ 0.5% എന്നാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ 64th ക്വസ്റ്റൻ ആണ്. A metallic cylindrical wire A has length 10 cm, radius 3 mm.
അനദർ ഹോളോ സിലിണ്ടറിക്കൽ വയർ ബി ഓഫ് സെയിം മെറ്റൽ ഹാസ്, സെയിം മെറ്റൽ ആണ്, അപ്പോൾ റെസിസ്റ്റിവിറ്റി സെയിം ആണ്, ലെങ്ത് 10 സെന്റിമീറ്റർ തന്നെയാണ്, ഇന്നർ റേഡിയസ് 3 ഔട്ടർ റേഡിയസ് 4 മില്ലിമീറ്റർ ആണ്. ദെൻ റെസിസ്റ്റൻസ് ഓഫ് വയർ, അപ്പം ഞാൻ എ എന്ന് പറയുന്ന വയറിന്റെ റെസിസ്റ്റൻസ് നമുക്കറിയാം റോ ഇൻറ്റു എൽ എത്ര മക്കളെ, എൽ എന്ന് പറയുന്ന 10 ആണ്. ഞാൻ കൺവേർട്ട് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ, 2 ലെങ്ത് സെന്റിമീറ്ററിലാണ്, 2 റേഡിയസ് മില്ലിമീറ്ററിലാണ്, അപ്പോൾ അവരെന്തായാലും ക്യാൻസൽ ചെയ്ത് പോയിക്കോളും. ഞാൻ വെറുതെ കൺവേർട്ട് ചെയ്ത് നിങ്ങളെ കൺഫ്യൂഷനിലാക്കുന്നില്ല. റോയൽ ബൈ എ എന്നാണ്, എ എത്ര മക്കളെ പൈ ആർ സ്ക്വയർ എന്നാണ്. ആദ്യത്തെ ഒരു സോളിഡ് സിലിണ്ടർ ആണ്, ആദ്യത്തെ വയർ ഒരു സോളിഡ് സിലിണ്ടർ ആണ്, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സോളിഡ് സിലിണ്ടർ ആണ്. സോ ദാറ്റ് ഈസ് പൈ ഇൻറ്റു ആർ സ്ക്വയർ ആണ്, അപ്പോൾ പൈ ഇൻറ്റു 3 സ്ക്വയർ ആണ്. ഇനി രണ്ടാമത്തെ കേസിൽ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ആർ ബി എന്ന് കൊടുക്കാം. സോ ദാറ്റ്സ് ഈക്വൽ ടു റോ ഇൻറ്റു, ഞാൻ വീണ്ടും പറയുന്നു ഈ ലെങ്ത് സെന്റിമീറ്ററിലാണ്, ഈ ലെങ്ത് സെന്റിമീറ്ററിലാണ്, നമുക്ക് റേഷ്യോ ആണ് എടുക്കാൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി ദേ വിൽ ക്യാൻസൽ, റേഷ്യോ ആണ് എടുക്കാൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി ദേ വിൽ ക്യാൻസൽ. ഇന്നർ റേഡിയസ് 3 ആണ്, ഔട്ടർ റേഡിയസ് 4 ആണ്. അപ്പോൾ ഏരിയ എത്ര മാത്രമേ ഉള്ളൂ മക്കളെ, അവൻ്റെ ഇന്നർ റേഡിയസ് എത്ര മക്കളെ, ഇന്നർ റേഡിയസ് 3 ആണ് അല്ലേ, ഔട്ടർ റേഡിയസ് എത്ര മക്കളെ 4 ആണ്. അപ്പോൾ ദാ നോക്ക്, ഇത്രയും സെക്ഷനിൽ മാത്രമേ അവൻ്റെ ഏരിയ ഉള്ളൂ അല്ലേ. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എത്ര എന്ന് വരും, ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു 4 സ്ക്വയർ മൈനസ് പൈ ഇൻറ്റു 3 സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും, 16 പൈ മൈനസ് 9 പൈ എന്ന് പറഞ്ഞാൽ 7 പൈ എന്ന് വരും, 7 പൈ എന്ന് വരും. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇത് എത്ര വരും, 7 പൈ എന്ന് വരും. അപ്പോൾ ഇവിടെ എത്ര വരും മക്കളെ, ഇത് 3ന്റെ സ്ക്വയർ എടുത്താൽ, 3ന്റെ സ്ക്വയർ എടുത്താൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 9 ആണ്. 3ന്റെ സ്ക്വയർ എടുത്താൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എത്ര ആണ്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 9 ആണ്. അപ്പോൾ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ മതി, റോ ക്യാൻസൽ ആയി പോവും, 10 ക്യാൻസൽ ആയി പോവും, പൈ ക്യാൻസൽ ആയി പോവും. സോ ദാറ്റ്സ് ഈക്വൽ ടു 7/9 ആണ്. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ എന്ന് കിട്ടും. അപ്പോൾ ആ ക്വസ്റ്റൻ ആൻസർ എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റൻ ആൻസർ ഓപ്ഷൻ എ എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 7/9 ആണ്. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സ്മോൾ ബാർ മാഗ്നറ്റ് ലൈസ് അലോങ് ദ എക്സ് ആക്സിസ്. അപ്പോൾ ഒരു ചെറിയ ബാർ മാഗ്നറ്റ് ഉണ്ട്, ഇറ്റ് ഈസ് ലൈസ് അലോങ് ദ എക്സ് ആക്സിസ് ആണ് അല്ലേ, വിത്ത് ഇറ്റ് സെൻറ്റർ ഫിക്സ്ഡ് അറ്റ് ദ ഒറിജിൻ. അപ്പോൾ ഇത് സ്മോൾ മാഗ്നറ്റ് ആയിട്ട് എടുത്താൽ മതി. ഇഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഈസ് 5 i ക്യാപ്പ്, 5 i ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇവനിൽ നിന്ന് 5 മീറ്റർ അകലെ ആണോ, അത് ഇവൻ വച്ചിരിക്കുന്നതും എക്സ് ആക്സിലാണ്, ആ പോയിന്റും എക്സ് ആക്സിലാണ്. സോ ദാറ്റ് വിൽ ബി ആക്സിയൽ ലൈൻ. അപ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട് 4 × 10⁻⁻⁶ ആണ്. അപ്പോൾ ആക്സിയൽ ലൈനിലെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം μ0/4π × 2m/d³ എന്നാണ്, അല്ലെങ്കിൽ r³ എന്നാണ്. ഇവിടെ r എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 5³. സോ ദാറ്റ് ഈസ് ഗിവൺ ആസ് വാട്ട്, ദാറ്റ് ഈസ് ഗിവൺ ആസ് 4 × 10⁻⁻⁶ എന്നാണ്. അപ്പോൾ അത് 4 × 10⁻⁻⁶ എന്നാ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദെൻ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് 10J എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, 10J എന്ന് പറഞ്ഞാൽ അലോങ് y ആക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആ മാഗ്നറ്റിൽ നിന്ന് 10 മീറ്റർ അകലെയുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏത് പോയിന്റ് ആയിട്ട് വരും, ഇക്വട്ടോറിയൽ പോയിന്റ് ആയിട്ട് വരും. ഇക്വട്ടോറിയൽ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോർമുല μ0/4π × m/2 ഇല്ല അവിടെ, m/ എന്താ മക്കളെ d³ r³ എന്നാണ്. അപ്പോൾ അവിടെ r³ 10³ എന്ന് വരും. അപ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് എടുക്കാം, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ 2 ഇക്വേഷൻ കൂടെ എന്ത് ചെയ്യുന്നു മക്കളെ, 2 ഇക്വേഷൻ കൂടെ ഡിവൈഡ് ചെയ്യുന്നു. ശ്രദ്ധിച്ചോണം, ഡിവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇവിടെ ഒരു 2 കിടപ്പുണ്ട്, പണി തരരുത്. അപ്പോൾ m ക്യാൻസൽ ആയി പോയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് 2 × പറോക്കളെ 10³/5³ എന്ന് പറഞ്ഞാൽ 10/5 × 10/5 × 10/5. അപ്പോൾ എന്താ 2 × 2 × 2, അപ്പോൾ എത്ര 8. സോ ദാറ്റ്സ് ഈക്വൽ ടു 4 × 10⁻⁻⁶/b എന്ന് കിട്ടും. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ 4/16 എന്ന് വരും. ബി എന്ന് പറഞ്ഞാൽ 4/16 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 1/4 × 10⁻⁻⁶ എന്ന് വരും. 1/4 എന്ന് പറഞ്ഞാൽ 0.25 × 10⁻⁻⁶ ആണ്. അതിനൊന്ന് സ്റ്റാൻഡേർഡ് ഫോമിൽ റെപ്രസെന്റ് ചെയ്താൽ 2.5 × 10⁻⁻7 ടെസ്ല എന്ന് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ടോ എന്ന് നോക്കാം. ഉണ്ട്, ഓപ്ഷൻ എ ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ആൻസർ എത്ര വരും മക്കളെ, 2.5 × 10⁻⁻7 എന്ന് വരും. ആൻഡ് ഐഡിയൽ ഗ്യാസ് ഈസ് കംപ്രസ്ഡ് ഇൻ വോളിയം ബൈ ഫാക്ടർ ഓഫ് 2. അപ്പോൾ വോളിയം 2 ടൈംസ് കുറഞ്ഞു, വൈൽ കീപ്പിംഗ് ഇറ്റ്സ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, സ്പീഡ് ഓഫ് സൗണ്ട്. മക്കളെ അപ്പോൾ വോളിയം കുറയുമ്പോൾ പ്രഷർ മാറും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് വിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ, എന്താണ് വിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ റൂട്ട് v പ്രപ്പോർഷണൽ ടു റൂട്ട് t ആണോ. അപ്പോൾ അത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിന്നാൽ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യത്തില്ല, പ്രഷറിനെയും വോളിയത്തിനെയും ഒന്നും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ ക്വസ്റ്റനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്ത് പറഞ്ഞിട്ടുണ്ട് മക്കളെ, ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടെമ്പറേച്ചർ മാറിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ആരും മാറത്തില്ല, വി മാറത്തില്ല. അപ്പോൾ ആൻസർ ഉറപ്പായിട്ടും ഏത് പറയേണ്ടി വരും, അൺചേഞ്ച്ഡ് എന്ന് പറയേണ്ടി വരും. ആ കൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ ആ ക്വസ്റ്റൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. വോളിയം ചേഞ്ച് ചെയ്താൽ ഒപ്പം തന്നെ പ്രഷർ ചേഞ്ച് ചെയ്യും, കാര്യം ടെമ്പറേച്ചർ
കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ, അപ്പോൾ നമുക്കറിയാം വി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി ആണ്. ടി കോൺസ്റ്റന്റ് ആണെങ്കിൽ വിയും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അടുത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. ഇൻ ദ മാഗ്നറ്റിക് മെറിഡിയൻ ഓഫ് എ സർട്ടൺ പ്ലെയിൻ ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ്. അപ്പോൾ എർത്തിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് തന്നിട്ടുണ്ട്, എത്രയാണെന്ന് തന്നിട്ടുണ്ട് മക്കളെ? 0.36 എന്ന് തന്നിട്ടുണ്ട്. ദ ഡിപ്പ് ആംഗിൾ 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത് ബി ആണെങ്കിൽ ബി എച്ചിന് നമുക്ക് എന്ത് പറയാം? ബി കോസ് ഡിപ്പ് ആംഗിൾ എന്ന് പറയാം. ഡിപ്പ് ആംഗിൾ എത്ര മക്കളെ? 60 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണ്? ദാറ്റ്സ് ഈക്വൽ ടു 0.36 ആണ്. കഴിഞ്ഞ ദിവസത്തിന്റെ കീ മാർക്ക് ചെയ്തായിരുന്നല്ലോ, അൺചേഞ്ച്ഡ് 66B ആണ്. സോ ബി കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 0.36 ആണ്. അപ്പോൾ 2 അപ്പുറത്തേക്ക് പോയാൽ 0.36ന്റെ ഡബിൾ ആകും. 0.36ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 0.72 ആണ്. യൂണിറ്റിനൊന്നും മാറ്റമില്ല, രണ്ടും ഒരേ യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഏത് വരും മക്കളെ? ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ വരും. അപ്പോൾ ആൻസർ നോക്കുവാണെങ്കിൽ ആൻസർ ഏത് വരും? ആൻസർ ഓപ്ഷൻ എ വരും. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ വരും. 67th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു മക്കളെ. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റനാണ്. അതായത് പറഞ്ഞേ ഒത്തിരി കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, ബാക്കി മെജോറിറ്റി ക്വസ്റ്റൻ ചെയ്ത് നോക്കാനുണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റനാണ്. എ റെസിസ്റ്റൻസ് ആർ ഈസ് കണക്റ്റഡ് അക്രോസ് ആൻ ഐഡിയൽ ബാറ്ററി. അപ്പോൾ ഒരു റെസിസ്റ്റർ ഉണ്ട് അല്ലേ, ഇറ്റ് ഈസ് കണക്റ്റഡ് അക്രോസ് ആൻ ഐഡിയൽ ബാറ്ററി. അപ്പോൾ വി, അപ്പോൾ ഈ കേസിലെ പവർ ആണ് ടോട്ടൽ പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ സർക്യൂട്ട് ആണ് പി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പി ഈസ് ഈക്വൽ ടു എന്താ മക്കളെ? V²/R ആണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് അനദർ റെസിസ്റ്റൻസ് ഈസ് ആഡഡ് ഇൻ സീരീസ് ദ ന്യൂ ടോട്ടൽ ഡിസിപ്പേറ്റഡ് പവർ എന്നാണ്. അപ്പോൾ ബാറ്ററി മാറിയിട്ടില്ല, ബാറ്ററി അതേ ബാറ്ററി തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു ആറിൻ്റെ കൂടെ സീരീസ് ആയിട്ട് ഒരു ആറും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി മാറിയിട്ടില്ല, അപ്പോൾ ഇപ്പോഴും ബാറ്ററി സെയിം ബാറ്ററി തന്നെയാണ്. അപ്പം EMF സെയിം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ സെയിം തന്നെയാണ്. അപ്പോൾ ഈ കേസിലെ പവർ നമുക്ക് P' എന്ന് കൊടുക്കാം. P' ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? V²/, ഓക്കെ, V² എന്ത് കിട്ടും മക്കളെ? ഇവിടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് 2R കിട്ടും. ഇവിടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് 2R കിട്ടും. V²/R P എന്ന് കൊടുക്കാം. അപ്പോൾ P' ഈസ് ഈക്വൽ ടു P/2 ആണ്. അപ്പോൾ P' ഈസ് ഈക്വൽ ടു P/2 ആണ്. അപ്പോൾ 68th ക്വസ്റ്റൻ ആൻസർ ഓപ്ഷൻ ഡി വരും. 68th ക്വസ്റ്റൻ ആൻസർ ഓപ്ഷൻ ഡി വരും. മക്കളെ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് എ ടൊറോയിഡ്. ഇത് നല്ലൊരു ക്വസ്റ്റൻ ആണ്. എ ടൊറോയിഡ് വിത്ത് 500 turns of wire carries a current of 2 ampere. A metal ring inside the toroid provides the core and has susceptibility 2 into 10⁻⁵ ആണ്. If the magnetization is 5 into 10⁻⁻2 ampere per meter, then the radius of the ring ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ മക്കളെ ചോദിച്ചിരിക്കുന്നത്? റേഡിയസ് ഓഫ് ദ റിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മാഗ്നറ്റൈസേഷൻ ഈസ് ഈക്വൽ ടു നമുക്ക് ഏത് ഫോമുല കൊടുക്കാം മക്കളെ? Chi/H എന്ന് പറയുന്ന ഫോമുലയുണ്ട്. ഓക്കെ, മാഗ്നറ്റൈസേഷൻ ഈസ് ഈക്വൽ ടു Chi/H ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു സോളിനോയിഡിൻ്റെ കേസിലാണെങ്കിൽ Chi/H എന്ന് പറഞ്ഞാൽ Ni എന്ന് വന്നേനെ. ഒരു സോളിനോയിഡിൻ്റെ കേസിലാണെങ്കിൽ H എന്ന് പറഞ്ഞാൽ Ni എന്ന് വന്നേനെ. ഇവിടെ എന്താ മക്കളെ? Chi ഇൻറ്റു N എന്ന് പറഞ്ഞാൽ ടൊറോയിഡിൻ്റെ കേസിലാണെങ്കിൽ N എന്ന് പറഞ്ഞാൽ N/2πR ആണ്. ഇൻറ്റു എന്തെന്ന് വരും മക്കളെ? ഇൻറ്റു I എന്ന് വരും. ഓക്കെ, ഇൻറ്റു എന്തെന്ന് വരും മക്കളെ? ഇൻറ്റു I എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാഗ്നറ്റൈസേഷൻ തന്നിട്ടുണ്ട്. മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ 5 into 10⁻⁻2 എന്ന് തന്നിട്ടുണ്ട്. 5 into 10⁻⁻2 എന്ന് തന്നിട്ടുണ്ട്. സസെപ്റ്റബിലിറ്റി എത്രയാണെന്ന് തന്നിട്ടുണ്ട് മക്കളെ? സസെപ്റ്റബിലിറ്റി 2 into 10⁻⁵ എന്ന് തന്നിട്ടുണ്ട്. Then number of turns of toroid, ടൊറോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ 500 എന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 2πR ആണ്. ഇൻറ്റു കറണ്ട് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? കറണ്ട് 2π ആംപിയർ എന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആരെ ക്യാൻസൽ ആയി പോകും? 2π ക്യാൻസൽ ആയി പോകും. ഉറപ്പായിട്ടും 2π ക്യാൻസൽ ആയി പോകും. ഇനി എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും? നമുക്ക് ആറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 500 into 2 എന്ന് പറഞ്ഞാൽ 1000 വരും. അപ്പോൾ 1000 into 10⁻⁵ എന്ന് പറഞ്ഞാൽ 1000 into എന്തെന്ന് വരും മക്കളെ? 10⁻⁵ എന്ന് വരും. ഡിവൈഡഡ് ബൈ 5 into 10⁻⁻2 എന്ന് വരും. 5 into 10⁻⁻2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി 200 into 10⁻⁻3 എന്ന് വരും. 200 into 10⁻⁻3 എന്ന് പറഞ്ഞാൽ 0.2 മീറ്റർ ആണ്. 0.2 മീറ്റർ വരുന്ന ആൻസർ എല്ലാം സെന്റിമീറ്ററിലാണ്. അപ്പോൾ നമുക്കറിയാം 0.2 മീറ്റർ എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ ആണ്. 0.2 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആൻസർ വിൽ ബി വാട്ട്? ആൻസർ വിൽ ബി 20 സെന്റിമീറ്റർ. മക്കളെ ഇത് നല്ല ക്വസ്റ്റൻ ആണ്. നമ്മളെ ഡോപ്ലർ എഫക്റ്റിലെ ക്വസ്റ്റൻ ആണ്. എ വൈബ്രേറ്റിംഗ് ട്യൂണിംഗ് ഫോർക്ക് മൂവ് ടുവാർഡ്സ് എ സ്റ്റേഷനറി ഒബ്സർവർ ആണ്. അപ്പോൾ ലിസണർ റെസ്റ്റിലാണ്. അപ്പോൾ VL നമുക്ക് 0 എന്ന് എടുക്കാം. ആണോ? വിത്ത് എ സ്പീഡ് 50 m/s. അപ്പോൾ സോഴ്സിന്റെ സ്പീഡാണ് തന്നിരിക്കുന്നത്. സോഴ്സ് മൂവിങ് ടുവാർഡ്സ് ലിസണർ ആണ്. ഹിയേഴ്സ്, അപ്പോൾ അയാൾ കേൾക്കുന്ന ഫ്രീക്വൻസി, അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അയാൾ കേൾക്കുന്ന ഫ്രീക്വൻസി അപ്പാരന്റ് ഫ്രീക്വൻസി ആണ്. അപ്പോൾ F' ആ തന്നിരിക്കുന്നത്. F' ഈസ് ഗിവൺ ആസ് വാട്ട്? F' ഈസ് ഗിവൺ ആസ് 350 Hz. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് അങ്ങനെയാണെങ്കിൽ
ആക്ച്വൽ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വൽ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്, സ്പീഡ് ഓഫ് സൗണ്ട് നമ്മൾ വി എന്നാണ് സാധാരണ കൊടുക്കാറ്, അപ്പോൾ അത് 350 എന്നും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ മക്കളെ ഫോർമുല ജനറൽ ഫോർമുല പറയുവാണെങ്കിൽ വി ഡാഷ് എന്ന് പറഞ്ഞാൽ വി എൽ 0 ആയിപ്പോയി. അപ്പോൾ ന്യൂമറേറ്ററിൽ വി മാത്രമേ ഉള്ളൂ. ഡിനോമിനേറ്ററിൽ പറ വി മൈനസ് വി എസ് ആണോ പ്ലസ് വി എസ് ആണോ? സോഴ്സ് മൂവിങ് ടുവാർഡ്സ് ദ ലിസണർ ആണ്. അപ്പോൾ വി മൈനസ് വി എസ് ആണ് ഇൻറ്റു എന്തെന്ന് വരും മക്കളെ, എഫ് എന്ന് വരും. അപ്പോൾ നമുക്കറിയാം എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ 350 ആണ്, വി എന്ന് പറഞ്ഞാലും 350 ആണ്. അപ്പാരന്റ് ഫ്രീക്വൻസിയും 350 ആണ്, വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയറും 350 ആണ്, വി 350 ആണ്, വി എസ് 50 ആണ്. അപ്പോൾ രണ്ടും കൂടെ കുറച്ചാൽ എത്ര വരും മക്കളെ? 300 വരും ഇൻറ്റു എഫ് എന്ന് വരും. സിമ്പിൾ ആണ്. അപ്പോൾ 350 ക്യാൻസൽ ആയിപ്പോ അല്ലേ? അങ്ങനെയാണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? എഫ് ഈസ് ഈക്വൽ ടു 300 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഏത് കിട്ടും മക്കളെ? ആൻസർ ഓപ്ഷൻ ഡി കിട്ടും. അപ്പോൾ ആൻസർ നോക്കുവാണെങ്കിൽ ആൻസർ ഓപ്ഷൻ ഡി കിട്ടും. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the road PQ slides along two parallel rails as shown in the figure. It has a length 20 cm and is perpendicular to the two rails. It performs simple harmonic motion with amplitude 5 cm, frequency 10 Hz. Magnetic field is 10 raised to minus 4 Tesla. What is the peak induced electromagnetic force? അപ്പോൾ ഇ എം എഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇ എം എഫിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ബി എൽ വി ആണ്. ഓക്കെ, ഓസിലേറ്റ് ചെയ്യുന്ന ഒരാളുടെ മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് എത്ര മക്കളെ? ഓസിലേറ്റ് ചെയ്യുന്ന ഒരാളുടെ മാക്സിമം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എ ഒമേഗയാണ്. അപ്പോൾ ബി എത്ര മക്കളെ? ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞാൽ 10⁻⁻⁴ എന്ന് തന്നിട്ടുണ്ട്. അവൻ്റെ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 20 × 10⁻²ആണ്. അവൻ്റെ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആണ്. സോ ദാറ്റ് ഈസ് 20 × 10⁻² ആണ്. അവൻ്റെ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 20 × 10⁻² ആണ്. അവൻ്റെ ആംപ്ലിറ്റ്യൂഡ് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ 5 × 10⁻². ഒമേഗ 2π എഫ് ആണ്. അപ്പോൾ 2π ഇൻറ്റു എഫിന് പകരം എത്ര എന്ന് കൊടുക്കാം? 2π എഫ് ആണ്. എഫിന് പകരം 2π × 10 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒതുക്കാൻ പറ്റുന്ന ആളേക്ക് ഒതുക്കാം. അപ്പോൾ 2 × 5 20 × 5 എത്ര മക്കളെ? 100 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 20 × 5. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് മാറ്റി നിർത്താം. 20 × 5 എത്ര മക്കളെ? 20 × 5 എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 × 10 എന്ന് പറഞ്ഞാൽ 1000 ആണ്. 1000 × 2π എന്ന് പറഞ്ഞാൽ 2000 π ആണ്. 1000 × π എന്ന് പറഞ്ഞാൽ 2000 π ആണ് അല്ലേ? 10 × 5 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 20 × 5 എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 × 10 എന്ന് പറഞ്ഞാൽ 1000 ആണ്. 1000 × 2π എന്ന് പറഞ്ഞാൽ 2000 π ആണ്. ഇൻറ്റു ഇതെത്ര വരും മക്കളെ? 10⁻⁴ 10⁻⁸ എന്ന് വരും. ഇൻറ്റു 10⁻⁸ എന്ന് വരും. സോ വാട്ട് വിൽ ബി ദ ആൻസർ? ഇറ്റ് വിൽ ബി 2π × 10⁻⁵ എന്ന് വരും. സോ ഇറ്റ് വിൽ ബി 2π × 10⁻⁵ എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇറ്റ് വിൽ ബി 2π × 10⁻⁵ എന്ന് വരും. ഓക്കെ ആണേ? ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ്സ് എ ആൻഡ് ബി, ഈച്ച് റെസിസ്റ്റൻസ് ഈക്വൽ ടു ആർ. മക്കളെ അപ്പോൾ ഇതാറാണ്. ഈ ജംഗ്ഷൻ അങ്ങ് ഇളക്കിയിട്ടാൽ ഇത് രണ്ട് സീരീസ് വരും. അപ്പോൾ 2R പാരലൽ വിത്ത് ദിസ് വൺ ആണ്. അപ്പോൾ 2R × R ബൈ 2R പ്ലസ് R എന്ന് വരും. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു 2R² ബൈ 3R എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു 2R ബൈ 3 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് എത്ര മക്കളെ? ഇറ്റ് വിൽ ബി 2R ബൈ 3. ദെൻ ഇതെത്ര മക്കളെ? ഇത് R ആണ്. ദെൻ ഇതെത്ര മക്കളെ? R ആണ്. ഓക്കെ, അതേ കണക്ക് തന്നെ ഇവിടെയും വരുന്നത്. അതേ കണക്ക് ഒരു സാധനം തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഇതെത്രയാണ്? R ആണ്. ഇതെത്രയാണ്? 2R ബൈ 3 ആണ്. ദെൻ ഇതെത്രയാണ്? ഇത് R. ഓക്കെ, എല്ലാം കൂടെ ആഡ് ചെയ്താൽ ഇത് ഇത്രയും സീരീസ് വരും. അപ്പോൾ എത്ര വരും? R പ്ലസ് 2R ബൈ 3 പ്ലസ് R എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്ര കിട്ടും? 8R ബൈ 3 എന്ന് കിട്ടും. അപ്പോൾ ഇതെത്ര കിട്ടും? ഇത് 8R ബൈ 3 കിട്ടും. താഴെ എത്ര തന്നെ കിട്ടും? താഴെയും 8R ബൈ 3 തന്നെ കിട്ടും. അപ്പോൾ മുകളിൽ 8R ബൈ 3 ആണ്, താഴെയും 8R ബൈ 3 തന്നെയാണ്. അപ്പോൾ ഇത് ഇത്രയും 8R ബൈ 3 ആണ്, ഇത് ഇത്രയും 8R ബൈ 3 ആണ്. അപ്പോൾ പാരലൽ ആകുമ്പോൾ എന്ത് പറ്റും മക്കളെ? 4R ബൈ 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഏത് വരും? 4R ബൈ 3 വരുമ്പോൾ ആൻസർ ഏത് വരും? ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി വരും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഫിസിക്സിലെ 72 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എക്സാമിന് പാടായിരുന്നെന്ന് കരുതി നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. ഓക്കെ, ചില്ലായിട്ടിരിക്കുക. കാര്യം എക്സാം പാടാകുമ്പം നമ്മുടെ റിസൾട്ട് കൂടാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. അപ്പോൾ ആരും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, എക്സാം പാടാമെന്ന് കരുതി. അപ്പോൾ എന്താണ് കൂടുതൽ ആൾക്കാർക്കും റേഞ്ച് കുറവായിരിക്കും. അപ്പോൾ നമുക്കൊരു 200 അല്ലെങ്കിൽ 300 എബോവ് ഒക്കെ കിട്ടിയാൽ തന്നെ നല്ല റാങ്ക് കിട്ടും. ഓക്കെ, കാര്യം കോമ്പറ്റീഷൻ കുറവായിരിക്കും, എക്സാം ടഫ് ആയതുകൊണ്ട്. അപ്പോൾ എക്സാം ടഫാന്ന് കരുതി ആരും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ഓക്കെ,
ഇന്നത്തെ കെമിസ്ട്രി പാർട്ട് വളരെ എളുപ്പമായിട്ട് തോന്നി കാണും. എല്ലാം NCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നോക്കൂ, ഇതിലെ കെമിസ്ട്രിയിലെ ആദ്യത്തെ ചോദ്യം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 mole ഓഫ് മീതെയിൻ. നമുക്കറിയാം മീതെയിൻ്റെ കേസിൽ ആകെ ഇരിക്കുന്ന ഇലക്ട്രോണുകൾ എത്രയാണ്? ആകെ ഒരു മീതെയിൻ എന്ന് പറയുമ്പോൾ CH4, കാർബണിനകത്ത് 6 ഇലക്ട്രോൺ ഉണ്ടെന്നും ഓരോ ഹൈഡ്രജനിൽ ഓരോ ഇലക്ട്രോൺ ഉണ്ടെന്നും അറിയാം. അപ്പോൾ CH4ൻ്റെ കേസിൽ ഏതായിരിക്കും വരിക? ഐ ഹോപ്പ് യു ക്യാൻ സീ ദിസ് കളർ. CH4 ആവുന്ന സമയത്ത് കാർബണിനകത്ത് 6 ഇലക്ട്രോൺ ഉണ്ട്, ഓരോ ഹൈഡ്രജനിൽ ഓരോ ഇലക്ട്രോൺ ഉണ്ട്, അങ്ങനെ 4. ഒരു മോളിക്യൂളിൽ 10 ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മോളിനകത്ത് എത്രയുണ്ടാവും? 10 മോൾ ഇലക്ട്രോൺ ഉണ്ടാവും. ആം ഐ റൈറ്റ്? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് കനോട്ട് ബി എക്സ്പ്ലെയിൻ ബൈ ദ പ്രൊപ്പോസൽ ഓഫ് ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി. ഈ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ നമുക്ക് 2 ആൻസർ ഉള്ളതുപോലെ തോന്നും. ഞാൻ പറഞ്ഞല്ലോ എല്ലാ ക്വസ്റ്റ്യൻസും NCERT ടെക്സ്റ്റ് ബുക്ക് സെൻറ്റൻസിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവർ ടെക്സ്റ്റ് ബുക്കിലെ സെൻറ്റൻസ് ആയിരിക്കും ആൻസർ ആയിട്ട് എടുക്കുക. നമുക്കറിയാം ഡാൾട്ടൺസ് ആറ്റോമിക് തിയറിയിൽ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ വരുന്നത് എന്ന് ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി പറയുന്നില്ല എന്നാണ്. NCERT കൊടുത്ത ലിമിറ്റേഷനകത്ത് അതാണ്. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കി നോക്കൂ, മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ആറ്റം. അത് നിങ്ങൾക്കൊരു കോൺട്രഡിക്ടറി ആയിട്ട് തോന്നാം. നമുക്കറിയാം മാറ്ററിനകത്ത് കോമ്പൗണ്ട് ആറ്റംസ് ആണ് ഉണ്ടാവുക എന്നാണ് ഡാൾട്ടൺ പറയുന്നത്. പക്ഷേ ഇന്നാണ് നമ്മൾ ആ കോമ്പൗണ്ട് ആറ്റത്തിനെ മോളിക്യൂൾ എന്ന് വിളിക്കുന്നത്. ഡാൾട്ടൺസ് ആറ്റോമിക് തിയറിയുടെ മേജർ ലിമിറ്റേഷൻ എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? എന്തിനാണ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ആറ്റം ഉണ്ടാവുന്നത് എന്ന് പറയാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു ലിമിറ്റേഷൻ. കറക്റ്റ് ഓർഡർ ഓഫ് വേരിയേഷൻ ഓഫ് ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി. നിങ്ങൾക്കറിയാം ലോകത്തുള്ള എല്ലാ എലമെൻറ്റിലും വെച്ച് ഹയസ്റ്റ് ഹീലിയത്തിനാണ്. ഹീലിയം കഴിഞ്ഞാൽ പിന്നെ നിയോണിനാണ്. നിയോൺ ഹയസ്റ്റ് വരുന്ന ഒരു ഓപ്ഷനല്ലേ നിങ്ങൾക്ക് കാണാനുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും കറക്റ്റ് ഓപ്ഷൻ ഈ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്? ബോണ്ട് ഓർഡർ ഓഫ് ഈച്ച് ഹീലിയം ഈസ് 0. ശരിയാണ്. He2 മോളിക്യൂൾ, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്പീഷീസ് ഇല്ല. He2 എന്ന് പറയുന്നത് ഉണ്ടാവില്ല. Li2 മോളിക്യൂൾ ഈസ് ഡയാമാഗ്നറ്റിക്. കറക്റ്റ്. ടോട്ടൽ ഇലക്ട്രോൺ എത്രയാണ്? നമുക്കറിയാം 6 ആണ്. ടോട്ടൽ ഇലക്ട്രോൺ ഈവൺ ആയിരുന്നിട്ടും പാരാമാഗ്നറ്റിക് ആവുന്നത് ആരാണ്? O2 ആണ്. C2 മോളിക്യൂളോ? തീർച്ചയായിട്ടും അത് ഡയാമാഗ്നറ്റിക് ആണ്. നമുക്കറിയാം B2 എന്ന് പറയുന്ന സ്പീഷീസ് ആയിരുന്നുവെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആയേനെ. പക്ഷേ C2 എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ആണ്. അപ്പോൾ പാരാമാഗ്നറ്റിക് എന്നവർ പറയുന്നത് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ് ലിസ്റ്റ്. ഡൈപോൾ ഇൻട്രാക്ഷൻ എക്സിസ്റ്റ് ഇൻ HCl. സംശയമില്ലല്ലോ, ഹൈഡ്രജൻ ക്ലോറൈഡ് ഈസ് പോളാർ. HClൻ്റെ ഇടയിൽ ഉണ്ടാകുന്നത് ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ്. 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ശരിക്കും നമുക്കറിയാലോ, സോളിഡ് നിന്ന് ലിക്വിഡിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും, അഥവാ തെർമൽ എനർജി കൂടും. അങ്ങോട്ട് പോകുമ്പോൾ തെർമൽ എനർജി കൂടിക്കൊണ്ടിരിക്കും. ഗ്യാസ് നിന്ന് ലിക്വിഡ് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. സി കറക്റ്റ് അല്ലേ? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ എന്താ പറയുന്നത്? ഗ്യാസ് molecules collides perfectly elastic way. Strength of hydrogen bond depends on the Coulombic interaction between lone pair of electron and one atom. ശരിയല്ലേ? അത് ലോൺ പെയറും പോളാർ ഹൈഡ്രജനും തമ്മിലുള്ള കൊളംബിക് അട്രാക്ഷൻ ആണ് ഹൈഡ്രജൻ ബോണ്ട്. അക്വസ് ടെൻഷൻ ഓഫ് വാട്ടർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. തെറ്റല്ലേ? അക്വസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണ്? വാട്ടർ വേപ്പർ പ്രഷറാണ്. വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചറാണ് വേണ്ടത്. ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ കുട്ടികൾ അക്വസ് ടെൻഷൻ വരാൻ സർഫസ് ടെൻഷൻ എന്നെടുത്ത് കാണും. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. സോ നമുക്ക് വേണ്ടത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ ഇ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹൈബ്രിഡൈസേഷൻ ഓഫ് സെനോൺ ഇൻ XeF2. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്കറിയാം XeF2ൽ sp3d ഹൈബ്രിഡൈസേഷൻ ആണ്, അതിന് ലിനിയർ ജോമെട്രിയാണ് എന്നൊക്കെ നമുക്കറിയാം അല്ലേ? sp3d എവിടെയായിരിക്കുന്നത്? ഓപ്ഷൻ ബിയിലായിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് നോൺ ആസ് ഇനോർഗാനിക് ബെൻസീൻ? B3N3H6. B3N3H6നെയാണ് നമ്മൾ ഇനോർഗാനിക് ബെൻസീൻ എന്ന് പറയുന്നത്. ഓർക്കുന്നുണ്ടോ? B2H6നെ അമോണിയൻ്റെ കൂടെ ചേർന്ന കോമ്പൗണ്ടിനെ ഹീറ്റ് ചെയ്താൽ നമുക്ക് ഇനോർഗാനിക് ബെൻസീന് കിട്ടും. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? S8 മോളിക്യൂളിലുള്ള SS ബോണ്ടുകളുടെ എണ്ണവും ലോൺ പെയറിൻ്റെ എണ്ണവുമാണ്. നമുക്കറിയാലോ S8 മോളിക്യൂളിന് ക്രൗൺ ലൈക്ക് സ്ട്രക്ചറാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇതാണ് S8 മോളിക്യൂൾ. ഇതിനകത്തുള്ള ബോണ്ടുകളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. എന്താ കിട്ടുന്നത്? 1 2 3 4 5 6 7 8 ബോണ്ടുകളുണ്ട്. ഓരോ സൾഫറിലും 2 ലോൺ പെയർ വീതം ഉണ്ടാവുമെന്ന് നമുക്കറിയാലോ. കാരണം സൾഫർ ഗ്രൂപ്പ് 16ലാണ് 2 ഭാഗത്ത് കോവാലൻ്റ് ബോണ്ട് ചെയ്തു. അങ്ങനെ ഒന്നിനകത്ത് 4 വീതം ഉണ്ട് എന്ന് വെച്ചാൽ 2 പെയർ. എന്നോട് ചോദിച്ചിരിക്കുന്നത് ലോൺ പെയർ എത്രയുണ്ടെന്നാണ്. ഒരു സൾഫറിൽ 2 പെയർ വീതം. അങ്ങനെ എത്ര സൾഫർ ഉണ്ട്? 8 ആൾ. അപ്പോൾ 8 2 16. അപ്പോൾ ബോണ്ടുകളുടെ എണ്ണം നമ്മൾ കൗണ്ട് ചെയ്ത് ഓർക്കുന്നുണ്ടല്ലോ. 8 എണ്ണമായിരുന്നു. 1 2 3 4 5 6 7 8 ഇങ്ങനെയായിരുന്നു നമ്മൾ കൗണ്ട് ചെയ്തത്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അപ്പോൾ കറക്റ്റ് ആൻസർ കിട്ടിയത് ബോക്സ് ആയിരിക്കും.
അടുത്ത ദിവസം നോക്കൂ XeOF4 എന്തായിരുന്നു പ്രത്യേകത? സെനോണിൻ്റെ കേസിൽ sp3d2 ഹൈബ്രിഡൈസേഷനാണ്. 4 ഫ്ലൂറിനും 1 ഓക്സിജനും ചേർന്ന് നമുക്കറിയാം സ്ക്വയർ പിരമിഡലാണ്. അങ്ങനെ സ്ക്വയർ പിരമിഡൽ ജോമെട്രിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. sp3d2 ഹൈബ്രിഡൈസേഷനാണ് അതിനുണ്ടാവേണ്ടത്. ജോമെട്രി ഓഫ് NiCl4 നമുക്കറിയാം sp3 ടെട്രാഹീഡ്രൽ ജോമെട്രിയാണ്. മറ്റതോ DsP2 സ്ക്വയർ പ്ലാനാർ ജോമെട്രിയാണ് എന്ന്. സോ ദ ടെട്രാഹീഡ്രൽ ആൻഡ് സ്ക്വയർ പ്ലാനാർ ആണ് വേണ്ടത്. ടെട്രാഹീഡ്രൽ സ്ക്വയർ പ്ലാനാർ ജോമെട്രി. കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ ഓപ്ഷൻ ഇ എടുത്ത് കാണുമല്ലോ. അടുത്തതിലേക്ക് പോവാം. അടുത്ത ദിവസം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് എക്സ്റ്റെൻസീവ്ലി ഹാസ് മെഗ്നീഷ്യം ആസ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻ ദ ലിവിങ് വേൾഡ്? ചോദ്യത്തിലൊരു ട്രിക്ക് ഉണ്ട്. പെട്ടെന്ന് നമുക്കറിയാം ATP എന്ന് എസ് ബ്ലോക്കിലെ സെൻറ്റൻസ് പരിചയമുള്ളവർക്ക് എഴുതി പോകാം. പക്ഷേ ATPയുടെ മെറ്റബോളിക് പ്രോസസ്സിനകത്ത് മെഗ്നീഷ്യം കോഫാക്ടറായിട്ട് യൂസ് ചെയ്യുന്നു എന്നാണ്. അല്ലാതെ ATP എന്ന മോളിക്യൂളിനകത്ത് മെഗ്നീഷ്യം ഉണ്ട് എന്നില്ലല്ലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് എക്സ്റ്റെൻസീവ്ലി ഹാസ് മെഗ്നീഷ്യം? ഏത് കോമ്പൗണ്ടിലാണ് മെഗ്നീഷ്യം ഉണ്ടാവുന്നത് എന്നല്ലേ ചോദ്യത്തിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാലോ ക്ലോറോഫിൽ എന്ന് പറയുന്നത് മെഗ്നീഷ്യം കോംപ്ലക്സ് ആണ് എന്ന്. അടുത്ത ചോദ്യത്തിലേക്കൊന്ന് പോകാം. ബേസിക് ക്യാരക്ടർ ഓഫ് ഹൈഡ്രേറ്റ്സ് നമുക്കറിയാലോ. അമോണിയ, ഫോസീൻ, ആൾസൈൻ, സ്റ്റിബൈൻ, ബിസ്മത്തൈനിലേക്ക് പോകുമ്പോൾ ഡിസ്റ്റിങ്ക്റ്റ്ലി ബേസിക് ആരാണ്? അമോണിയയാണ്. താഴേക്ക് വരുന്ന സമയത്ത് അസിഡിക് നേച്ചർ ഓഫ് ദ ഹൈഡ്രേറ്റ് കൂടും എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ബേസിക് നേച്ചർ കുറഞ്ഞു വരും. ഇതിൽ ഡിസ്റ്റിങ്ക്റ്റ്ലി ബേസിക് അമോണിയയാണ്. കാരണം അതിനകത്തിരിക്കുന്ന ലോൺ പെയർ സെക്കൻഡ് ഷെല്ലിലായതുകൊണ്ട് ഈസിലി അവൈലബിൾ ആണ്, ലോക്കലൈസ്ഡ് ആണ്. വലിയ ഷെല്ലിനകത്ത് ലോൺ പെയർ ഉണ്ടെങ്കിൽ ഈസിലി അവൈലബിൾ അല്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ കറക്റ്റ് ആൻസർ അമോണിയ, ഫോസീൻ, ആൾസൈൻ, സ്റ്റിബൈൻ ആണ്. അടുത്ത നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് sp ഹൈബ്രിഡൈസ്ഡ്? കാർബണിന് ട്രിപ്പിൾ ബോണ്ട് തൊട്ടാൽ നമുക്ക് അപ്പം തന്നെ അറിയാം കാർബൺ sp ഹൈബ്രിഡൈസ്ഡ് ആണ് എന്ന്. ആം ഐ റൈറ്റ്? അടുത്തതിലേക്ക് പോയാലോ. അടുത്ത നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോൺ ബെൻസീനോട് ആരോമാറ്റിക് കോമ്പൗണ്ട്? ബെൻസീൻ ഇല്ലാത്ത ആരോമാറ്റിക് സ്പീഷീസ് ഏത് എന്നാണ്. ഇതിൽ 1ലും 2ലും ബെൻസീൻ റിങ് കാണാനുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ബെൻസീൻ റിങ് ഇല്ലാത്ത സ്പീഷീസ് ഏതാണ്? 3ഉം 4ഉം. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ ഏത് തന്നെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അടുത്ത നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് മോസ്റ്റ് സ്റ്റേബിൾ കാർബോക്കേറ്റയോൺ? നമുക്കറിയാം ടെർഷറി കാർബോക്കേറ്റയോണിനകത്താണ് മോസ്റ്റ് സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നത്. 3+I എഫക്റ്റ് ഉണ്ടാവുന്ന മീഥൈൽ ഗ്രൂപ്പ് കൂടാതെ 9 ആൽഫ CHൻ്റെ ഹൈപ്പർ കോഞ്ചുഗേഷനും അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ് നമ്പർ 88 ഒന്ന് നോക്കിയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ആക്ട് ആസ് എ ന്യൂക്ലിയോഫൈൽ? ന്യൂക്ലിയോഫൈൽ മീൻസ് വിച്ച് ലവ്സ് ന്യൂക്ലിയസ്. നെഗറ്റീവ് ചാർജുള്ള ആൾക്കാർക്കൊക്കെ ന്യൂക്ലിയസിനോട് ഇഷ്ടമായിരിക്കും. പിന്നെ കൂടാതെയോ ഈ പറയുന്ന സ്പീഷീസും ന്യൂക്ലിയോഫൈലാണെന്ന് നിങ്ങൾക്കറിയാം. ഏതായിരിക്കും അത്? ഇത് ന്യൂക്ലിയോഫൈലാണ്. കാരണം അതിൻ്റെ അകത്ത് എന്തുണ്ട്? നൈട്രജനിൽ ലോൺ പെയർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ന്യൂക്ലിയോഫൈൽ അല്ലാതെ പോയത്? ന്യൂക്ലിയോഫൈൽ അല്ലാതെ പോയത് പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസാണ്. പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസിന് ഇലക്ട്രോണിനോടായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. ദാറ്റ് ഈസ് ഇലക്ട്രോഫൈൽ. അടുത്ത നോക്കൂ. ക്വസ്റ്റ് നമ്പർ 89. വാട്ട് ആർ ദ പ്രോഡക്ട്സ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ? ഫസ്റ്റ് വൺ ഏതാ? വൂഡ്സ് റിയാക്ഷൻ അല്ലേ? അപ്പം നമുക്ക് കിട്ടേണ്ടത് ഏതാണ്? ബ്യൂട്ടൈനാണ്. ഫസ്റ്റ് വണ്ണ് ബ്യൂട്ടൈന് കിട്ടണം. സെക്കൻഡ് വണ്ണ് എന്താ? ഡീകാർബോക്സിലേഷനാണ്. അപ്പോൾ ഒരു കാർബൺ ആറ്റം കുറഞ്ഞു നിൽക്കുകയും വേണം. അപ്പോൾ ഫസ്റ്റ് വണ്ണ് ബ്യൂട്ടൈൻ ആവുകയും വേണം. പിന്നെയോ സെക്കൻഡ് വണ്ണിന് മീത്തൈന് വരികയും വേണം. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ എടുത്തത് ഈ അല്ലേ? നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ വിൻഡോ P and Q ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? നമുക്ക് ഫൈനൽ ഓസനോളിസിസ് പ്രോഡക്റ്റിൽ നിന്ന് ഉറപ്പായിട്ട് നമുക്കറിയാം ഓസനോളിസിസ് പ്രോഡക്റ്റിൽ നിന്ന് ഈ പറയുന്ന Q എന്ന് പറയുന്നത് ഇയാളാണെന്ന്. അയാളെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സൈക്ലോഹെക്സനോളിനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വെച്ച് ഹീറ്റ് ചെയ്താൽ പോരെ. കാരണം സൈക്ലോഹെക്സനോളിനെ ഡീഹൈഡ്രേറ്റ് ചെയ്താൽ സൈക്ലോഹെക്സീന് കിട്ടും. ഓസനോളിസിസ് നടത്തുന്ന സമയത്ത് നമുക്ക് ഡയാൾ കിട്ടുകയും ചെയ്യും. അടുത്തതിലേക്ക് പോയാലോ. ക്വസ്റ്റ് നമ്പർ 91. മാച്ച് ദ ഫോളോയിങ് ആണ്. ഈ സ്പീഷീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ ട്രിക്കി ആയ സ്പീഷീസാണ്. നിങ്ങളെടുത്തത് ഏതായിരിക്കും? സ്ക്വയർ പ്ലാനാർ കോമ്പൗണ്ട് ആണ് എന്ന് നിങ്ങൾക്കറിയാം. സിൽവറിൽ 2 ലിഗൻഡേ ഉള്ളൂ. ഉറപ്പായിട്ടറിയാം ലിനിയർ ആണ് എന്ന്. FeCO5 ടൈംസ് നമുക്കറിയാലോ. sp3d ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രി കീപ്പ് ചെയ്യുമെന്ന്. അപ്പോൾ A3B5 A3B5 ഉള്ളത് എവിടെയാണുള്ളത്? A3B5 C4 ആണോ കിട്ടിയത്? അതെ, C4 D2 അല്ലേ? D2 ഒക്ടാഹീഡ്രൽ E1 ഈ ഏതാ? ടെട്രാഹീഡ്രൽ സ്പീഷീസാണ്. കറക്റ്റ് ആണല്ലോ. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ കൊടുക്കേണ്ടത് ഓപ്ഷൻ ബി ആണ്. അടുത്ത നോക്കൂ. ടെട്രാഹീഡ്രൽ സ്പ്ലിറ്റിങ്ങും ഒക്ടാഹീഡ്രൽ സ്പ്ലിറ്റിങ്ങും തമ്മിൽ എന്താ ബന്ധം? നമുക്കറിയാലോ ΔT ഈസ് ഈക്വൽ ടു 4/9 ഓഫ് ΔO ആണ് എന്ന്. അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത എന്താണ്? കറക്റ്റ് ഓർഡർ ഓഫ് ദ സ്പെക്ട്രോകെമിക്കൽ സീരീസ്. സയനൈഡ് ശക്തനാണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ആകെ കൺഫ്യൂസ് ചെയ്യുന്നത് ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വെള്ളത്തിനേക്കാൾ സ്ലൈറ്റ്ലി ലെസ്
സ്പെക്ട്രോകെമിക്കൽ സീരീസിൽ ലെസ് ആക്ടിവിറ്റിയെ ഓക്സലേറ്റിനുള്ളൂ എന്ന്. സോ ദ കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ എടുക്കേണ്ടത് എ ആയിരിക്കണം. ശരിയല്ലേ? അപ്പോൾ സയനൈഡ് ആണ് ഏറ്റവും സ്ട്രോങ്. ഇതിൽ കൂട്ടത്തിൽ വീക്കസ്റ്റ് ക്ലോറൈഡ് ആണെന്ന് അറിയാലോ. അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. HF ഈസ് എ ലിക്വിഡ്. എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ലിക്വിഡ് ആയത്? ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്. വെരി സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടാണ് HF മോളിക്യൂളിൻ്റെ ഇടയിലുള്ളത് എന്നും നമുക്കറിയാം. ക്വസ്റ്റ്യൻ നമ്പർ 95 എന്താണ്? ഓർഡർ ഓഫ് അസിഡിറ്റി ഓഫ് ദ നമുക്കറിയാം ഗ്രൂപ്പ് പി ബ്ലോക്ക് എലമെൻറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊരു ഗ്രൂപ്പിൽ താഴേക്ക് പോകുമ്പോഴും ഹൈഡ്രേറ്റിൻ്റെ അസിഡിക് നേച്ചർ കൂടിക്കൂടി വരും. കാരണം എന്താ? ബോണ്ട് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഡിസോസിയേഷൻ എനർജി കുറയും. സോ അവൈലബിലിറ്റി ഓഫ് ഹൈഡ്രജൻ കൂടി വരും എന്ന് നമുക്കറിയാം. സോ ദ കറക്റ്റ് ആൻസർ എന്താണ്? കറക്റ്റ് ഓർഡർ ഓഫ് അസിഡിറ്റി. ഏതാണ് കറക്റ്റ് ഓർഡർ വേണ്ടതെന്ന് നോക്കൂ. കറക്റ്റ് ഓർഡർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടത് HI ഹയസ്റ്റ് വരണം. സോ HI ഹയസ്റ്റും HF ലോവസ്റ്റും അതാ ഇവിടെ ഇരിപ്പുണ്ട്. HI ഗ്രേറ്റർ ദാൻ HBr ഗ്രേറ്റർ ദാൻ HCl ഗ്രേറ്റർ ദാൻ HF. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 96 കറക്റ്റ് ഓർഡർ ഓഫ് OO ബോണ്ട് ലെങ്ത് O3 O2 H2O2. നമുക്കറിയാലോ H2O2വിനകത്ത് സിംഗിൾ ബോണ്ടാണ്, അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത്. എന്നാൽ O2വിൻ്റെ കയ്യിലോ ഡബിൾ ബോണ്ടാണ്. ഡബിൾ ബോണ്ട് ആവുന്ന സമയത്ത് ലെങ്ത് ഏറ്റവും കുറവാണ്. ഓസോണിലോ ബിറ്റ്വീൻ ഡബിൾ ആൻഡ് സിംഗിൾ ബോണ്ടാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ H2O2 ആണ്. അത് കഴിഞ്ഞ് മാത്രമേ ഓസോൺ എടുക്കാൻ പറ്റൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓസോണിന് 1.5 ബോണ്ട് ഓർഡറേ നമ്മൾ കാണാൻ പറ്റുള്ളൂ എന്ന്. ബോണ്ട് ഓർഡർ കൂടുന്നതിനനുസരിച്ച് ബോണ്ട് ലെങ്ത് കുറയും നമുക്കറിയാം. ജോമെട്രി, ഹൈബ്രിഡൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് മൊമെൻറ്റ് MnBr4 2- എന്തായിരിക്കും? നമുക്കെല്ലാവർക്കും അറിയാം മാംഗനീസിന് 4s2 3d5 ആണ്, 25 ഇലക്ട്രോൺ ഉണ്ട് എന്ന്. 2 ഇലക്ട്രോൺ ലോസ് ചെയ്ത് നിൽക്കുകയാണ്. മാംഗനീസ് 2+ അപ്പോൾ 3d5 ഇലക്ട്രോൺ ആയിരിക്കുന്നത്. ബ്രോമൈഡ് വീക്ക് ലിഗാൻഡ് ആണ് എന്ന് നിങ്ങൾക്കറിയാം. സോ സ്പീഷീസ് എന്തായിരിക്കും വരിക ഇതിനകത്ത് തീർച്ചയായിട്ടും നമുക്കറിയാം 3d5 ഇലക്ട്രോൺ ആണ്, 5 അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ് ഇരിക്കുന്നത് ഇതിനകത്ത്. am I right? അപ്പോൾ ആൻസർ നിങ്ങൾക്ക് കിട്ടി. സ്പീഷീസ് ടെട്രാഹീഡിലാണ്, 5 ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ √5 × 7 √35. അപ്പോൾ ഓൾമോസ്റ്റ് ഏതായിരിക്കും കറക്റ്റ് ആൻസർ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ടെട്രാഹീഡിൽ വരണം 5.9 വരണം. ഇനി ഇത് നോക്കണേ, ഇതിൽ ഫ്ലൂറിൻ വളരെ വീക്ക് ലിഗാൻഡാണ്, Fe2+ ആണ് സ്പീഷീസ്. ഇപ്പോൾ D6 എന്ന് പറഞ്ഞാൽ അൺപെയ്ഡ് ഇലക്ട്രോൺ 4 ആയിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏത് തന്നെയായിരിക്കും? 5.9 4.9. ഇതെന്താണ്? സ്ക്വയർ പ്ലാനർ ആണ്, DsP2 ഹൈബ്രിഡൈസേഷൻ ആണ് എന്ന് നിങ്ങൾക്കറിയാം. മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആണ് എന്ന് നിങ്ങൾക്കറിയാം. ക്വസ്റ്റ്യൻ നമ്പർ 98 നോക്കിയാലോ. വാട്ട് ഈസ് ദ പ്രോബബിൾ റേഷ്യോ ബിറ്റ്വീൻ RMS സ്പീഡ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് മോസ്റ്റ് പ്രോബബിൾ സ്പീഡിനാണ് ഏറ്റവും മാഗ്നിറ്റ്യൂഡ് കുറച്ച് കൂടുതലാണ് ആർക്ക്? ആവറേജ് സ്പീഡിന്. അതിനേക്കാൾ കുറച്ച് കൂടുതലാണ് RMS സ്പീഡിന് വേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് ഏതിനാണ്? മോസ്റ്റ് പ്രോബബിളിന് 1 തുടങ്ങണം. കുറച്ച് കൂടുതലായിരിക്കണം ആവറേജ്, അതിനേക്കാൾ കൂടുതലായിരിക്കണം RMSന് വരേണ്ടത്. സോ ലെറ്റ് മീ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which is the wrong statement from the following list? No work is done during the expansion of an ideal gas for both reversible and irreversible. നോക്കൂ, ഫ്രീ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? P external 0 ആണ്. P external 0 ആണെങ്കിൽ വർക്ക് എന്താണ്? വർക്ക് ഈക്വൽ ടു -P external ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം ആണ്. സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ഡെൻസിറ്റി ആൻഡ് പ്രഷർ ആർ എക്സ്റ്റെൻസീവ്. തെറ്റല്ലേ? ഡെൻസിറ്റിയും പ്രഷറും എന്താണ്? ഇൻറ്റൻസീവ് ആണ്. നമുക്ക് വേണ്ടത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ B ആണ്. അടുത്ത ക്വസ്റ്റിനിലേക്ക് ഒന്ന് പോയാലോ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫോർ ദ ഗാഷ്യസ് റിയാക്ഷൻ H2 + I2 ഫോർ ദ ഫോർമേഷൻ ഓഫ് 2HI തന്നിട്ടുണ്ട്. എന്താ വേണ്ടേ? മോളാർ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന കോൺസെൻട്രേഷൻ വെച്ചിട്ട് റിയാക്ഷൻ കോഷ്യൻ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ. നമുക്കറിയാം കോൺസെൻട്രേഷൻ ഓഫ് HI² ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് I2 എടുത്താൽ റിയാക്ഷൻ കോഷ്യൻ്റ് കിട്ടും. കോൺസെൻട്രേഷൻ ഓഫ് HI തന്നത് 0.4 ആണ്. സോ 0.4 × 0.4 ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2 0.1 കോൺസെൻട്രേഷൻ ഓഫ് I2 0.2 ആണ്. ഡെസിമലെല്ലാം അഡ്ജസ്റ്റ് ചെയ്താൽ 16/2 8 എന്ന് കിട്ടും. എനിക്ക് കാണാൻ സാധിച്ചത് റിയാക്ഷൻ കോഷ്യൻ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനേക്കാൾ എത്രയോ കുറവാണ്. എന്ന് വെച്ചാൽ ഇനിയും ഈ റിയാക്ഷൻ മുന്നോട്ട് പോകാനുണ്ട് എന്നർത്ഥം. മുന്നോട്ട് പോകുന്ന സമയത്ത് ഹൈഡ്രജൻ്റെയും അയഡിൻ്റെയും കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്ത് HIയുടെ കോൺസെൻട്രേഷൻ കൂടണം എന്നർത്ഥം. ഓക്കെ, നമുക്കെന്നാൽ സാർ വരൂ. വെൽക്കം സാർ. റിമൈനിങ് ക്വസ്റ്റ്യൻ യു ക്യാൻ ഡു സാർ. താങ്ക് യു സാർ. ഓക്കെ.
സോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ, 101ാമത്തെ ക്വസ്റ്റ്യൻ. pK of acetic acid is 4.76. What will be the pK of ammonium hydroxide if the pH of ammonium acetate is 7? അപ്പോൾ ഇവിടെ നമുക്ക് അമോണിയം അസറ്റേറ്റിൻ്റെ pH തന്നിട്ടുണ്ട്. അമോണിയം അസറ്റേറ്റ് ഇസ് എ വീക്ക് ആസിഡ്, വീക്ക് ബേസ് സോൾട്ട് ആണ്. അപ്പോൾ അതിൻ്റെ pHൻ്റെ വാല്യൂയുടെ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 7 + ½ ഇൻറ്റു pKa മൈനസ് pKb ആണ്. അപ്പോൾ pH 7 ആവണമെങ്കിൽ pKa മസ്റ്റ് ബി ഈക്വൽ ടു pKb ആണ് അല്ലേ. അപ്പോൾ pKa നമുക്ക് തന്നിട്ടുണ്ട് 4.76 ആണ്. സോ pKb ഓൾസോ ഷുഡ് ബി 4.76. പക്ഷേ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല. 4.76 കറക്റ്റായിട്ട് തന്നിട്ടില്ല. പക്ഷേ നമ്മളിതൊരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ റൂള് ബേസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ 4.77 വരും. ദിസ് വിൽ ബി 4.76, this will be 4.75, this will be 4.75, this will be 4.74. അപ്പോൾ അങ്ങനെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ റൂൾ വെച്ച് നോക്കുകയാണെങ്കിൽ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഒളിഗോസാക്കറൈഡ്സ് ഹൗ മെനി മോണോസാക്കറൈഡ്സ് വിൽ ബി പ്രസന്റ്? അപ്പോൾ ഒളിഗോസാക്കറൈഡ്സ് നമുക്കറിയാം 2 to 10 മോണോസാക്കറൈഡ് യൂണിറ്റ് വരുന്ന ഷുഗറിനെയാണ് ഒളിഗോസാക്കറൈഡ് എന്ന് വിളിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ DNA molecule the sugar part is dash and in RNA molecule the sugar part is dash. അപ്പോൾ DNA molecule beta 2 deoxyribose ആണ് and in RNA it is beta D ribose. So the correct answer will be option E. അടുത്ത ക്വസ്റ്റ്യൻ, which statement is correct in the following? Amylose is a polymer of alpha D glucose. Actually amylose is a linear polymer of alpha D glucose. So that is the correct answer. Amylose is a polymer of beta D glucose. തെറ്റാണ്. Cellulose is a polymer of alpha D glucose. Cellulose is basically beta D glucose. So ബാക്കിയുള്ള ആൻസർ ഒക്കെ ഓപ്ഷൻസ് ഒക്കെ കറക്റ്റ് റോങ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ലോഗ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ലോഗ് kc ഇൻ ദ റിയാക്ഷൻ. അപ്പോൾ ലോഗ് kc E0 സെല്ലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. E0 സെൽ ഈസ് ഈക്വൽ ടു 0.0591 ഡിവൈഡഡ് ബൈ n ലോഗ് kc ആണ്. അപ്പോൾ നമുക്ക് E0 സെൽ അറിയാം. E0 സെൽ 3.245 ആണ്. It is equal to 0.0591 divided by n. Number of electrons transferred in this reaction, that will be 2 because Mg is converted into Mg2 plus 2 electron oxidation. 2 Ag plus is gaining 2 electrons and is getting converted into Ag. So n in the value 2 ആയിരിക്കും log kc. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ log kc will be something around 109.8 വരും. സോ റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ the correct answer will be option E. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഫോളോയിങ് ഡയഗ്രാം ഷോസ് വോളിയം ടെമ്പറേച്ചർ ഡയഗ്രാം ഫോർ എ പ്രോസസ് എ ബി സി എ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പി വി ഡയഗ്രാം വരയ്ക്കണം. സോ നമുക്ക് പി വി ഡയഗ്രാം വരയ്ക്കാം. പി വി. സോ വിൽ സ്റ്റാർട്ട് വിത്ത് എ ടു ബി പ്രോസസ്. അപ്പോൾ എ ടു ബി പ്രോസസ്സ് നമുക്കറിയാം വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. വോളിയം കൂടുമ്പം അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പം വോളിയം ഈസ് ഓൾസോ ഇൻക്രീസിങ്. സോ വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. അപ്പോൾ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി എന്ന് പറയുകയാണെങ്കിൽ പ്രഷർ എന്തായിരിക്കണം? പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം അല്ലേ. അപ്പോൾ പ്രോസസ് എ ടു ബി പ്രഷർ ഇസ് കോൺസ്റ്റൻറ്റ്. സോ ദിസ് ഇസ് എ ടു ബി. എ ടു ബി പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇനി അടുത്തത് ബി ടു സി. സോ ബി ടു സി നമ്മൾ കാണിച്ചേക്കുന്നത് വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. ടെമ്പറേച്ചർ കുറയുന്നുണ്ട് അല്ലേ. വോളിയം കോൺസ്റ്റൻ്റ് ആണ്, ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ അല്ലേ പ്രഷർ എന്തായിരിക്കണം? പ്രഷർ ഓൾസോ ഷുഡ് ഡിക്രീസ്. അപ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്യണം. അപ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിൽ കാണിക്കേണ്ടത് അല്ലേ. ബി ടു സി പ്രഷർ ഇസ് ഡിക്രീസിങ്. ഇനി അടുത്തത് സി ടു എ. സി ടു എ കാണിച്ചിരിക്കുന്നത് ഇവിടെ ടെമ്പറേച്ചറാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുമ്പോൾ വോളിയം കുറയുന്നുണ്ട് അല്ലേ. വോളിയം കുറയുന്നുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, വോളിയം കുറയുന്നുണ്ടെങ്കിൽ പ്രഷർ കൂടണം. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ സി ടു എ പ്രഷർ കൂടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഗ്രാഫ് വരിക. അപ്പോൾ ഈ ഒരു ഗ്രാഫ് കാണിച്ചിരിക്കുന്നത് എ ടു ബി, ബി ടു സി, സി ടു എ. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻട്രോപ്പി ഡിക്രീസസ്? എവിടെയാണ് എൻട്രോപ്പി കുറയുന്നതെന്നുള്ളതാണ്. ലിക്വിഡ് വാട്ടർ ഇസ് കൺവേർട്ടഡ് ടു ഗ്യാസ്. ഇപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാഷ്യസ് ഫേസിലേക്ക് പോകുമ്പം ഡിസോർഡർനെസ് കൂടുകയാണ്, എൻട്രോപ്പി കൂടുകയാണ്. അപ്പോൾ അതല്ല, ലിക്വിഡ് വാട്ടർ ക്രിസ്റ്റലൈസസ് ടു ഐസ്. അതായത് ലിക്വിഡ് സോളിഡ് ഫേസിലേക്ക് മാറുമ്പം ഓർഡർനെസ് കൂടും, എൻട്രോപ്പി കുറയും. അപ്പോൾ എൻട്രോപ്പി കുറയുന്ന പ്രോസസ്സ് ഇതായിരിക്കും. അടുത്ത ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ H2 ഗ്യാസ് 2
എച്ച് ഗ്യാസ് ആയിട്ട് മാറാണ്, നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യാണ്, എൻട്രോപ്പി വിൽ ഇൻക്രീസ്. ഇവിടെ ഒരു സോളിഡ് ഇസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു 2 ഗ്യാസ് മോളിക്യൂൾസ്, അഗെയിൻ എൻട്രോപ്പി ഈസ് ഇൻക്രീസിങ്. ടെമ്പറേച്ചർ ഓഫ് സോഡിയം ക്ലോറൈഡ് റൈസസ് ഫ്രം 298 to 517 Kelvin. ടെമ്പറേച്ചർ കൂടുമ്പം എൻട്രോപ്പി വിൽ ഇൻക്രീസ്. സോ ഇതിന് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. അടുത്തത് ഐഡൻറ്റിഫൈ 1 and 2 in the following reaction. അപ്പോൾ ബേസിക്കലി ഇത് ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ്റെ ഓക്സിഡേഷൻ വിത്ത് KMnO4 ആണ്. നമുക്കറിയാം ഇവിടെ ഏത് പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പും സെക്കൻഡറി ആൽക്കൈൽ ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും വിൽ ഗെറ്റ് ഓക്സിഡൈസ് ടു കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ രണ്ട് അല്ലെങ്കിൽ ബെൻസോയിക് ആസിഡ്, ഇറ്റ് വിൽ ഗെറ്റ് ഓക്സിഡൈസ് ടു ബെൻസോയിക് ആസിഡ്. അപ്പോൾ ഇതും COH ആയിരിക്കും, ഇതും COH ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏത് ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ് ഓക്സിഡൈസ് ടു ബെൻസോയിക് ആസിഡ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഇ. In which of the following reactions will get new carbon-carbon bond? Cannizzaro reaction and aldol condensation. Aldol condensation there is a formation of new carbon-carbon bond, but in Cannizzaro reaction it is a disproportionation reaction. അല്ലേ, ഒരു ആൽഡിഹൈഡ് ആൽക്കഹോൾ ആയിട്ട് റെഡ്യൂസ് ചെയ്യും, ഒരെണ്ണം ആസിഡ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. അവിടെ കാർബൺ ബോണ്ട് ഒന്നും ഫോം ചെയ്യുന്നില്ല. അപ്പോൾ കാനിസറോ റിയാക്ഷൻ വരുന്ന ഓപ്ഷനിലൊക്കെ റോങ് ആയിരിക്കും. സാൻമേയസ് റിയാക്ഷനിലും കാർബൺ ബോണ്ട് ഒന്നും ഫോം ചെയ്യുന്നില്ല. ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ആൻഡ് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ നമുക്കറിയാം, ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷനിൽ ഇപ്പോൾ ബെൻസീൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സേ ആൽക്കൈലേഷൻ ആണെങ്കിൽ കാർബൺ ബോണ്ട് ഫോം ചെയ്യും. ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമൈലേഷൻ ആണ്. ഫോർമൈലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അഗെയിൻ CHO ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മൾ ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും ഈ രണ്ട് റിയാക്ഷനിലും ദർ ഈസ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദർ ഇസ് ഫോർമേഷൻ ഓഫ് കാർബൺ ബോണ്ട്. സോ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ സി. Cannizzaro reaction again it won't form carbon bond, but Riemer-Tiemann actually it form carbon bond. Sanmez reaction and aldol condensation. Sanmez reaction there is no carbon bond formation, but aldol condensation there is carbon bond formation. So the correct answer is option C. The nitrogen oxide that does not contain NN bond is, but N2O5 in the structure പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് N2O5ൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് നോ നൈട്രോജൻ ബോണ്ട്. അപ്പോൾ ഇതായിരിക്കും ബേസിക്കലി ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. N2O3 നൈട്രോജൻ ബോണ്ട് ഉണ്ട്. NO2 ഇറ്റ് വിൽ ഡൈമറൈസ്, അപ്പോൾ അവിടെയും നൈട്രോജൻ ബോണ്ട് ഫോം ചെയ്യും. N2O4 N2Oയിലൊക്കെ നൈട്രോജൻ ബോണ്ട് ഉണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. In a zero order reaction, the reactant A disappeared with a rate of reaction actually it should be specific rate of reaction. Okay, it is rate constant. So rate constant K is equal to 0.04. The initial concentration of A is 1 molar. So A0 is given as 1 molar. What will be the concentration of A after 20 seconds? അപ്പോൾ നമ്മൾ zero order reactionൻ്റെ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ K is equal to 1/T into concentration of A naught minus A എന്നാണ്. സോ കെയുടെ വാല്യൂ തന്നിട്ടുണ്ട് 0.04. T is 20 seconds. A നോട്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദിസ് വിൽ ബി 0.8 is equal to 1 minus concentration of A. So concentration of A is equal to 0.2 ആയിരിക്കും. So the correct answer is option B. Following of which can be an empirical relationship between the quantity of gas absorbed by unit mass of solid adsorbent and pressure at a particular temperature. X is mass of the gas adsorbed on a mass m of the adsorbent at a pressure P. K and N are constants which depend on the nature of adsorbent and the gas at a particular temperature. അപ്പോൾ ഇത് adsorption isothermൻ്റെ ക്വസ്റ്റൻ ആണ്. നമുക്കറിയാം x/m is equal to k p raised to 1/n എന്നാണ്. നമ്മൾ ഇതിൻ്റെ ലോഗ് എടുക്കുകയാണെങ്കിൽ log x/m is equal to log k plus 1/n log p എന്നാണ് വരിക. ഈ log x/mനെ നമുക്ക് log x minus log m എന്ന് എഴുതാം, which is equal to log k plus 1/n log p എന്ന് വരും അല്ലേ. അപ്പോൾ log x minus log m is equal to log k plus 1/n log p അല്ലേ. So the correct answer will be option D ആയിരിക്കും correct answer. The correct answer is option D.
അടുത്ത ക്വസ്റ്റ്യൻ. In the following which can be used as an antidepressant drug, അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന കറക്റ്റ് ആൻസർ വരിക സെറട്ടോണിൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. CONH3 4 times, NO2 2 times Cl exhibits. അപ്പോൾ ഇവിടെ NO2 ഉള്ളതുകൊണ്ട് ഇതിന് ലിങ്കേജ് ഐസോമറിസം കാണിക്കാൻ പറ്റും. ഇറ്റ് ക്യാൻ ഷോ linkage isomerism. ഇനി ഇവിടെ പുറത്തൊരു ആനയോൺ ഉള്ളതുകൊണ്ട് Cl and NO2 can be exchanged between coordination sphere and ionization sphere, so it can show ionization isomerism. It can show ionization isomerism. ഇനി ഈ ഒരു കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MA4B2 എന്ന് പറഞ്ഞ ഫോമിലുള്ളതാണ്. സോ ഇറ്റ് ക്യാൻ ഷോ geometrical isomerism also. അല്ലേ, ഇതിന് geometrical isomerism കാണിക്കാൻ പറ്റും. Geometrical isomer system trans ഉണ്ടാവും. Both cis and trans are optically inactive, so it cannot show optical isomerism. So the complex can show linkage isomerism, geometrical isomerism and ionization isomerism. So the correct answer will be option B. Other question. Find the correct combination about the following plots P, Q and R for the variation of rate of reaction with time. So this reaction, you can see that rate is decreasing with time and it is not touching here in the x-axis, so it will be touching at infinity. So this will be a irreversible reaction. So this is an irreversible reaction. It's an irreversible reaction. P is irreversible and Q is reversible. The graph it is for reversible reaction. And here you can see that rate is a constant. For zero order reaction, rate is equal to rate constant K because it is independent of concentration of A. So A raised to 0 varum. A raised to 0 nu parnu 1. So rate is equal to K. So rate is a constant. This is for a zero order reaction. So P irreversible, Q reversible and R is a zero order reaction. So the correct answer will be option D. Another question. The resistance of the cell containing the aqueous solution of sodium chloride at 20 degrees Celsius is 60 ohm. If the so resistance is given, resistance R is equal to 60 ohm. If the specific conductivity, that is kappa thannathundu, kappa is equal to 0.04. What is the cell constant? We will L by A. So we know that R is equal to rho into L by A, or 1 by R is equal to 1 by rho into 1 by L by A, or L by A cell constant, which is equal to R into R into 1 by rho varum. So resistance thannathundu, resistance is given as 60 ohm, and 1 by rho ine aanu nammal endu vilikka, 1 by rho is known as kappa, so it is equal to 0.04. so it is 6 into 0.4, so that is equal to 2.4. So the correct answer will be option E. Okay. So 116 answer is option E. Another question. Match the following columns. Okay. Grignard reagent. So Grignard reagent is CH3MgBr. Sandmeyer's reaction, it is CuI. Cannizzaro reaction, we know that aldehydes and ketones without alpha hydrogen, reaction with base ആണ് Cannizzaro reaction. Friedel-Crafts reaction, we use AlCl3 as catalyst. Woods reaction, sodium metal. അല്ലേ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ A4, okay, A4, B3, C5, A4, B3, C5, D1, E2. So the correct answer will be option E. 117 correct answer is option E. Which compound will not take part in Friedel-Crafts acylation? So Friedel-Crafts acylation reaction le participate cheyathadu ee nitro group varuna deactivating group varuna nitrobenzene matramana. So the correct answer will be option D. Okay.
Identify 1 and 2 in the following reaction. CH3 MgBr plus magnesium. So we'll get Grignard reagent here. CH3 MgBr ആയിരിക്കും. പിന്നെ ഈ CH3 MgBr it is reacting with the ketone അല്ലേ, കീറ്റോണുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ we will get a tertiary alcohol. So first product is I is CH3 MgBr or 1 is CH3 MgBr and 2 is tertiary butyl alcohol. CH3 MgBr and tertiary butyl alcohol. So 119 answer is option C. Now last question, what is the major product in the following reaction? അപ്പോൾ ഒരു unsymmetrical alkene ഉണ്ട്, HBr ആഡ് ചെയ്യണം, follow Markovnikov of addition. So H plus ഇവിടെ ആഡ് ചെയ്യും, Br minus ഇവിടെ ആഡ് ചെയ്യും. So the correct answer will be option B. Okay. So ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കീമിൻ്റെ ക്വസ്റ്റ്യൻ സൊല്യൂഷൻസ്. കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ലെങ്തി ആയിട്ട് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. ഹോപ്പ് യു ഹാഡ് എ നൈസ് എക്സാം ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.